ക്രിസ്തുവിൽ വളരെ ആദരിക്കുന്ന എൻ്റെ ആത്മസ്നേഹിതൻ റോയ് സാറിനോടുള്ള കുടുംബത്തോടുള്ള പ്രത്യേക വന്ദനം അറിയിക്കുന്നു. പ്രിയ ജോർജ് കുട്ടി പാസ്റ്ററേയും കാണാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അദ്ദേഹം ക്രമീകരിച്ച പല മീറ്റിങ്ങുകളിലും ദൈവവചന ശുശ്രൂഷകനായി എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, വാത്സല്യ കുഞ്ഞുമക്കൾ എല്ലാവരെയും നമ്മുടെ രക്ഷകനും കർത്താവും നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും നമ്മുടെ ആശയും ആവേശവും ഒക്കെയായ ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള വന്ദനങ്ങൾ അറിയിക്കുന്നു. ഓൺലൈനിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ സവിശേഷമായിരിക്കുന്ന ആലോചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 14 പകലുകളിലും രാത്രികളിലും അഭിഷേകമായ കർത്തൃദാസന്മാരോട് നിങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരുന്നു. അതൊന്നും വിസ്മൃതിയിലാണ്ട് പോകരുത്. അതെല്ലാം ഹൃദയത്തിൽ കരുതിക്കൊള്ളണം. നാം നിൽക്കുന്ന ഈ ലോകം ദുഷ്ടലോകമാണ്, ധാർമ്മിക അധപ്പതനത്തിൻ്റെ ലോകമാണ്, വക്രതയുടെ ലോകമാണ്. ഭോഗാലസ്യത്തിൻ്റെ ആത്മാവ് ശക്തമായി വ്യാപരിക്കുകയും നമ്മുടെ തലമുറകളെ മുഴുവനും അനാത്മകതയിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവവചനത്തിൻ്റെ പ്രകാശത്തിൽ നിലനിൽക്കാൻ നമുക്ക് കഴിയണം. നമുക്കും നമ്മുടെ കുഞ്ഞുകുട്ടികൾക്കും ഒരു ശുഭയാത്ര. അതാകണമേ ഈ യോഗങ്ങളുടെ ലക്ഷ്യം. അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നവരും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും കൊടുക്കുന്നവരും വിയർക്കുന്നവരും അധ്വാനിക്കുന്നവരും ഒക്കെ ആകാം. പക്ഷേ തലമുറ എവിടെ എന്ന ചോദ്യത്തിന് മുമ്പിൽ നാം ചുളുങ്ങി നിൽക്കരുത്. ഏകദേശം 90ഓളം വർഷങ്ങൾ നല്ല വാർദ്ധക്യത്തിലെത്തുമ്പോഴും ശുശ്രൂഷയിൽ ഔന്നത്യമുണ്ടായിരുന്നൊരു മഹാനായ മനുഷ്യൻ, ധർമ്മിഷ്ഠനായ ന്യായാധിപൻ, സിംഹഗർജന പ്രവാചകൻ, ഉത്തമനായ ന്യായാധിപൻ, ഈ വിധങ്ങളിലെല്ലാം ശോഭിച്ച ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ശുശ്രൂഷയുടെ ത്രയത്തട്ടകങ്ങളിൽ നന്നായി ശോഭിച്ച ഒരേ ഒരാളെ ഉള്ളൂ. അത് ശമൂവേലാണ്. പുരോഹിതൻ മാത്രമായിരുന്നു, രാജാവ് മാത്രമായിരുന്നു, ന്യായാധിപൻ മാത്രമായിരുന്നു. പക്ഷെ ഈ 3 തട്ടകങ്ങളിലും ഒരാൾ നിന്നതായുള്ളൂ, ശമൂവേൽ മാത്രമേ ഉള്ളൂ. വാർദ്ധക്യത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ നാട്ടുകാർ, നമ്മുടെ ഭാഷ പറഞ്ഞ ഇടവക സഭാ കുടുംബങ്ങളെല്ലാം കൂടെ വന്നിട്ട് പറയുകയാണ്, സർ, അങ്ങ് ന്യായാധിപൻ കൊള്ളാം, ഉത്തമനാണ്, അങ്ങയുടെ വഴി ഉദാത്തമാണ്, അങ്ങയുടെ പ്രവചനം ഗംഭീരമായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊരു പരാതിയുണ്ട്. എന്തോന്ന് പരാതി? ഞാൻ നിങ്ങളുടെ കാളയെ അപകരിച്ചോ, കഴുതയെ അപകരിച്ചോ, ആടിനെ, നിങ്ങളുടെ ദശാംശങ്ങളെ, സ്തോത്ര കാഴ്ചയെ ഞാൻ അപകരിച്ചോ? നോ, അങ്ങ് അതൊന്നും ചെയ്തിട്ടില്ല. അങ്ങ് ധർമ്മിഷ്ഠനാണ്, ഞങ്ങൾക്കറിയാം. പക്ഷെ നിന്റെ മക്കൾ നിന്റെ വഴിയിലല്ല. ഇത് അന്നു മുതൽ കേട്ടു തുടങ്ങുന്ന ഒരു ആക്ഷേപമാണ്. അതിൻ്റെ ശക്തമായ തനിയാവർത്തനം ഇന്നും ഉണ്ട്. മറന്നു പോകരുത്. നിന്റെ മക്കൾ നിന്റെ വഴിയിലല്ല. ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. മക്കളുടെ അപകരണം അത് എല്ലാ നിലയിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനം കൊണ്ട് വിപ്ലവം ഉണ്ടാക്കിയ ദാവീദിൻ്റെ മക്കളിൽ എല്ലാവരും അതുവഴി ഇതുവഴിയൊക്കെ പോയി. ഒടുവിൽ ശലോമോൻ പേരിന് വേണ്ടി വിത്തുകൂലിയായിട്ടുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോയി. പക്ഷേ 1000 സ്ത്രീകളോടുകൂടെ സഹവസിച്ചവൻ യഹോവയിൽ തൻ്റെ ഹൃദയം ഏകാഗ്രമാകാതെ വഴിമാറിപ്പോയതായിട്ടാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദാവീദിന്റെ മക്കളെല്ലാം പിഴച്ചുപോയി. ശൗലിന് ഒരു മോനുണ്ടായിരുന്നു. തൻ്റേതല്ലാത്ത കുറ്റത്താൽ അപ്പനോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോഴാണ് ഗിൽബോവ പർവ്വതത്തിൽ തകർന്നു പോയത്. തലമുറകളെ നേടുവാൻ കഴിയാതെ പോകുന്ന കുറേ പിതാക്കന്മാരെയും മാതാക്കളെയുമാണ് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയുക. പുതിയ നിയമത്തിലും അതൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഒരു വല്യമ്മച്ചിയും അവരുടെ മകളും കൂടെ, 2 പേരും കൂടെ, 2 മാതാക്കൾ ഒരുമിച്ച് പരിശ്രമിച്ചുകൊണ്ടൊരു തിമോത്തിയോസിനെ രൂപപ്പെടുത്താൻ കഴിഞ്ഞു. ആ ഒരൊറ്റ ചരിത്രമേ ഉള്ളൂ. പിന്നൊരു അമ്മച്ചിയെ നമ്മൾ കാണാൻ കഴിയുന്നത് കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിൻ്റെ അമ്മ. ആ അമ്മച്ചിയുടെ പ്രത്യേകത കൊണ്ടാകാം. അപ്പൻ കുരിശു ചുമന്നു എന്നുള്ളത് വേറൊരു സംഗതിയാണ്. പക്ഷേ അമ്മ ഒത്തിരി പണിപ്പെട്ടത് കൊണ്ടാകാം ഒരു മകനെ കർത്താവിൽ പ്രസിദ്ധനാക്കി മാറ്റി.
ഇങ്ങനെ ഒന്ന് രണ്ട് മാതാക്കളുടെ ചരിത്രമാണ് പുതിയ നിയമത്തിൽ കാണാൻ കഴിയുക. വേറെ മഹാന്മാരുടെ ആരുടെയും മക്കളെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇതിൻ്റെ തനിയാവർത്തനമാണ് ഇന്നും ആത്മീയ തലത്തിലുള്ളത്. മാതാപിതാക്കളെക്കുറിച്ച് പലതും ചിലതും ഊറ്റം പറയാനുള്ളപ്പോൾ തലമുറകൾ ഏത് വഴി എന്ന് ചോദിച്ചാൽ പറയാനില്ല. ആത്മീയത അന്യം വന്നു പോവുകയാണ്. കുടുംബ പ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും വീടുകളിൽ അന്യം വന്നു പോകുന്നൊരു കാലത്തിലേക്ക് നാം വരികയാണ്. പുതിയ തലമുറയ്ക്ക് ഇതിനൊന്നും നേരെയില്ല. ഉഷകാലം നാം എഴുന്നേൽക്കുക, പരമരാജ ഗുരുവരനെ മനമേ പക്ഷി ഗണങ്ങൾ ഉണർന്നിതാന്നൊക്കെയുള്ള പാട്ട് പാടുമ്പോൾ പിള്ളേർ കമ്പിളിക്കകത്തോട്ട് കയറുകയാണ്. പ്രായമുള്ള അപ്പനും അമ്മയും മാത്രം ഇരുന്ന് പാടേണ്ടി വരുന്നു. ഇവരുടെ കാലം കൂടെ കഴിഞ്ഞാൽ വീട്ടിൽ അതിരാവിലെ തിരുസന്നിധി ഒന്നും കേൾക്കത്തില്ല. സന്ധ്യപ്രാർത്ഥനയ്ക്ക് കൃത്യ സമയമുണ്ടോ എന്നുള്ള കാര്യം കൂടെ നാം അന്വേഷിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഉപവാസ പ്രാർത്ഥന നമുക്കും നമ്മുടെ തലമുറയ്ക്കും കുഞ്ഞു കുട്ടികൾക്കും ഒരു ശുഭയാത്രയാകണം. എന്തിനാ 21 ദിവസം ഉപവസിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ ചിലരുടെ മറുപടി, എൻ്റെ പാസ്റ്ററെ കൊടിഞ്ഞി മാറുന്നില്ല, കൂടെ കൂടി തിങ്ങി വരിക, ചെവിക്ക് വേദന, പല്ല് വേദന, വീക്കം, താക്കം, മുട്ടൽ, ചതവ്, പൊള്ളൽ. അതിനൊക്കെ വല്ല വൈദ്യനും പോയി കണ്ടാൽ മതി. 21 ദിവസം പട്ടിണി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. കോട്ടൻ ചൂക്കാതിയും വിക്സാക്ഷൻ 500 പാരസെറ്റമോളും ഒക്കെ ഉണ്ട്, വാങ്ങിച്ച് കഴിച്ചാൽ മതി. ഉപവാസം ഇരിക്കുന്നത് ഇതൊന്നും മാറാനല്ല. ഇത് മാറിക്കോളും, കുഴപ്പമൊന്നുമില്ല, മാറ്റത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, മാറിക്കോളും. പക്ഷെ അതിലുപരി ഉപവാസത്തിന് ചില ലക്ഷ്യങ്ങൾ വേറെ ഉണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ വന്നേ പറ്റുള്ളൂ. സ്തോത്രം. ഈ വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നത് നാം ദൈവത്തിന് നിവാസം ആകേണ്ടതിന്. അപ്പം ഇതുവരെ ആയിത്തീർന്നിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആ ആകുക എന്ന പ്രക്രിയയിൽ വിജയം പ്രാപിക്കാൻ വേണ്ടി 21 ദിവസം ഇരിക്കുകയാണ്. 21 സ്തോത്രം. 21-ന്റെ 3-ൽ 2 ഭാഗം കഴിഞ്ഞു, ഇനി ഒരു ഭാഗമാണ്. ക്ലൈമാക്സ് ആയിട്ടുള്ള 3-ാം ഭാഗത്തിലേക്കാണ് വരിക. സ്തോത്രം. 21 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പം എത്ര പ്രസംഗം കിട്ടുമെന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കിയേ. ഭാഗ്യവാന്മാരാണ് നിങ്ങൾ. സ്തോത്രം. പകലൊരു പ്രസംഗം, രാത്രിയിൽ ഒരു പ്രസംഗം, ഏറ്റവും കുറഞ്ഞ 42 പ്രസംഗം. ഇനി ഇതിനിടയ്ക്ക് 2 പേരെ കയറ്റേണ്ടി വന്നാൽ അപ്പം അതിൽ കൂടുതൽ പ്രസംഗം ഉണ്ടാവും. ഈ പ്രസംഗം എല്ലാം കൂടെ കേട്ടിട്ട് നമുക്കെന്ത് പ്രയോജനം ഉണ്ടായി എന്നും കൂടെ ചിന്തിക്കണം. സ്തോത്രം. അപ്പം ഞാൻ ഈ 3-ൽ 2 ഭാഗം കഴിഞ്ഞ് അടുത്ത 3-ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ കവാടത്തിലാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ഉപവാസപ്രാർത്ഥനയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്തെന്നൊരു സന്ദേശം നിങ്ങളിലേക്ക് പകർന്നു തരാനാണ് ആഗ്രഹിക്കുക. സന്തോഷമാണല്ലോ. ആദ്യം നമ്മൾ കുറിച്ചെടുത്ത് പഠിക്കാൻ പാകമായ ചില ആലോചനകൾ, അറിവുകൾ ദൈവശാസ്ത്രപരമായി ലേഖനദ്വാര പുതിയ നിയമത്തിൻ്റെ ഉപദേശം അനുസരിച്ച് പ്രഗത്ഭരായ പ്രസംഗകരുടെയൊക്കെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ പ്രസംഗിക്കാൻ കൊള്ളാവുന്നൊരു ഉപദേശമാണോ ഞാനെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിന്നെ റോയ് സാർ എന്തിനാ എന്നെ വിളിച്ചതെന്ന് എനിക്കറിയത്തില്ല. കൺവെൻഷനോ പരസ്യത്തിനോ ഒക്കെ ഞാൻ പ്രയോജനപ്പെടും. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേറൊരു താളമാണ്, വേറൊരു റിതമാണ്, വേറൊരു ട്രാക്കാണ്. അതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഞാനിങ്ങനെ ശാന്തമായിട്ട് ക്യാമറയും കൊണ്ട് എൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ചേക്കുന്നവർ ഇവിടെ ചലിക്കാതെ ഞാൻ ഇങ്ങനെ നിൽക്കും. ഉപവാസ പ്രാർത്ഥനയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണമെന്നൊക്കെ ഒരു തത്വമുണ്ട്. അതൊന്നും ഇന്ന് നടപ്പാകുന്ന കാര്യമല്ല. കുറിച്ചെടുത്ത് പഠിക്കാൻ പാകമായ ചില ആത്മീയ പാഠങ്ങൾ നിങ്ങളിലേക്ക് നൽകിത്തരാം. നമ്മുടെ യൗവനക്കാരൊക്കെ വളരെ ആത്മാർത്ഥത, സാമർഥ്യം, സമർപ്പണം ഒക്കെ ഉള്ളവരാണ്. അപ്പം ഒത്തിരി പേരില്ല എന്നുള്ളത് നിങ്ങൾക്കൊരു വിഷമമാണ്. എ പി സാറിനെ വിളിച്ചിട്ട് ആരും വന്നില്ലല്ലോ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ, അത് തന്നെ വലുതാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ഗസ്റ്റിനെയൊക്കെ വിളിക്കുമ്പോൾ അവർ വരുന്ന ഉടനെ ആൾ വന്നില്ലെങ്കിൽ ആ വിളിച്ച സംഘാടകർക്കുള്ളൊരു ബുദ്ധിമുട്ട് വലുതാണ്. അത് പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ്. റോയ്സാറിൻ്റെ ഒക്കെ മുഖം പാടിയിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും. ഒന്ന് ഫ്രഷായിട്ടൊക്കെ ഇരുന്ന ഒരു കുഴപ്പമില്ല. എനിക്കിതൊരു വലിയ ജനാവലിയാണ്, ഒരു കുഴപ്പമില്ല. പാർസൊന്നും അക്കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇത്രയും പേരാണ് ഏറ്റവും നല്ല. പുനരുദ്ധാനം ചെയ്ത യേശു വന്നപ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു എന്നൊരു വാക്യം വായിച്ചിട്ടുണ്ടോ? ആ തോമാച്ചന്മാരുടെ പെങ്ങന്മാരും അനിയന്മാരും ചേട്ടന്മാരും ഇന്നും ഉണ്ട് സഭയ്ക്കകത്ത്. നല്ല കാര്യം നടക്കുമ്പോഴൊന്നും ചിലരെന്ത് ചെയ്യത്തില്ല, വരത്തില്ല. അവർക്ക് ചില ന്യായങ്ങൾ പറയാനുണ്ടാവും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യനല്ല, ഒത്തിരി ന്യായങ്ങളുണ്ടാവും. അവരെ വിട്ടേക്കുക. വന്നില്ലാത്തവരെ ഓർത്ത് നമ്മൾ മനസ്സ് പുണ്ണാക്കുക ചെയ്യരുത്. നമുക്ക് ഇത്രയും പേർക്ക് വരാൻ പറ്റിയല്ലോ, അതൊരു വലിയ സന്തോഷമാണ്. നമ്മൾ വന്നു എന്ന് പറയുന്നതിനേക്കാളധികം കർത്താവ് നമ്മളെ കൊണ്ടുവന്നു. ഞാൻ വായിച്ച വാക്യം എഫെസ് ലേഖനത്തിൽ നിന്ന്. എഫെസ് ലേഖനം ഉൾക്കൊണ്ട് നിൽക്കുന്നത് കാരാഗ്രഹ ലേഖനങ്ങളുടെ കൂട്ടത്തിലാണ്. ആകെ ലേഖനങ്ങൾ എത്രയാ?
21:14. പൗലോസിൻ്റെതാ 14. എൻ്റെ ചോദ്യം ആകെ ലേഖനങ്ങൾ എത്രയാണ്? അപ്പം 21 ലേഖനങ്ങൾ. ഓക്കെ, മറന്നുപോകരുത്. 21 ലേഖനങ്ങളിൽ 4 ലേഖനങ്ങളെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്നാണ് പറയുക. പ്രിസൺ എപ്പിസ്റ്റൽസ്. കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? പൗലോസ് കാരാഗ്രഹത്തിൽ സുവിശേഷ നിമിത്തം കിടന്ന ആ സമയത്ത് അവിടെ ഇരുന്ന് എഴുതിയ ലേഖനം. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ലേഖനം എഴുതണമെങ്കിൽ ആത്മീയത എന്തായിരിക്കണം? എങ്ങനെങ്കിലും അവിടുന്ന് പുറത്തു വരാൻ MBA കാണണം, MLA കാണണം, പാർട്ടി നേതാവിനെ കാണണം എന്നൊക്കെ പറഞ്ഞ് ശുപാർശയ്ക്ക് വേണ്ടി പിണിയാളുകളെ പറഞ്ഞു വിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന കൂട്ടത്തിൽ ഇതൊന്നും എഴുതാനുള്ള സമയം കണ്ടത്. പക്ഷേ പൗലോസിനറിയാം ഇതെല്ലാം സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്. ഫിലിപ്പിയ ലേഖനം 1:12 നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് ഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമാകണമെന്ന്. അങ്ങനെ വാക്യം കണ്ടിട്ടുണ്ടോ? 1:12 നോക്കിയ ഫിലിപ്പിയർ. എനിക്ക് ഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ ആ ഭവിച്ചത് എന്തൊക്കെയാണ്? കാരാഗ്രഹവാസമുണ്ട്, രോഗപീഠയുണ്ട്, കല്ലെറിഞ്ഞ് തറക്കളഞ്ഞു. ഇതെല്ലാം എന്തിനു ഗുണമാകണം? സുവിശേഷത്തിൻ്റെ. അല്ലാതെ എൻ്റെ വ്യക്തിപരമായ കാര്യത്തിന് ഗുണമാകണ്ട, സുവിശേഷത്തിന് ഗുണമാകണം. സോദരം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രവർത്തിച്ചതിൻ്റെ അനന്തരഫലം പ്ലസ് ആയാലും മൈനസ് ആയാലും അത് നമുക്ക് ലാഭമാക്കി നമ്മൾ മാറ്റും. കണ്ടിട്ടില്ലേ? ആത്മീയതയുടെ ഒരു പ്രത്യേകതയാണ്, പെന്തക്കോസ്തിൻ്റെ ഒരു പ്രത്യേക രീതിയാണ്. എവിടെയെങ്കിലും പോയി പ്രവർത്തിച്ചു, 4 പേര് രക്ഷിക്കപ്പെട്ടു, അവർ 4 പേര് സ്നാനപ്പെടാനിടയെ 4 പേരോടും കൂടെ നിന്നൊരു ഫോട്ടോ, സ്നാനപ്പെടുത്തുന്ന ഒരു ഫോട്ടോ, അതിൻ്റെ വിവരണം ഒക്കെ ആയിട്ട് വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം വഴി ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. ഇനി എവിടെയെങ്കിലും പോയി ഒരു കവലയെ പ്രസംഗിച്ചു, 2 തല്ലുകൊണ്ടാലും അതും നമ്മൾ എന്തുമാക്കി മാറ്റും? അതും പരസ്യമാക്കി മാറ്റും, നമ്മുടെ പേര് വലുതാക്കി മാറ്റും. തല്ലുമൊക്കെ കൊണ്ട് കൈയൊക്കെ വെച്ച് കെട്ടി ആശുപത്രി കിടക്കുന്നൊരു പടവും അതിൻ്റെ അടിയിലൊരു വിവരണം. എല്ലാവരും ദയവായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കൊടുക്കുന്ന നമ്പർ ഫോൺ നമ്പറല്ല, അക്കൗണ്ട് നമ്പറാണ്. അക്കൗണ്ട് നമ്പറിലൂടെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായത്. അപ്പം നമുക്ക് 4 പേര് രക്ഷിക്കപ്പെട്ടാലും നമ്മളത് കൊണ്ട് പണം ഉണ്ടാക്കും, നമ്മൾ തല്ലുകൊണ്ടാലും എന്തോ ഉണ്ടാക്കും. ഇതൊക്കെയാണ് നമ്മുടെ. പക്ഷെ പൗലോസ് പറയുന്നു എനിക്ക് ഭാവിച്ചതെല്ലാം നിങ്ങൾക്കൊക്കെ ഉപകാരമാകാനൊരു ചിന്ത പറയാം. 1 കൊരിന്ത്യർ ലേഖനം 11 നമ്മുടെ നാഥനും ഗുരുവുമായവൻ 11:23 നുറുക്കപ്പെടുകയാണ്. അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. ഞാൻ ഈ പറയുന്ന ശ്രദ്ധിച്ചു വായിക്കണമെന്നില്ല, പറയുന്ന ആശയം ഒന്ന് ഓർത്തിരുന്നാൽ മതി. 1 കൊരിന്ത്യർ 11 ഗുരു നുറുക്കപ്പെടുക. ആ അപ്പം ആർക്ക് സദൃശ്യമാണ്? കർത്താവിന് സദൃശ്യം. കർത്താവ് നുറുക്കപ്പെടുന്നതിന് സദൃശ്യമാണ്. 1 കൊരിന്ത്യർ 11:23 റഫറൻസ് മറക്കരുത്. ഇനിയും 2 കൊരിന്ത്യർ 11:23 മുതൽ താഴേക്ക് ഈ ഗുരുവിൻ്റെ ശിഷ്യൻ നുറുക്കപ്പെടുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? 1 കൊരിന്ത്യർ 11:23 ആരാ നുറുക്കപ്പെടുന്നത്? ഗുരു നുറുക്കപ്പെടുകയാണ്. 2 കൊരിന്ത്യർ 11:23 മുതൽ ശിഷ്യൻ നുറുക്കപ്പെടുകയാണ്. അത് ഭയങ്കരമായ ഒരു നുറുക്കപ്പെടലാണ്. പലവട്ടം ആട്ടിക്കൊണ്ട്, കപ്പൽ ഛേദം, കള്ളന്മാരാലുള്ള ആപത്ത്, കടലിലെ ആപത്ത്, കൂട്ടു സഹോദരന്മാരാലുള്ള ആപത്ത്, വിമർശനം, വിരോധം, വിദ്വേഷം. താഴോട്ട് 23, 24, 25, 26 വാക്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അത് പൗലോസ് എന്ത് ചെയ്യപ്പെടുകയാണ്? നുറുക്കപ്പെടുക, തകർക്കപ്പെടുക, ഉടക്കപ്പെടുകയാണ്, തിരസ്കരിക്കപ്പെടുക, ഒറ്റപ്പെടുത്തപ്പെടുക, ഒറ്റിക്കൊടുക്കപ്പെടുകയാണ്. ഗുരു എന്തെല്ലാം അനുഭവിച്ചോ അതിനിരട്ടി പൗലോസ് അനുഭവിക്കുന്നു. കുരിശ് ചുമന്നില്ലെന്നുള്ളതേ ഉള്ളൂ, അതിനേക്കാൾ ഭയാനകമായ നുറുക്കപ്പെടലാണ്. അത് 2 കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടോ? 11:23, 11:23. 1 കൊരിന്ത്യർ 11:23, 2 കൊരിന്ത്യർ 11. ഞാൻ പറഞ്ഞു വരുന്ന ഇതാ, പൗലോസ് പറയുന്നു ഇതെല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാണ്. അപ്പോസ്തലപ്രവൃത്തി 14:19 ഒന്ന് വായിച്ചേ. എന്തായാലും അത് പറഞ്ഞപ്പോൾ അതൊന്നും അറിഞ്ഞിരിക്കാൻ നല്ലത്. 14:19 വായിച്ച്. അപ്പോസ്തലപ്രവൃത്തി 14:19. പിന്നെ അവൻ മരിച്ചു എന്ന് വിചാരിച്ച് പട്ടണത്തിന് വെളിയിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോയി. ആരെ? അദം, ഏറ്റവും ശ്രേഷ്ഠനായി നിൽക്കുന്ന ദൈവദാസൻ. അപ്പോസ്തലന്മാരിൽ അതിശ്രേഷ്ഠയുള്ള ദൈവദാസനെ കല്ലെറിഞ്ഞ് എന്തോ ചെയ്തു? വീഴ്ത്തി കളഞ്ഞു. 19 അങ്ങനെ പറയും. സഭ അറിയാൻ 20 കൂടെ ഒന്ന് വായിച്ചേ. മതി. സ്തോത്രം. ഇവിടെ ഒരു വലിയ ആത്മീയ ചിന്തയുണ്ട്. ഉപവാസം ഇരിക്കുന്ന, ഭാഗികമായും പൂർണ്ണമായും ഉപവസിക്കുന്ന എല്ലാവരും അറിയണം. കല്ലെറിഞ്ഞു,
മരിച്ചുപോയി എന്ന് വിചാരിച്ചു. മരിച്ചു പോയെന്ന് തന്നെയാണ് പറയുന്നത്. വലിച്ചടിച്ച് അവിടെ കൊണ്ടുപോയി പട്ടണത്തിന് വെളിയിൽ. കഴുതയോ പന്നിയോ ആടോ നായോ ഒക്കെ ചത്തു കഴിഞ്ഞാൽ വലിച്ചെടുത്ത് മുനിസിപ്പാലിറ്റി കൊണ്ടുവന്ന് കളയുന്ന ഒരിടമുണ്ട്. അവിടെ കൊണ്ടുവന്ന് അവിടുന്ന് പിന്നെ അതെടുത്ത് സെമിറ്ററിയിലേക്കോ കുഴിച്ചിടാനോ കൊണ്ടുപോകുന്നു. അവിടോട്ട് വലിച്ചുകൊണ്ട് പോയി ദൈവദാസനെ പൗലോസിനെ. ആ 20-ാം വാക്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 20-ാം വാക്യത്തിൻ്റെ ആത്മാവിനെ നമ്മൾ ഉൾക്കൊള്ളണം. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റു. പ്രിയരെ, ഒരു കാര്യം ഓർത്തോണം. നമുക്ക് പ്രശ്നം കൊണ്ട് വേദന കൊണ്ട് തകർന്നു വീണ് കിടക്കുന്ന ചിലരുടെ ചുറ്റും ഒന്ന് നിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റോളും. അതാണ് ആത്മീയത. കർഷകം അനുഭവിക്കുന്നവന് ഒറ്റയ്ക്ക് കർഷകം അനുഭവിക്കുക. ഏക്കം വലിക്കുന്നവന് ഒറ്റയ്ക്ക് കിടന്ന് വലിക്കുക. തള്ളപ്പെട്ടവൻ ഒറ്റയ്ക്ക് തള്ളപ്പെട്ടു പോയി. ഒറ്റിക്കൊടുക്കപ്പെട്ടവൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷെ നമുക്ക് 4 പേർക്ക് ചുറ്റും ഒന്ന് നിൽക്കാൻ പറ്റുമോ? അവൻ എഴുന്നേറ്റ് വരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതാണ് ആത്മീയ കൂട്ടായ്മ. അതാണ് പെന്തക്കോസ്തിന്റെ ആദർശം എന്ന് പറയുന്നത്. ഇത് ഒഴിവാക്കാനും ഒറ്റപ്പെടുത്താനും എന്നാ ഉത്സാഹം എന്നറിയാമോ? ചുറ്റി നിൽക്കാൻ ആർക്കും താല്പര്യമില്ലാതെ വരും. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ ഐക്യമൊന്നുകൂടെ ദൃഢമാകണം. എല്ലാം മറന്ന് സഹിക്കാൻ, ക്ഷമിക്കാൻ, വഹിക്കാൻ, പൊറുക്കാൻ, താങ്ങാൻ, കരുതാൻ ഉള്ള ഒരു അനുഗ്രഹീതമായിരിക്കുന്ന ആർജവത്വം നമ്മിലേക്ക് വരണം. എത്ര പേർക്ക് ബോധ്യമായി ഞാൻ പറഞ്ഞ കാര്യം? അപ്പൊ ഈ പറഞ്ഞതെല്ലാം, ഈ അനുഭവിച്ചതെല്ലാം എന്തിന്റെ അഭിവൃദ്ധിക്ക്? സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, കാരാഗൃഹത്തിലായിരുന്നപ്പോൾ ലേഖനം എഴുതാൻ പറ്റി എന്നുള്ളതൊരു വലിയ വിസ്മയമാണ്. പദം പറഞ്ഞ് കരയോ പരാതി പറയോ ഒന്നും ചെയ്യാതെ കർത്താവ് കൊടുത്ത സ്വസ്ഥമായ, സ്വൈര്യമായ, ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ലേഖനങ്ങൾ എഴുതി. 4 വിശേഷ ലേഖനങ്ങൾ ഒരു സമയത്ത്. അത് കഴിഞ്ഞ് 2-ാം ഘട്ടത്തിലെ തൻ്റെ തടവറയിൽ കിടക്കുമ്പോഴാണ് 2 തിമോത്തിയോസിന്റെ ലേഖനം എഴുതുക. അപ്പൊ കാരാഗൃഹ ലേഖനങ്ങൾ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ 4 എണ്ണം, 5 എണ്ണമാണ്. എഫെസർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ. അത് കഴിയുമ്പോൾ 2 തിമോത്തിയോസിന്റെ ലേഖനം. ഇത് 2 ഘട്ടമായിട്ടുള്ള കാരാഗൃഹ സമയത്താണ് എഴുതുന്നത് എന്നും കൂടെ അറിയണം. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഈ കാരാഗൃഹ വാസകാലത്ത് താൻ എഴുതിയ ലേഖനങ്ങളുടെ ഒരു പൊരുത്തം ഞാൻ പ്രാരംഭത്തിലൊന്ന് ഓർമ്മപ്പെടുത്താം. അതാണ് കുറിക്കണമെന്ന് ഞാൻ പറഞ്ഞു. കാരാഗൃഹ ലേഖനങ്ങൾ ഏതൊക്കെയാണ്? കാരാഗൃഹ ലേഖനം പ്രിസൺ എപ്പിസ്റ്റൽസ് എന്നറിയപ്പെടുന്നത് പ്രധാനമായും എഫെസർ ലേഖനം, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ. ഓർത്തിരിക്കണം. 2 തിമോത്തിയോസ് പിന്നെ ഇടയലേഖനങ്ങളുടെ പട്ടികയിൽപ്പെടുത്തുന്നതായതുകൊണ്ട് അതിനെ നാം ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ഈ 4 ലേഖനങ്ങളെ ഓർത്തുകൊള്ളണം. ഇതിനെയാണ് പ്രിസൺ എപ്പിസ്റ്റൽസ് എന്നറിയപ്പെടുക. ഓക്കെ, ഇനി ഈ ലേഖനങ്ങൾക്ക് 4നും ചില പൊരുത്തങ്ങളുണ്ട്. ആ പൊരുത്തങ്ങളെ ഞാൻ പാഠമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് തരാം. ഒന്നാമത്തെ പൊരുത്തം എന്താണെന്നറിയാമോ? ഇവ 4ഉം പരിജ്ഞാനത്തിന് ലേഖനങ്ങളാണ്. ഇതിൻ്റെ പരിജ്ഞാനം. ഉപവസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പരിജ്ഞാനം പ്രാപിക്കണം. ആത്മീക പരിജ്ഞാനത്തെ നേടാൻ കഴിയണം. ഏതാണ്ടൊക്കെ അറിയാമെന്നൊക്കെ പറയുന്ന ഭാവമൊക്കെ കളഞ്ഞിട്ട്, കർത്താവേ എന്നെ അങ്ങയുടെ വചനം കൊണ്ട് നിറയ്ക്കണമേ. നമ്മുടെ സഭയിൽ ചിലരുടെ ഭാവവും പടുതിയൊക്കെ കണ്ടാൽ അവരാണ് എൻസൈക്ലോപീഡിയ എന്ന് തോന്നിപ്പോകും. ഒന്നും അറിയത്തുമില്ല. മനസ്സിലായില്ലേ? ദൈവദാസന്മാരെ പ്രാർത്ഥിക്കുമ്പോൾ സ്വോത്രം പറയാനോ അതൊന്നും മനസ്സ് കാണിക്കാതെ ആ ഇരിക്കുന്ന ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പാസ്റ്റർക്ക് ട്യൂഷൻ എടുക്കുന്നത് പുള്ളിയാണെന്ന് തോന്നിപ്പോകും. പാസ്റ്റർ ഇതെല്ലാം പഠിപ്പിച്ച് ഇവിടെ കയറ്റി നിർത്തുന്നത് പുള്ളിയാണ് തോന്നിപ്പോകുന്ന രീതിയിലാണ് ചിലരുടെ ഭാവം. നമുക്കെന്തോ വേണം? പരിജ്ഞാനം വേണം. പ്രശ്നകലുഷിതമായ ജീവിത സാഹചര്യത്തിൽ സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും ഒട്ടനവധിയുള്ള ജീവിത സമരമുഖങ്ങൾ നിരവധിയുള്ള നമ്മുടെ ഈ ജീവിതം താഴാതെ, വീഴാതെ, കുഴയാതെ, അഴലാതെ അങ്ങേയറ്റത്തെത്തണമെന്നുണ്ടെങ്കിൽ വേണ്ടുന്ന 4 പരിജ്ഞാനങ്ങൾ ഈ 4 ലേഖനങ്ങളിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കാരാഗ്രഹ ലേഖനം നൽകുന്ന 4 പരിജ്ഞാനങ്ങൾ, 4 പ്രസംഗങ്ങളാണ്. അത് ഞാൻ മുഖവരയിൽ അങ്ങ് ഉൾപ്പെടുത്തുകയാണ്. 4 പരിജ്ഞാനങ്ങൾ നമ്മൾ പ്രാപിക്കണം. അടുത്ത 21 തികയുമ്പോഴേക്കും ഈ പരിജ്ഞാനങ്ങളെ പ്രാപിച്ചുകൊണ്ട് വേണം എഴുന്നേൽക്കാം. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ പരിജ്ഞാനം തിളങ്ങി വിളങ്ങി നിൽക്കണം. ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവരും കുറിച്ചുകൊള്ളണം. 4 പരിജ്ഞാനങ്ങൾ 4 പുസ്തകങ്ങളിലായിട്ടുണ്ട്. അതിൻ്റെ റെഫറൻസ് കൃത്യമായി എഴുതിക്കോണം. യഥാക്രമം 1 എഫെസ്യ ലേഖനം 1:17 വാക്യം, പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. ആരെക്കുറിച്ചുള്ളതാ? നോളജ് about the God Father.
പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ്. 1:17 യേശുക്രിസ്തുവിൻ്റെ പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനം. അതാരെക്കുറിച്ചുള്ളത്? അന്നേരം പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. നമുക്ക് ദൈവങ്ങൾ മൂന്നില്ല, ഒറ്റ ദൈവമാണ്, ഏകസത്യ ദൈവം. ആ ഏകസത്യ ദൈവത്തിൽ മൂന്നാളത്വ മഹിമകളുടെ സമഞ്ജസമായ സമ്മേളനം. മനസ്സിലായോ? ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ, ഗോഡ് ദ ഹോളി ഗോസ്റ്റ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ദൈവത്തിന് അതൊക്കെ സാധ്യമാകുന്ന കാര്യം. നമ്മുടെ ആത്മാവിനെയും ദേഹിയെയും ദേഹത്തെയും കൂടെ ഒരുമിച്ച് സമന്വയിപ്പിച്ച ഒരൊറ്റ അവസ്ഥയിലാക്കി വെക്കാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ പിതാവായി, പുത്രനായി, പരിശുദ്ധാത്മാവായി ദൈവത്തിന് വിലസാൻ കഴിയും. അത് ദൈവത്തിനുള്ള കഴിവാണെന്ന് നമ്മൾ തിരിച്ചറിയണം. 3 ദൈവങ്ങളല്ല, പാപ്പച്ചൻ, കറിയാച്ചൻ, ചാക്കോച്ചൻ എന്ന് പറയുന്ന പോലെ 3 ആളത്വങ്ങൾ, 3 വ്യക്തികളല്ല. ഒരേ ഒരാളത്വത്തിൽ തന്നെ ഈ 3 പ്രതിഭാസങ്ങൾ സംയോജിതമായിരിക്കുന്നു. മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലാണ് ഈ 3 സമ്മേളനങ്ങൾ. അതിൽ നമ്മൾ അറിയണമെന്ന് ഇവിടെ അവകാശപ്പെടുന്ന പരിജ്ഞാനം ആരെക്കുറിച്ചുള്ളതാണ്? പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള. പിതാവാം ദൈവമെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സ് കോൾമയിർ കൊള്ളുന്ന ഒരു പ്രത്യേക സംഗതിയുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകി. ഓഹോ, അത് കേട്ടിട്ട് നിങ്ങൾക്ക് സ്തോത്രം പറയാൻ തോന്നുന്നുണ്ടോ? ഒത്തിരി പുത്രന്മാരുണ്ടായിരുന്നതിലൊന്നിനെ അല്ല, ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകി തന്നു കർത്താവ്. സ്തോത്രം. ആ ഏകജാതൻ എന്ന പ്രയോഗവുമായി ബന്ധപ്പെട്ട് ഞാനൊരു ചിന്ത പറഞ്ഞോട്ടെ. നിങ്ങളെന്തായാലും പഠിക്കാനുള്ള മനസ്സോടെ ഇരിക്കുകയാണല്ലോ, അതുകൊണ്ട് സന്തോഷമായി എനിക്ക്. ഏലിയാവും ബാളും ശിംശോനും അസ്ഥികഷണവും ദാവീദും കവണയൊക്കെ കേട്ട് അന്യഭാഷ പറയാനിരിക്കുകയല്ലോ. എന്തായാലും അതൊക്കെ നല്ല കാര്യമാണ്. എന്നാലും ഇന്ന് അങ്ങനെയുള്ള സാധ്യതയൊന്നും ഉണ്ടാകത്തില്ല. ഗോലിയാത്തിനോട് വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞിട്ട് ഞാനും കർത്താവും കൂടെ ഇന്നിവിടെ നിൽക്കുകയാണ്. സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയ്ക്ക് സഭയുടെ സെക്രട്ടറി വന്നില്ലെങ്കിലും മുടങ്ങാതെ വരുന്ന ഒരാൾ ഗോലിയാത്ത്, അറിയാമോ? സഭയുടെ പ്രതിപുരുഷൻ വന്നില്ലെങ്കിലും ദാവീദ് വരാത്ത ഒറ്റ ഉപവാസ പ്രാർത്ഥനയില്ല. അപ്പോൾ ഉപവാസ പ്രാർത്ഥനയിൽ ഇവരൊക്കെ സ്ഥിരം കക്ഷികളാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഇങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവുമായിട്ട് മാത്രം നമുക്ക് നിൽക്കാം. സന്തോഷമാണല്ലോ. ഈ ഏകജാതൻ എന്ന പദവുമായി ബന്ധപ്പെട്ട് ഞാനൊരു ചിന്ത പറയാം, അത് മറന്നു പോകരുത്. പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ കൂടെ തുറന്നു കൊടുക്കുന്ന എന്തൊരു സുഖമാണെന്നറിയാമോ? സ്തോത്രം. എവിടെയെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുത്തിക്കോണം. ഓക്കെ. ഈ ഏകജാതനായവനെ നമുക്ക് വേണ്ടി, അതേതാ? 3:16. ഏതാ? യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകി തന്നത് പിതാവിന് നമ്മോടുള്ള ഭയങ്കര സ്നേഹമാണ്. ഈ ഏകജാതന എന്ന പദവുമായി ബന്ധപ്പെട്ട് വേറൊരു 16 വാക്യമുണ്ട്. അതേതാണെന്നറിയാമോ? ഉൽപ്പത്തി 22:16. ഒന്ന് നോക്കിക്കേ. ഉൽപ്പത്തി 22:16. നീ നിന്റെ ഏകജാതനായ മകനെ എനിക്ക് തരാൻ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ എന്തോ ചെയ്യും? അത് ദൈവം തൻ്റെ ഏകജാതനെ നമുക്ക് വേണ്ടി തന്നു എന്ന് പറയുന്ന പാഠം പഠിക്കുമ്പോൾ ഏകജാതൻ എന്ന പദം വേദപുസ്തകത്തിൽ ആദ്യമായി പ്രയോഗം വേദപുസ്തകത്തിൽ ആദ്യം കാണുന്ന ഉൽപ്പത്തി 22:16 വാക്യമാണ്. ഉൽപ്പത്തി 22:16. ആ വാക്യത്തിന്റെ പൂർണ്ണത ഞാനൊന്ന് പറയാം. അറിയാലോ സംഭവം. അബ്രഹാം തൻ്റെ ഏകജാതനെ ആർക്ക് വേണ്ടി കൊടുത്തു? ദൈവത്തിന് വേണ്ടി കൊടുത്തു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതന ഇസഹാക്കിനെ തന്നെ എനിക്ക് വേണ്ടി എന്തോ ചെയ്യണം? വേറെ ഒന്നും ചിന്തിക്കാതെ കുഞ്ഞുമായിട്ട് പോവുകയാണ് മോറിയ മലയിലേക്ക്. ഏതപ്പൻ അത് ചെയ്യുക? അബ്രഹാം അത് ചെയ്തു. അതുകൊണ്ട് ഞാൻ ആ വാക്യത്തിന് ഇങ്ങനൊരു ഒരു വിശകലനം കൊടുക്കട്ടെ. വാക്യത്തോട് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊന്നും പറ്റത്തില്ല, പക്ഷേ ആശയത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിങ്ങനെ പറയാം. ഉൽപ്പത്തി 22:16 യോഹന്നാൻ 3:16 കൂടെ ഞാൻ സമന്വയിപ്പിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോണം. നീ നിന്റെ ഏകജാതനായ മകനെ എനിക്ക് തരാൻ മടിക്കായിക കൊണ്ട് ഞാൻ എൻ്റെ ഏകജാതനായ മകനെ നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായി? നീ നിന്റെ ഏകജാതനായ മകനെ എനിക്ക് തരാൻ മടിക്കായിക കൊണ്ട് എൻ്റെ ഏകജാതനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരാൻ മടിക്കുന്നില്ല. തരികയാണ് എൻ്റെ ഏകജാതൻ. ഹല്ലേലൂയ. അപ്പൊ അബ്രഹാം തൻ്റെ ഏകജാതനെ ദൈവത്തിന് അങ്ങോട്ട് കൊടുത്തിട്ട് ദൈവത്തിന്റെ ഏകജാതനെ നമുക്കിങ്ങ് വാങ്ങിച്ചു തരികയായിരുന്നു. അപ്പോൾ വീണ്ടെടുപ്പിന്റെ പദ്ധതിയിൽ ആർക്കും കൂടെ പങ്കുണ്ട്? അബ്രഹാമിനും കൂടെ പങ്കുണ്ട്. അതുകൊണ്ടല്ലേ കൽദയരുടെ ഊര് വിട്ട് വന്ന വിഗ്രഹാരാധിയ വിശ്വാസികളുടെ പിതാവായിട്ട് അവരോധിച്ച് വെച്ചിരിക്കുന്നത്. കുഞ്ഞുകാര്യമൊന്നും അല്ലത്. മനസ്സിലായില്ലേ? അപ്പൊ അബ്രഹാം ചെയ്ത മഹത്തായ ഒരു കാര്യമാണ്. അതുപോലൊരു മഹത്തായ കാര്യം തൻ്റെ ഏകജാതനെ നമുക്ക് വേണ്ടി. ഇനി അബ്രഹാം കൊടുത്ത ഏകജാതൻ സാധാ മനുഷ്യനായിരുന്നു. പക്ഷേ
ദൈവം നമുക്ക് വേണ്ടി നൽകിയ ഏകജാതൻ, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, സർവാധികാരി, നിത്യൻ, മാറ്റമില്ലാത്തവൻ, അത്യുന്നതൻ, മഹോന്നതൻ, മഹത്വ സിംഹാസനസ്ഥൻ, പാപി അല്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ, കുറ്റമില്ലാത്തവൻ, നീതിമാനായവൻ. ഓ, അങ്ങനെയൊക്കെ പറയുമ്പം ശൂന്യങ്കാരി ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ഉപദേശി അതൊന്നും അല്ല, സർവാംഗ സുന്ദരൻ. അങ്ങനെ ഒരുവനെയാണ് നമുക്ക് വേണ്ടി തന്നത്. മനസ്സിലായോ? ഇസഹാക്കിന്റെ കൂട്ടും മാനുഷിക പരിമിതികൾക്കോ മാനുഷികമായ അവസ്ഥകളൊന്നുമല്ല, അതിനെല്ലാം അപ്പുറം ഔന്നത്യമുണ്ടായിരുന്ന ഒരുവനെ നമുക്ക് വേണ്ടി നൽകി തന്നു. അതെത്ര ശ്രേഷ്ഠകരമായൊരു കാര്യമാണ്. ഹല്ലേലൂയ. ഓക്കെ, അപ്പൊ പിതാവിനെ നമ്മൾ അറിയണമെന്ന് പറഞ്ഞാൽ തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകിത്തന്ന മഹത്തായ സ്നേഹത്തിന്റെ വലിപ്പം നാം അറിയണം. ആ പിതാവാം ദൈവത്തെ ആഴത്തിലങ്ങ് അറിഞ്ഞ് ആ ദൈവമായിട്ടൊരു ആന്തരിക ബന്ധമല്ല, പ്രയോഗം ശ്രദ്ധിക്കണം, ആന്തരിക ബന്ധമല്ല, ആന്തരിക രമ്യത ഉണ്ടാക്കണം. ബന്ധം വേറെ, രമ്യത വേറെ, രണ്ടും പദങ്ങൾ തമ്മിൽ പഠിച്ചോണം. ബന്ധമുള്ളവർക്കൊന്നും തമ്മിൽ എന്തോ ഉണ്ടാകണമെന്നില്ല, രമ്യത ഉണ്ടാകണമെന്നില്ല. ഇതാരാ? അതെൻ്റെ ചേട്ടനാ, ഇത് ചേട്ടനാ, അളിയനാ, നാത്തൂനാ, മച്ചാനാ, മച്ചമ്പിയ, മൈനിയാന്നൊക്കെ നമ്മൾ ബന്ധം പറയും. പക്ഷേ തമ്മിൽ മിണ്ടിയിട്ട് കുറെ കാലമായി ഇവര്. അതിൻ്റെ കാരണം എന്താ? രമ്യതയില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ബന്ധമല്ല ദൈവമായി വേണ്ടത്, പിന്നെന്തുവാണ്? ദാമ്പത്യ ജീവിതത്തിലും ബന്ധം. ഇതാരാ? അയ്യോ, അതാ എൻ്റെ ഭർത്താവ്. അത് ശരി, അതറിയത്തില്ലായിരുന്നു. അപ്പം ഭാര്യയും ഭർത്താവുമാണ്. പഞ്ചായത്തിലും അതിൻ്റെ രേഖയുണ്ട്, വില്ലേജിലും രേഖയുണ്ട്, സഭാ രജിസ്റ്ററിലും എന്തോ ഉണ്ട്, രേഖയുണ്ട്. ഒരു വീട്ടിലാണ് താമസിക്കുക, ഒരു മുറിയിലാണ് ഉറങ്ങുക, ഒരു കട്ടിലേലാണ്. അങ്ങേയറ്റത്ത് അച്ചാനും ഇങ്ങേയറ്റത്ത് അമ്മാമയും നടുക്കഞ്ചാറ് തലയണേ ആണെങ്കിൽ ബന്ധമുള്ളത് കൊണ്ടാണ് ഒരു മുറിയിൽ. മനസ്സിലായോ? പക്ഷേ നടുക്ക് തലയണ വന്നതിൻ്റെ കാരണം എന്താ? എന്തോ ഇല്ലാത്ത, രമ്യതയില്ലാത്ത. ഞങ്ങളുടെ കാര്യം ഈ പുള്ളി എങ്ങനെ അറിഞ്ഞെന്ന് ചിലരെന്നെ തുറച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഉപവാസത്തോടെ അതിനുള്ള പരിഹാരമൊക്കെ വന്നോണം. ക്രൈസ്തവല്ലോ. അപ്പൊ ബന്ധം പോരാ, പിന്നെ എന്തോ വേണം? രമ്യത വേണം. ദൈവവുമായിട്ട് ബന്ധമല്ല, പിന്നെന്തോ വേണം? രമ്യത വേണം. ദൈവമായിട്ടുള്ള രമ്യത ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ സവിശേഷമായൊരു കാര്യമാണ്. ദൈവമായിട്ട് ആ രമ്യത നമുക്കുണ്ടാക്കാൻ കഴിയുന്നത് വിശുദ്ധിയിൽ മാത്രമേ ഉള്ളൂ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും എന്തോ ആകണം? ആ വിശുദ്ധിയുടെ തികവിലേക്ക് നമ്മളെ പണിതുകൊണ്ടിരിക്കുന്നതാണ് ഉപവാസ പ്രാർത്ഥന. ഉദ്ദിഷ്ട കാര്യങ്ങളുടെ ലബ്ധിക്ക് വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ അജണ്ടകളായി വെച്ചിട്ടുണ്ട്. പക്ഷേ അതല്ല പ്രധാനം. ദൈവം വിശുദ്ധനാകിയാൽ നമ്മളും ആരാകണം? അതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് രമ്യത ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഉപവാസ പ്രാർത്ഥനയിൽ ഞാനൊരു കാര്യം പറയാം. തരണേ 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 എന്ന സ്ഥിരം പ്രാർത്ഥന പല്ലവി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കഴുകണമേ 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 കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, പൊറുക്കണമേ എന്ന് പറയാൻ നമുക്ക് പറ്റണം. കഴുകണമേ കഴുകണമേ എന്ന് പറയാതെ തരണേ തരണേ എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനവും ഇല്ല. കിട്ടുമായിരിക്കും പലതും, നമ്മൾ ചോദിക്കാതെ തന്നെ കിട്ടുന്ന എത്രയോ കാര്യങ്ങളുണ്ട്, അല്ലേ? കർത്താവേ, ഇന്ന് പകൽ എനിക്ക് ശ്വസിക്കാനുള്ള വായു തരണേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചു രാവിലെ? എന്നിട്ട് ഇത് കയറി ഇറങ്ങുന്നുണ്ടല്ലോ. നമ്മൾ പ്രാർത്ഥിക്കാതെ തന്നെ വെള്ളം കുടിച്ചതും ഭക്ഷണം കഴിച്ചതൊന്നും ചോദിച്ചിട്ടല്ല, ഇത് നമുക്ക് കിട്ടുന്നുണ്ട് ഓൾറെഡി. മനസ്സിലായില്ലേ? സ്ഥിരാനരമ്പുകളിലൂടെ ഈ രക്തം ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന കൃത്യസമയത്ത് ഹാർട്ടിൽ നിന്ന് പിന്നെ എല്ലായിടത്തേക്കും പമ്പ് ചെയ്യപ്പെടുന്നു. നമ്മൾ ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ. അപ്പം നമ്മൾ ചോദിക്കാതെ ഒത്തിരി കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തരണേ തരണേ എന്ന് ചോദിക്കുന്നതിലല്ല കാര്യം, കഴുകണമേ എന്ന് പറയുന്നതിലാ കാരണം. എൻ്റെ അവയവ വ്യവസ്ഥിതികളിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ മനസാക്ഷിയിൽ, എൻ്റെ നാവിൽ വന്ന വാക്കുകളിൽ, എൻ്റെ കൊടുക്കളിൽ, എൻ്റെ വാങ്ങലുകൾ, എൻ്റെ പോക്കിൽ, എൻ്റെ വരവിൽ വന്നു പോയിട്ടുള്ള ദൈവവിരോധമായ പ്രവർത്തികളെ എന്നിൽ നിന്നൊന്ന് കഴുകി വെടിപ്പാക്കി എനിക്ക് അങ്ങയുമായിട്ടുള്ള ആന്തരിക രമ്യത നിലനിർത്താൻ എന്നെ സഹായിക്കും. അതാണ് പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. ഈ പിതാവാം ദൈവത്തെക്കുറിച്ച് എന്തെല്ലാം പഠിക്കാൻ പറ്റുമോ അതെല്ലാം പഠിക്കണം. പിതാവിൻ്റെ ഔന്നത്യം, പിതാവിൻ്റെ എക്സിസ്റ്റൻസ്. സ്തോത്രം. പിതാവാം ദൈവത്തെ ആരും ഉണ്ടാക്കിയതല്ല, ഉണ്ടായതല്ല, ഉള്ളവനാണ്. മനസ്സിലായില്ലേ? ഉള്ളവനാ. വേദോസത്തിൻ്റെ ആദ്യത്തെ വാക്യം ഏതാ വരണ്ടെന്നറിയാമോ? സത്യത്തിൽ അതിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ വാക്യം. ആൻറ്റി പറഞ്ഞാൽ കറക്റ്റ്. യോഹന്നാൻ 1:1 ഉൽപ്പത്തി 1:1 വരേണ്ടത്. ആദിയിൽ വചനം, ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവം. അങ്ങനെയാണ് രണ്ടാമത്തെ വാക്യം ഏതാ?
അല്ല, അതിനിടയ്ക്കൊരു വാക്യം തിരികെ കയറ്റിയേ പറ്റുള്ളൂ. 90-ാം സംഘത്തിന് 2-ാം വാക്യം. പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതനായും ദൈവമായിരുന്നു. അത് കഴിഞ്ഞ് വേണം ആ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മനസ്സിലാകുന്നുണ്ടോ? അത് കഴിഞ്ഞ് യെശയ്യാ ഒരു വാക്യം കയറി വരണം, ഭൂമി പാർപ്പിനായിട്ട് അത്രേ സൃഷ്ടിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഇത് പാഴും ശൂന്യവുമായിരുന്നു എന്ന് വരുന്നത്. അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് വാട്ടുപിടിക്കും. മനസ്സിലായോ? വേദോസം നമ്മൾ വായിച്ചൊരു ശീലം നമ്മളിൽ കിടക്കുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം വാക്യം കയറ്റി വെച്ചുകൊണ്ട് തുടക്കം മുതൽ ഇങ്ങനെ ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറയും അതിന്, എന്ന് പറഞ്ഞാൽ കാലാനുസൃത ക്രമം. ഓക്കെ, അങ്ങനെ പഠിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പൂർവാസ്തിത്വത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ദൈവം ഉണ്ടല്ലോ, ദൈവത്തെക്കുറിച്ചൊരു ഒരു ജീവിതഗന്ധിയായൊരു കാര്യം പറയാം, ശ്രദ്ധിച്ചോണം. ഈ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമ്മൾ പ്രാപിക്കുമ്പോൾ ഈ ദൈവം നമ്മെ മറക്കാത്ത ദൈവമാണ്. നമ്മളെ ആരെല്ലാം മറന്നാൽ ഈ ദൈവം എന്തോ ചെയ്യത്തില്ല. ആ ഒരു പരിജ്ഞാനം നമ്മളങ്ങ് ഏറ്റെടുക്കണം. ആരാണ്ടൊക്കെ മറന്നു, ആര് വിളിച്ചില്ല, അവൾ വന്നില്ല, ഇവിടെ വന്നിട്ട് എന്നെ ഒന്നും കാണാൻ വന്നില്ല, ഇങ്ങനെയുള്ള പരാതി എല്ലാം കളഞ്ഞേക്കണം. ഉപവാസപ്രാർത്ഥന ആര് മറന്നാലും എന്നെ മറക്കാത്ത ഒരു ദൈവമുണ്ട്. സഹോദരം, അതെവിടെയാ വാക്യം എന്നറിയാം? മറക്കാത്ത ദൈവം. ഹോയായി ഞാൻ നിന്നെ മറക്കയില്ല. നിന്റെ അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. 49:15 യെശയ്യാവ് 49:15. മറക്കാത്ത ദൈവം എന്ന കുറിപ്പ് എഴുതിക്കോണ്. മറക്കാത്ത ദൈവം. 49:15 വാക്യം. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ എന്ന് പറഞ്ഞ് താഴോട്ട് പറഞ്ഞിട്ട് പറയും, ഇനി അവൾ മറന്നാലും ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല. അപ്പൊ ഈ ദൈവത്തെക്കുറിച്ചുള്ള ഈ പരിജ്ഞാനം ഉള്ളിലങ്ങ് ഏറ്റെടുക്കണം. വ്യത്യസ്ത പ്രായമാണ് നമുക്ക് ഓരോരുത്തർക്കും, പക്ഷേ മറക്കാത്ത ഒരു ദൈവത്തിന്റെ കരുതലിലാണ് നമ്മൾ. ഹല്ലേലൂയ. അമ്മ മറക്കുമെന്ന് ചോദിച്ചാൽ അമ്മ മറക്കത്തില്ല. അമ്മ മറക്കത്തില്ല, ഉറപ്പാണ്. അമ്മ എന്ന പുണ്യം വലുതല്ലേ. അമ്മയ്ക്ക് പകരം വയ്ക്കാൻ വേറെ ആരുണ്ട്? സ്തോത്രം. അമ്മമാർക്കെല്ലാം ഒരു സ്നേഹം വന്ദനവും പ്രത്യേകം അറിയിക്കുകയാണ്. അമ്മയൊരു വലിയ പുണ്യമാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അന്നും ഇന്നും തലമുറകളെ മറക്കുന്ന ചിലരുണ്ടാകും. അത് 1000-1 ഉണ്ടാവുള്ളൂ, 10,000-1 പറയാൻ പറ്റുള്ളൂ. അപ്പോഴും ഭൂരിപക്ഷം മറക്കാത്ത അമ്മമാരാ. കർത്താവ് അമ്മയെപ്പോലെ, അമ്മയെക്കാളധികം നമ്മെ ഓർക്കുന്നു. കഴിഞ്ഞിടയ്ക്കൊരു കവിത വായിച്ചു. ആ കവിതയുടെ പേര് കേട്ടപ്പോൾ ആ കവിക്കിട്ടൊരു ഒറ്റ ഇടി കൊടുക്കാൻ എനിക്ക് തോന്നി. കവിതയുടെ പേരെന്തോന്നറിയാമോ? അമ്മ മരിച്ചു ആശ്വാസമായി. അമ്മ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമുക്ക് ആ കവിതയുടെ പേര് കേട്ട ദേഷ്യം തോന്നും. അമ്മ മരിച്ചപ്പോൾ എന്തോ ആയി, വായിക്കുന്നില്ലെന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. പിന്നെയും തോന്നി അമ്മ മരിച്ചപ്പോൾ ഈ പുള്ളിക്ക് ഇത്രയും വലിയ ആശ്വാസം ഉണ്ട്, അതിൻ്റെ കാര്യം എന്താണെന്നൊന്ന് അറിയാമെന്നും പറഞ്ഞ് വായിച്ചു വന്നപ്പോഴാണ്. നിങ്ങളതൊന്ന് ആ കവിത മക്കളുമാരെല്ലാം ഒന്ന് നോക്കണം. യൂട്യൂബിലുണ്ട്. അമ്മ മരിച്ചു ആശ്വാസമായി, കൽപ്പറ്റ നാരായണൻ എഴുതിയ ഒരു പട്ട്. ഇപ്പം നോക്കരുത്, പിന്നെ നോക്കേ. അല്ലെങ്കിൽ അമ്മ മരിച്ചു ആശ്വാസമായി നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കും, ഞാനിവിടെ നിന്ന് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കും. ഓർത്ത് കൽപ്പറ്റ നാരായണൻ എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായത് എന്താണെന്നറിയാൻ വേണ്ടി വായിച്ചപ്പോഴും ആണ് അതിൻ്റെ രഹസ്യം മനസ്സിലാകുന്നത്. എന്താണെന്നറിയാമോ? വൈകി വരുന്ന ഞാൻ കൂട്ടുകാരുമായി അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞിട്ട് രാത്രി ഒത്തിരി വൈകിയാണ് വരുന്നത്. പക്ഷേ ഞാൻ വരുന്നത് വരെ ഉമ്മറത്ത് കെടാത്ത വിളക്കുമായി കാത്തിരുന്ന എൻ്റെ അമ്മ ഇന്നലെ യാത്രയായി. ഇനി എനിക്ക് രാത്രി വളരെ വൈകിയായാലും വീട്ടിൽ വരാം. മഴ നനയാൻ ഇഷ്ടമുള്ള എനിക്ക് മഴ പെയ്ത്ത് തുടങ്ങുമ്പോൾ ഞാൻ മുറ്റത്തിറങ്ങാറുണ്ട്. കേറു കുഞ്ഞി അകത്ത് എന്നെ നേരെ ആക്രോശിക്കുന്നു. ഒരു തുള്ളി മഴ എൻ്റെ തലയിൽ വീഴാതെ എന്നെ സംരക്ഷിക്കുന്ന കുടയാണ് എൻ്റെ അമ്മ. ഇന്നലെ യാത്രയായി, ഇനി എനിക്ക് മഴ നനയാം. കൂട്ടുകാരുമായിട്ട് ചുറ്റിക്കറങ്ങി ഒത്തിരി കഴിച്ച് കുടിച്ച് വയറ് നിറഞ്ഞ വീട്ടിൽ വരിക രാത്രി വളരെ വൈകി. വന്ന് കിടന്നൊന്ന് ഉറങ്ങിയാൽ മതി എനിക്ക്. അങ്ങനെ വരുമ്പം അത്താഴപ്പട്ടിണി കിടക്കല്ലേ ഉണ്ണി, കഴിക്ക് വന്ന്. അമ്മ കഴിച്ചിട്ട് കിടന്നു. എടാ ഞാൻ കഴിച്ചില്ല, നീ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു, വാ നമുക്കൊരുമിച്ച് കഴിക്കാം. അങ്ങനെ എന്നെ അത്താഴപ്പട്ടിണി കിടത്താത്തൊരമ്മ, ഇനി എനിക്ക് അത്താഴപ്പട്ടിണി കിടക്കാം. ഇതൊക്കെയാണ് പുള്ളിയുടെ ആശ്വാസം. ഇതിനകത്തൂടെ അദ്ദേഹം നമ്മളിലേക്ക് സംവദിക്കുന്ന ആശയം എന്താണെന്നറിയാമോ? അമ്മ എന്ന് പറയുന്ന പുണ്യം ഒരു വലിയ പുണ്യമാണ്. 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക നമ്മെ ചുമന്ന അമ്മ സ്നേഹിക്കുന്നത് പോലെ വേറെ ആരാ സ്നേഹിക്കും? അപ്പോൾ അപ്പന് സ്നേഹമില്ലേ? ഉണ്ട്, അപ്പന് സ്നേഹമുണ്ട്. അപ്പൻ പിന്നെ പ്രകടിപ്പിക്കത്തില്ലെന്നുള്ളതേ ഉള്ളൂ. നെഞ്ചിനകത്ത് ഒരു കടലും കൊണ്ട് നടക്കുകയാണ് അപ്പൻ.
നമ്മുടെ മുമ്പിൽ കരയത്തില്ല. പെട്ടെന്ന് ആക്രോശിച്ച് നമ്മളോട് വഴക്ക് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി നിന്ന് കരയുന്ന പുള്ളിയാണ്. നമ്മളെ കരച്ചിൽ കണ്ടിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായോ? എന്നിട്ട് ഇറങ്ങി പോകാൻ നേരത്ത് നീ ആ കുഞ്ഞിനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അവനെ ഒന്ന് ആശ്വസിപ്പിക്കണേ എന്നും കൂടെ അമ്മയോട് ശുപാർശ, ഭാര്യയോട് ശുപാർശ ചെയ്തിട്ട് പോകുന്ന അപ്പൻ. രണ്ടുപേരും നമുക്ക് പുണ്യമാണ്, സ്നേഹമാ, മറക്കരുത് അവരെ ആരെയും. പക്ഷേ ഇവിടെ ഒരു കാര്യം ചിന്തിക്കണം, അവരെക്കാൾ അധികം നമ്മെ മറക്കാത്ത ഒരു ദൈവമാണ്. സ്തോത്രം. അപ്പൊ ഒന്ന്, മറക്കാത്ത ഒരു പിതാവ്. രണ്ട്, മാറാത്ത ഒരു പിതാവ്. ഓ, കർത്താവ് മറക്കത്തില്ലെന്ന് മാത്രമല്ല, പിന്നെന്തുവാ? മാറത്തില്ല. മാറത്തില്ല. അത് മലാക്കി പ്രവചനം 3:6 വാക്യം കുറിച്ചോണം. മലാക്കി 3:6 വാക്യം. മാറാത്ത യഹോവയായി ഞാൻ. ഈ ഒരു പരിജ്ഞാനം നമ്മുടെ അകത്ത് വേണം. വേറെ ആരണ്ട് മാറിപ്പോയി നമ്മുടെ അടുക്ക വന്നില്ലെന്നൊക്കെയുള്ള പരാതിയൊന്നും വേണ്ട. കർത്താവ് എന്നിൽ നിന്ന് എന്തോ ചെയ്യുന്നില്ല, ഒരു നിമിഷം പോലും നമ്മിൽ നിന്ന് മാറുന്നില്ല. അത് ഏറ്റവും അധികമായി ശ്രദ്ധിച്ചോണം. ആ വാക്യത്തെയാണ് എം വി ചെറിയാൻ എഴുതിയ പാട്ടിനകത്ത് യേശു മാറാത്തവൻ, അദ്ദേഹം അത് യേശുവാക്കി മാറ്റിയെന്നുള്ള, ക്രിസ്റ്റോളജി ആക്കി മാറ്റിയെന്നുള്ളതേ ഉള്ളൂ. മലാക്കി പ്രവചനത്തിൽ യഹോവയായ ഞാൻ മാറാത്തവൻ. മനസ്സിലായി? ദൈവം ഒന്നായതുകൊണ്ട് ആശയത്തിന് പൊരുത്തക്കേടൊന്നുമില്ല. കർത്താവ് നമ്മളെ എന്ത് ചെയ്യാത്തവനാ? മറക്കാത്തവനാണ് ഒന്ന്, പിന്നെ മാറാത്തവനാണ്. ഒത്തിരി സംഘർഷങ്ങളുമായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിലേക്ക് ഒരു ആത്മീയ ദൂതായിട്ട് പരിണമിക്കണം ഇതെല്ലാം. മൂന്നാമതൊരു കാര്യം പറയാം, യഹോവ മുടക്കാത്തവനാണ്. ഒരു നന്മയും എന്തോ ചെയ്യത്തില്ല. നമുക്ക് ലഭിക്കപ്പെടേണ്ട നന്മകളൊക്കെ കർത്താവ് തന്നോളൂ. ജനങ്ങൾ അറിയണം ആ സംഗതി. ചിലതൊക്കെ മുടങ്ങിപ്പോയി എന്ന് നമ്മൾ പറയുമ്പോൾ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കണം. മുടക്കാത്തവനാണല്ലോ കർത്താവ്. കർത്താവ് മുടക്കത്തില്ലെന്നല്ലേ വാക്യം. എവിടെ വാക്യം? 84 സങ്കീർത്തനം 11 വാക്യം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും. ആ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കണം. നേരോടെ നടക്കുന്നവർക്ക് എന്തോ ചെയ്യത്തില്ല, അത് വാഗ്ദത്തമാണ്. പക്ഷെ എന്തെങ്കിലും മുടങ്ങിപ്പോയി എന്ന് മനസാക്ഷി വിധിക്കുന്നുണ്ടെങ്കിൽ അതിന് രണ്ട് കാരണമാണ്. ഒന്ന്, നമ്മുടെ നേരുകേടാണ്. രണ്ട്, നമ്മൾ അനുഭവിക്കേണ്ട നന്മയുടെ മീതെ പിശാച് തൻ്റെ ചെങ്കോല് വെച്ചിരിക്കുക. ഈ ഉപവാസ പ്രാർത്ഥനയോട് അതിനെ തട്ടിക്കളയണം, അതിനെ എടുത്ത് കളയണം. എടുക്കുന്നതിൻ്റെ തന്ത്രമെന്ന് പറയാനുള്ള ആർജവത്വം ഉണ്ടാകണം. ഞാൻ അനുഭവിക്കേണ്ട സൗഖ്യം, ഞാൻ അനുഭവിക്കേണ്ട നന്മ, എൻ്റെ കുഞ്ഞ് അനുഭവിക്കേണ്ട നന്മ, എൻ്റെ കുഞ്ഞിന് ലഭിക്കപ്പെടേണ്ട നന്മ ലഭിക്കപ്പെടാതിരിക്കാൻ നീ വാദിച്ചു നിൽക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എടുക്ക് എന്ന് പറയാനുള്ള ആത്മിക ശാക്തീകരണം ഏറ്റെടുക്കണം. ഹല്ലേലൂയ. പക്ഷേ ഉപദേശം പറയുമ്പോൾ വ്യക്തമായി പറയണം, എല്ലാം ഒന്നും പിശാചല്ല. നമ്മുടെ ജീവിതത്തിന് നേരുകേടായിരിക്കും. നമ്മുടെ പ്രാർത്ഥനയുടെ കുറവ്, നമ്മുടെ വിശുദ്ധിയുടെ കുറവ്, നമ്മുടെ വിശ്വസ്തതയുടെ കുറവ്, നമ്മളെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുന്നതിലെ പിഴവ്. ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു, പിന്നെ ചെയ്തില്ല. അത് പിന്നാട്ടെ എന്നും പറഞ്ഞിരുന്നു. നമ്മളത് ചെയ്യാൻ പറ്റിയില്ല. സ്തോത്രം. അതെന്താ ചെയ്യാഞ്ഞ കുറ്റവും കൂടെ ഞാൻ ഏറ്റു. അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടുന്നവരാ നമ്മൾ. ഇതാര് ചെയ്യും? ഞാൻ ചെയ്യാം എന്നും പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ കൈ ഉയർത്തി. അവസാനം ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ട് ചെയ്യാതെ വന്നപ്പോൾ ചോദ്യം ചെയ്തപ്പോഴാണ് പറഞ്ഞത്, ചെയ്തില്ലെന്നുള്ള കുറ്റവും ഞാൻ ഏറ്റു. അങ്ങനെയൊക്കെ രക്ഷപ്പെടും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളാണ്. ഈ നേരുകേട് നമ്മളായിട്ട് എന്തോ ചെയ്യണം? പരിഹരിക്കപ്പെടണം. പ്രത്യേകിച്ച് മാതാപിതാക്കൾ അറിയണം, നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നതെന്ന് അറിയാമോ? നേരുള്ളവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമോ? നമ്മുടെ ജീവിതത്തിൽ വല്ല നേരുകേട് സംഭവിച്ചാലുണ്ടല്ലോ, തലമുറയ്ക്കത് ദോഷമായി വരും. ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ വളരെ നിഷ്പക്ഷമായി, കർത്താവ് എൻ്റെ ഭാഗത്തുള്ള നേരുകേട് എന്തുവാ? ഞാൻ കർത്തൃമേശ അനുഭവിച്ച ആളാണ്, ഞാൻ സ്നാനപ്പെട്ട ആളാണ്, അന്യഭാഷ പറയുന്ന ആളാണ്, ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന ആളാണ്. പക്ഷേ എൻ്റെ സാമ്പത്തികത്തിൽ, എൻ്റെ ദാമ്പത്യത്തിൽ, എൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ, എൻ്റെ സഭാജീവിതത്തിൽ വല്ല നേരുകേടും പറ്റിയിട്ടുണ്ടോ? എൻ്റെ തലമുറയ്ക്കത് ബാധകമാകാതിരിക്കാൻ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാൻ കഴിയണം. നാളെ നമ്മുടെ കുഞ്ഞുങ്ങളാരും ഈ വാക്യം എടുത്തുകൊണ്ട് വെച്ച് നമ്മളെ വിരിക്കരുത്. പപ്പ മമ്മി കേട്ടെ, നേരുള്ളവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്ന വേദോത്സവത്തിൽ എനിക്കിതുവരെ ഒരു അനുഗ്രഹം ഉണ്ടാകാതിരുന്ന നിങ്ങളുടെ നേരുകേടാണെന്ന് നമ്മുടെ തലമുറ നമ്മളെ പഴിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞു. 2 ശമൂവേലിന്റെ പുസ്തകം 13 അധ്യായം 1 വാക്യം എങ്ങനെയാന്ന് പറയാമോ? തുടങ്ങുന്ന എങ്ങനെ? വായിച്ച ഓർമ്മയിൽ നിന്ന് പറയാമോ? പറയാൻ പറ്റിയില്ലെങ്കിൽ വായിച്ചിട്ടെങ്കിലും പറ.
അതിൻ്റെ ശേഷം മതി, അത്രയും മതി, ബാക്കിയുള്ളത് വായിക്കാൻ കൊള്ളത്തില്ല പരസ്യമായിട്ട്. അതിൻ്റെ ശേഷം സംഭവിച്ചതെന്തെന്നാൽ, അതിൻ്റെ ശേഷം 2 ശമൂവേൽ 13:1 മാതാപിതാക്കളെല്ലാം ശ്രദ്ധിച്ചോണം, മമ്മിമാരും പപ്പമാരും എല്ലാം. അതിൻ്റെ ശേഷം, ഏതിൻ്റെ ശേഷമാണെന്നറിയാമോ? 11-ാം അധ്യായം ദാവീദിന്റെ വ്യഭിചാര വൃത്താന്തമാണ്. ഭാര്യമാർ 1, 2, 3, 4 പേർ ഉണ്ടായിട്ടും തൻ്റെ വിശ്വസ്ത ഭടനായിരുന്ന ഊരിയാവിൻ്റെ സ്വകാര്യ സ്വത്തിനെ അപഹരിച്ചുകൊണ്ട് ചെയ്യുന്ന പാപപ്രവൃത്തിയാണ് 11-ാം അധ്യായം. 12-ാം അധ്യായം അതിനെതിരെ നാഥാന്റെ ശകാരമാണ്. അപ്പൊ 11-ഉം 12-ഉം ദാവീദിന്റെ എന്തുവാണ്? പാപചരിത്രമാണ്. അന്യസ്ത്രീയെ അപഹരിച്ച് സ്വന്തം കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് ചെയ്തു കൂട്ടിയ വൃത്തികേടിന്റെ ചരിത്രമാണ് 11-13. 11-12. 13-ാം അധ്യായം തുടങ്ങുന്നത് അതിൻ്റെ ശേഷം. എന്നെ ആവിഷ്കാര ഭംഗിയാ നോക്കി. ദൈവാത്മാവ് ചരിത്രം എഴുതുമ്പോൾ എന്നെ ഭംഗിയായിട്ട് എഴുതി. അതിൻ്റെ ശേഷം എന്തോ സംഭവിച്ചെന്നറിയാമോ? ദാവീദിന്റെ മകൻ അമ്നോൻ ദാവീദിന്റെ മകൾ താമാറിനെ നശിപ്പിക്കുകയാണ്. സ്വന്തം ആങ്ങളെ പെങ്ങളെ നശിപ്പിക്കുക. അവരുടെ വ്യക്തിത്വത്തെ, ആഠ്യത്വത്തെ, അവളുടെ കന്യകാത്വത്തെ അവൾ സൂക്ഷിക്കേണ്ടതിനേക്കാൾ ഉത്തരവാദിത്വത്തോടെ കാവലാളായി നിൽക്കേണ്ടവൻ സ്വന്തം കുഞ്ഞു പെങ്ങളെ നശിപ്പിക്കുക. അവൾ കാലേ വീണ് പറയുന്നുണ്ട്, അച്ചാ എന്നെ ഇഷ്ടമാണെങ്കിൽ നശിപ്പിക്കരുതാ, പപ്പായോട് പറ എന്നെ വിവാഹം കഴിച്ചു തരും. വിവാഹം അതൊക്കെ ആർക്ക് വേണം? അതൊക്കെ ബാധ്യതയാണ്. എനിക്ക് വിവാഹമൊന്നും വേണ്ട. അവളൊരു ക്ലോസ് എഴുതിയിട്ടുണ്ട്, അവൻ അവളെക്കാൾ ബലശാലിയായിരുന്നത് കൊണ്ട് അവളെ എന്തോ ചെയ്തു? കീഴടക്കി. അത് കഴിഞ്ഞ് വേറൊരു വാചകം എഴുതിയിട്ടുണ്ട്, ആ അവസാന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, അവൻ അവളെ സ്നേഹിച്ച സ്നേഹത്തെക്കാൾ വെറുത്ത വെറുപ്പ് വലുതായിരുന്നു. അതാണ് സംഭവം 13-ാം അധ്യായം. എന്തോ മനസ്സിലായി നിങ്ങൾക്ക്? മാതാപിതാക്കളുടെ നേരുകേട് തലമുറ കൊയ്യും. ഇത് നമ്മൾ കാണേണ്ടി വരും. അവരുടെ ചിതറൽ, അവരുടെ അന്യാധീനപ്പെടൽ, അവർ തകർന്ന തരിപ്പണമാകുന്നത് കാണേണ്ടി വരിക എന്ന് പറയുന്നത് നമ്മുടെ നേരുകേട് കൊണ്ടാണ്. ഇതൊന്നും കൺവെൻഷന് വിളിച്ചു പറയാവുന്ന കാര്യമല്ല. ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ മാത്രം അടച്ചിട്ടൊരു മുറിയിൽ ഇരിക്കുമ്പോൾ തുറന്നു പറയേണ്ട വസ്തുതയായതുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ ദൂത് കേൾക്കാൻ വേണ്ടിയാണോ വന്നത്? അനുഗ്രഹത്തിൻ്റെ ദൂതുകളൊക്കെ ഉണ്ടാകും. പക്ഷേ നാം ക്രമീകരിക്കപ്പെടേണ്ട മേഖല ക്രമീകരിക്കപ്പെട്ടേ പറ്റുള്ളൂ. എങ്കിലേ കർത്താവ് നമുക്ക് സൂര്യനും പരിചയമാകുകയുള്ളൂ. നേരോടെ നടക്കുന്നവർക്കൊരു നന്മയും മുടക്കയില്ല. അപ്പം മുടക്കത്തില്ലെന്നുള്ളത് വാഗ്ദത്തം. ഞാൻ തന്ന 3 പദങ്ങൾ മറക്കരുത്. 1 മാറാത്ത ദൈവം, 2 മറക്കാത്ത ദൈവം, 3 മുടക്കാത്ത ദൈവം, 4 മറയ്ക്കുന്ന ദൈവം. സ്വത്രം, മറയ്ക്കുന്ന ദൈവം. 91 സങ്കീർത്തനം 3-ാം വാക്യമല്ലേ? അവൻ തൻ്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മ എന്ന അക്ഷരത്തിൽ ഇത് 4 തന്നത് എന്തിനാണെന്നറിയാമോ? മറക്കാതിരിക്കാൻ. സ്വത്രം. ഇതൊരിക്കലും എന്തോ ചെയ്യരുത്. തൻ്റെ അടുത്തോടെ പറയണം, ഈ ദൈവമാണ് എൻ്റെ ദൈവം. എന്നെ മറക്കാത്ത, എന്നിൽ നിന്ന് മാറാത്ത, എൻ്റെ നന്മ മുടക്കാത്ത, എന്നെ അപകടങ്ങളിൽ അനർത്ഥങ്ങളിൽ എന്തോ ചെയ്യുന്ന മറയ്ക്കുന്ന ഒരു ദൈവം എൻ്റെ ദൈവമാണെന്ന് ഉറപ്പുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ ദൈവം നമ്മുടെ ദൈവമാണ്. ഈ ദൈവം നമ്മുടെ തലമുറയുടെ ദൈവമാകണം. ബലം ക്ഷയിക്കുന്ന നാളിലും ഉപേക്ഷിക്കാതെ നമ്മെ വഹിക്കാൻ കഴിയുന്ന ഒരു ദൈവം. അപ്പൊ എഫേസർ 1:17 പറയുന്നത് നമ്മുടെ ദൈവത്തെക്കുറിച്ച്, പിതാവാം ദൈവത്തെക്കുറിച്ച് നമുക്ക് എന്തോ ഉണ്ടാകണം? പരിജ്ഞാനമുണ്ട്. ഈ പരിജ്ഞാനം അകത്ത് കയറിയാൽ നമ്മൾ അയ്യോ 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 പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല, മുഖം പാടി നടക്കത്തില്ല, പ്രാഗൽഭ്യത്തോടെ നടക്കും. മനസ്സിലാകുന്നുണ്ടോ? ചിലരുടെ മുഖത്ത് നോക്കുമ്പോഴേ അറിയാം ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയാണ്. നമ്മളും കൂടി ഇരുന്ന് അങ്ങ് കരഞ്ഞു പോകും. മനസ്സിലായോ? കഷ്ടങ്ങൾ സാരമില്ലെന്നുള്ള പാട്ട് പാടാൻ അവരോട് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് പാടുന്നതൊക്കെ. കഷ്ടങ്ങൾ സാരമില്ലെന്നുള്ള പാട്ട് പാടുന്നതിന് ഒരു ആർജവത്വം വേണ്ടേ? അതുപോലും എങ്ങനെ പാടുകയുള്ളൂ? പാട്ടുകൾക്ക് പരിക്ക് പറ്റിച്ച് പാടുന്നത് മാനസിക സമ്മർദ്ദം കൊണ്ടാണ്. അറിയാം, മാനസികമായി സമ്മർദ്ദം ഉള്ളവര് ഏത് പാട്ട് പാടിയാലും ആ പാട്ടിന് എന്തോ പറ്റും? പരിക്ക് പറ്റും. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ. വ്യക്തമായി, സ്ഫുടമായി. അങ്ങനെ നമ്മളാരും MG ശ്രീകുമാർ കസ്റ്റർ ഒന്നുമല്ല. എന്നാൽ പോലും ഉള്ള ഭംഗിയിൽ എന്ത് ചെയ്യണം? ഇത് മാനസികമായ സംഘർഷമുള്ളവർ അതേ പാട്ട് അതേ വരി പാടുമ്പോൾ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, അങ്ങനെ പോകും ആ താളം. അത് മാനസിക പ്രതിസന്ധി കൊണ്ടാണ്.
ചേറ്റിലല്ലയോ കിടന്ന തോർത്ത് നോക്കിയാൽ. തോർത്ത് കൊണ്ടുവന്ന് ചേറ്റിലിടാൻ ആര് പറഞ്ഞു? ഏത് പാട്ട് മാനസിക സമ്മർദ്ദമുള്ളവർ പാടിയാൽ ആ പാട്ടിന് എന്തോ പറ്റും? പരുക്ക് പറ്റും. പാട്ടുകൾക്ക് പരുക്ക് പറ്റരുത്. പാടുന്നത് ആർജവത്വത്തോടെ ആകണം. ആർജവത്വത്തോടെ ആകണമെങ്കിൽ ഈ 4 ചിന്തകൾ നമ്മുടെ മനസ്സിൽ തിളങ്ങി നിൽക്കണം. എൻ്റെ കർത്താവ് എന്നെ മറക്കാത്തവൻ, എൻ്റെ കർത്താവ് എന്നിൽ നിന്ന് മാറാത്തവൻ, എൻ്റെ കർത്താവ് എന്നെ മറയ്ക്കുന്നവൻ, എൻ്റെ കർത്താവ് എൻ്റെ നന്മ മുടക്കാത്തവൻ. ആ ബോധ്യമാകത്തുണ്ടെങ്കിൽ കരമടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുകയെ ഒന്ന് ആരാധിച്ചേ അല്പസമയം. ഈ ദൈവമാണ് എൻ്റെ ദൈവം. ഞാൻ ലജ്ജിച്ചു പോകുകയില്ല, ഞാൻ ഭ്രമിച്ചു പോകുകയില്ല. എന്നെ കൈവിടാത്ത, എന്നെ ഉപേക്ഷിക്കാത്ത, എന്നെ ഉയർത്തുന്ന, എന്നെയും എൻ്റെ തലമുറയും ഉയർത്താൻ കഴിയുന്ന. ഹല്ലേലൂയ. ഒന്നാമത്തെ പരിജ്ഞാനമാണ്. അപ്പൊ എഫെസ്യ ലേഖനം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പരിജ്ഞാനം പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. ഇനിയും ഫിലിപ്പിയ ലേഖനം നൽകുന്ന പരിജ്ഞാനം ഏതാ? 3:8 വാക്യം. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമാണ്. ക്രിസ്തു പരിജ്ഞാനം 3:8 വാക്യം വായിച്ചേ. കണ്ടോ? കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. ആ പദങ്ങളുടെ ഭംഗി ശ്രദ്ധിച്ച് പഠിക്കണം. എൻ്റെ കർത്താവായ, ഞങ്ങളുടെ കർത്താവ്, നമ്മുടെ കർത്താവ് എന്നൊന്നും അല്ല പറഞ്ഞു. പിന്നെന്തുവാ? അവകാശവാദം. കണ്ടോ? ലേഖനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. എൻ്റെ എന്നുള്ള പദം കൂടുതൽ ഉപയോഗിച്ചുള്ളത് പൗലോസാണ്. എൻ്റെ സുവിശേഷം വായിച്ചിട്ടുണ്ടോ? അതാകുന്നു ദാവീദിന്റെ സന്തതിയെ ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു എൻ്റെ സുവിശേഷം. തിമോഥെയോസ് ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നില്ലേ? റോമാലേഖനം 2:14 പറയുന്നു, എൻ്റെ സുവിശേഷ പ്രകാരം നിങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു കാലം വരാൻ പോകും. അപ്പൊ സുവിശേഷം ആരുടെയാ? പൗലോസ് പറയുന്നു എൻ്റെ സുവിശേഷം. അതുപോലെ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, എൻ്റെ കർത്താവായ ക്രിസ്തു യേശു. അപ്പൊ ക്രിസ്തു ആരുടെയാ? എൻ്റെയാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം, എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ. ഫിലിപ്പിയ സഭയിലെ വിശ്വാസികൾ ആരുടെയാ? പൗലോസ് പറയും എൻ്റെയാണ്, എൻ്റെയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ എന്നല്ല പറയുന്നത്, പിന്നെ എൻ്റെ പ്രിയര, എൻ്റെ വാഞ്ചിത, ഇടവകയോടുള്ളതായിരിക്കുന്ന ഒരു ആന്തരിക രമ്യത ഭയങ്കരമാണ്. എൻ്റെ ജനമാണ്, എൻ്റെ ജനം, എൻ്റെ ജനം. സ്തോത്രം. ഈ പൗലോസിന്റെ സുവിശേഷീകരണത്തിലൂടെ രക്ഷിക്കപ്പെട്ട ഒരു ഒനേസിമോസ് എന്ന് പറഞ്ഞ ഒരു നീഗ്രോ ചെറുപ്പക്കാരൻ രക്ഷിക്കപ്പെട്ടു. അതാണല്ലോ ഫിലേമോന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. ആ നീഗ്രോ ചെറുപ്പക്കാരനെ പൗലോസ് ജാതിയോ മതമോ നിറമോ കുലമോ കുടുംബമോ രാജ്യമോ നോക്കാതെ പൗലോസ് പറയുന്നു, എൻ്റെ മകൻ. ഫിലേമോന്റെ ലേഖനം 10-ാം വാക്യത്തിലാണ് പറയുന്നത്, എൻ്റെ മകൻ. ഓക്കെ, 12-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയക്കുകയാണ്. നിന്റെ ആ വേലക്കാരനുണ്ടല്ലോ ഫിലേമോനെ, നിന്റെ വീട്ടിൽ പാടത്തും പറമ്പിൽ നിന്ന വേലക്കാരനുണ്ടല്ലോ, ഞങ്ങൾ യാദൃച്ഛികമായി ഇവിടെ വെച്ച് കണ്ടു, ഞാൻ അവനോട് സുവിശേഷം പറഞ്ഞു, അവൻ രക്ഷിക്കപ്പെട്ടു, അവനെ ഞാനിപ്പോൾ അങ്ങോട്ട് അയക്കുകയാണെന്നല്ല പറയും. നമ്മൾ മലയാളികൾ എഴുതിയിരുന്നെങ്കിൽ അങ്ങനെ എഴുതത്തുള്ളൂ. പക്ഷെ പൗലോസിന് ആത്മബോധം ഉള്ളതുകൊണ്ട് പൗലോസ് പറയുക, എൻ്റെ പ്രാണപ്രിയനെ, എൻ്റെ മകനെ ഞാൻ അങ്ങോട്ട് അയക്കുകയാണ്. എൻ്റെ എന്നുള്ള പദം കൂടുതൽ ഉപയോഗിക്കുന്ന ആരാ? പൗലോസ് തന്നെ ഉപയോഗിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ആത്മീയ തീഷ്ണതയും ഹൃദയ വിശാലതയും we are one in Christ എന്ന തത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ആത്മീയതയാണ്. we are one in Christ. അതാണ് പൗലോസിന്റെ ആത്മീയ ബോധമെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ നോക്കിക്കേ, ആ പ്രയോഗം 3:8 വാക്യത്തിലേക്ക് വന്നേ. എൻ്റെ കർത്താവായ ക്രിസ്തു യേശു. ആ കർത്താവായ ക്രിസ്തു യേശു. പൗലോസിന്റെ പ്രയോഗങ്ങളിലെല്ലാം ക്രിസ്തു യേശുവാണ്, യേശു ക്രിസ്തു അല്ല. പിന്നെ എന്താ പ്രയോഗം? തിയോളജിയാണത്, ശ്രദ്ധിച്ചോണം. കർത്താവ് എന്ന് പറഞ്ഞാൽ പരമാധികാരി, ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷക്തൻ, യേശു എന്ന് പറഞ്ഞാൽ രക്ഷകൻ. ഇനി ആ അർത്ഥത്തിലൊന്ന് പറഞ്ഞു നോക്കി, പരമാധികാരിയായ അഭിഷക്തനും രക്ഷകനുമായവൻ. കണ്ടോ? ആരുടെ? അത് എൻ്റെയാണ്. കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താ? സോവറിൻ ഗോഡ്, പരമാധികാരിയായ ദൈവം, സകലത്തിനും മീതെ പരമാധികാരമുള്ളവൻ. ഓക്കെ, അതാണ് കർത്താവ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്തുവാ? അഭിഷക്തൻ, ദ അനോയിന്റഡ് വൺ, മെസായ, ക്രിസ്റ്റോസ്. മെസായ എന്നുള്ളത് ഹീബ്രു വേർഡാണ്, മെസായ. അതിൻ്റെ ഗ്രീക്ക് വേർഡാണ് ക്രിസ്റ്റോസ് എന്ന് പറയുന്നത്, അഭിഷക്തൻ, ദ അനോയിന്റഡ് വൺ. ഓക്കെ, യേശു എന്ന് പറഞ്ഞാൽ എന്തുവാ? രക്ഷകൻ. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവൻ എന്തോ പേരിടണം? യേശുവെന്ന്. അപ്പൊ നോക്കിക്കേ, യേശുവിനുള്ള 3 നാമങ്ങളെ ഒരുമിച്ച് സമന്വയിപ്പിക്കുകയാണ് പൗലോസ്. 1, യേശു ആരാണ്? കർത്താവാണ്. 2, യേശു ആരാ?
ക്രിസ്തു അഭിഷക്തനാ. 3 ആരാണ്? രക്ഷകനാണ്. അതിനകത്ത് പൗലോസ് പറയുമ്പോൾ ക്രിസ്തു യേശുവാണ്, യേശു ക്രിസ്തു അല്ല. അത് ശ്രദ്ധിക്കണം. ക്രിസ്തു യേശു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അത് ആഴത്തിൽ സാധാരണക്കാർ ശ്രദ്ധിക്കാത്ത ഒരു ഭാഗമാണ്. ക്രിസ്തു യേശുവും യേശു ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം. ആ ആളത്വം ഒന്ന് തന്നെയാണ്, പക്ഷെ ആ പേരിൽ അവതരിപ്പിക്കുമ്പോൾ അതിനകത്തുള്ള അർത്ഥസമ്പുഷ്ടം നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തു യേശു എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചേ, ഫ്രം എബവ് ടു ബിലോ എന്ന് പറഞ്ഞാൽ പരമോന്നത സ്ഥാനത്ത് നിന്ന് പരിത്യാഗം ചെയ്ത അർത്ഥമാണ് ഏതെന്ന് പറയുന്നത്? ക്രിസ്തു യേശു. ക്രിസ്തു എന്ന നാമം നമ്മളാരും ചാർത്തിയതല്ല. യേശു എന്ന നാമം അവൻ യേശു എന്ന നാമം കൊടുക്കണമെന്ന് പറഞ്ഞതനുസരിച്ച് ഇട്ട പേരാണ്. പക്ഷെ ക്രിസ്തു എന്ന നാമം ഓൾറെഡി ഉള്ളതാണ്. ക്രിസ്റ്റോസ് ദൈവമായിരുന്നു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ആ പദവിയിൽ എവിടോട്ട് ഇറങ്ങി വന്നു? ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ള ദാസനായി ഇറങ്ങി വന്നു. അതാ ഞാൻ പറഞ്ഞ ഫ്രം എബവ് ടു ബിലോ. അതാണ് ക്രിസ്തു യേശു എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രം ബിലോ ടു എബവ്. യേശു എന്ന തട്ടകത്തിലേക്ക്, മനുഷ്യത്വത്തിലേക്ക് താണിറങ്ങി വന്നു. ഒടുവിൽ ദൈവം അവനെ ഉയർത്തി ഏറ്റവും മീതെ. അതാണ് യേശു ക്രിസ്തു. പൗലോസ് ഇത് തിരിച്ചു മറിച്ച് ഉപയോഗിക്കുന്നുണ്ട് സന്ദർഭോചിതമായി. ഓക്കെ, അത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം അത് വളരെ ശ്രേഷ്ഠമായി സവിശേഷമായി. എന്താ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം? ഉപവാസം ഇരിക്കുമ്പോൾ അതെല്ലാം പഠിക്കണം. ക്രിസ്തുവിനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ആരുമില്ലേ? യേശുവെ പോലെ ആകാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടെന്ന്? മലയാളി പാടുന്ന ഒരു പാട്ടുണ്ട്, യേശുവെ പോലെ ആകുവാൻ. ആരെ പോലെ ആകണം? ടു ബി മോർ ലൈക്ക് ജീസസ്. യൂത്ത് എല്ലാം ഓർത്തിരുന്നാണ് ആ വാചകം, ടു ബി മോർ ലൈക്ക് ജീസസ്. സംസാരിക്കുന്ന യേശുവിനെ പോലെ, ചിന്തിക്കുന്നത് യേശുവിനെ പോലെ, കഴിക്കുന്നത് കുടിക്കുന്നത് യേശുവിനെ പോലെ, ഇടപെടുന്നത് യേശുവിനെ പോലെ, സമാന ലിംഗത്തിൽ ഇടപെടുന്നത് യേശുവെ പോലെ, എതിർലിംഗത്തിൽ ഇടപെടുന്നവരോടും ആരെ പോലെ? യേശുവെ പോലെ. ഏതെങ്കിലും ഒരു പുരുഷനുമായിട്ട് യേശുവിന് യാതൊരു വിധത്തിലുള്ള നിയമവിരുദ്ധ ബന്ധങ്ങളില്ല. ഏതെങ്കിലും സ്ത്രീയുമായിട്ടുണ്ടായിരുന്നോ? ഇല്ല. കുഞ്ഞുങ്ങളുമായിട്ടുണ്ടായിരുന്നു? ഇല്ല. നിയമജ്ഞന്മാരുമായിട്ടുണ്ടായിരുന്നു? ഇല്ല. അതുകൊണ്ട് യേശുവെ പോലെ എന്ന് ഞാൻ പറഞ്ഞ വാചകം ഒന്നുകൂടെ ഓർത്തണം, ടു ബി മോർ ലൈക്ക് ജീസസ്. യേശുവെ പോലെ കൂടുതൽ കൂടുതലാകാൻ പറ്റും. നമ്മുടെ ചില ഭാവവും പടുതിയൊക്കെ കണ്ടിട്ട് മറ്റുള്ളവർ പറയും, ഓ ആ വല്യപ്പച്ചൻ്റെ അതേ സ്വഭാവം, അപ്പൻ്റെ അതേ സ്വഭാവം. കണ്ടാൽ തന്നെ പറയും അപ്പൻ എങ്ങോട്ട് പോയെന്ന് നോക്കണ്ട, അതുപോലെ തന്നെ ഇരിക്കുന്നു. അമ്മാച്ചൻ്റെ ആ സ്വഭാവം എല്ലാം ഉണ്ട്. ആഹാ, ഇത് വല്യമ്മയുടെ കുശുമ്പ് മൊത്തം ഉണ്ടല്ലോ കൊച്ചുമോക്ക് എന്നും പറയാറുണ്ട് അല്ലേ? അപ്പൊ അപ്പനും അമ്മാച്ചനും വല്യമ്മയും വല്യമ്മച്ചി എല്ലാം നമ്മളിൽ അങ്ങ് കയറിക്കൂടി ആവാഹിക്കപ്പെട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും ആരെങ്കിലും യേശുവെ പോലെ തന്നെ എന്ന് നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അത് പറയിപ്പിക്കണം ഉപവാസം കഴിയുമ്പോൾ. യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണണോ? പിന്നെ കാണണം. ദയാ പോന്ന അച്ഛനെ കണ്ടോ? അതാ വട്ടിയൂർക്കാവിലെ യേശു. പാണാങ്കര അല്ലേ? പാണാങ്കരയിലെ യേശുവാണ് ആ പോന്നെ. യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ദേ ആ പോന്ന ആൻറ്റിയെ കണ്ടോ? അതാണ് ഞങ്ങളുടെ പാണാങ്കരയിലെ യേശു. സാരി ഉടുത്തുകൊണ്ട് പോകുന്ന യേശു, ചുരിദാറിട്ട യേശു, ഫാൻസി ഷർട്ട് ഇട്ട യേശു. ഇനി കയ്യിലും ടീഷർട്ടും ആണെങ്കിലും അതാരാകണം? യേശുവെ പോലെ ആകണം. യേശുവെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ആ വിശുദ്ധി, ആ വിശ്വസ്തത, ആ വിനയം, ആ എളിമ, താഴ്മ, സൗമ്യത, ശാന്തത, ശാലീനത, നൈർമല്യത, നിഷ്കളങ്കത, ആ വിധേയത്വം, ആ വിനയം, എളിമ ഒക്കെ നമ്മിലേക്ക് പകർത്തപ്പെടണം. നമ്മുടെ ചില നടപടികൾ കാണുമ്പം ആളുകൾ ചോദിക്കണം, ആർ യു ജീസസ്? ആർ യു ജീസസ്? ഞാൻ ഇത്രയും പാറ വെച്ചിട്ടും എൻ്റെ ഒരു ആവശ്യഘട്ടത്തിൽ ഓടി വന്നല്ലോ, ഞാൻ അറിയിക്കാതെ തന്നെ. എൻ്റെ വീട്ടിൽ നിന്നൊരു ഞരക്കം, ഒരു നിലവിളി കേട്ടപ്പോൾ ആദ്യം വന്ന നിങ്ങളാ. ഒരു കാരണവശാലും നിങ്ങൾ വരേണ്ടതല്ല, കാരണം ഞാൻ അത്രയ്ക്ക് നിങ്ങൾക്ക് ദോഷം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ വന്നല്ലോ. എനിക്കിപ്പോൾ ഒരു കാര്യം തിട്ടമായി, നിങ്ങളാണ് യേശു. ഇത് പറയാൻ പറ്റണം. മുഖത്തെ രോമം വെട്ടിച്ച് പിഴുതു പറിച്ചവനെ, പുറമടിച്ച് ഉഴവുചാൽ പോലെ കീറിയവനെ, തല തല്ലി പൊളിച്ചവർക്കെല്ലാവർക്കും കൂടെ പ്രാർത്ഥിക്കുക, ഇവരോട് ക്ഷമിക്കണം. ഇവരോട് എന്തോ ചെയ്യണമേ? ഈ ഭാവം വല്ലതും നമുക്കുണ്ടോ? ഈ ഭാവം ഇല്ലാത്തതാണല്ലോ നമ്മുടെ നേതൃത്വ നിര നിൽക്കുന്ന പലർക്കും ഇതില്ലല്ലോ. അതല്ലേ നമുക്കിപ്പോൾ വെളിയിലിറങ്ങി പ്രസംഗിക്കാൻ പറ്റാത്ത രീതിയിലായത്. തല്ലി പൊളിക്കുന്നു, ചവിട്ടി പൊളിക്കുന്നു, പോട്ട് തകർക്കുന്നു, ആക്രോശിക്കുന്നു, പോലീസിൻ്റെ കയ്യെ പിടിച്ച് വെട്ടിക്കുന്നു.
അപ്പം നമുക്ക് ആരെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല പലപ്പോഴും. യേശുവിനെ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ മുമ്പേ ചോദിച്ച പോലെ വേറൊരു ചോദ്യം ചോദിക്കാം, ബറബാസിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണുമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. ദേ ആ പോകുന്ന അച്ഛനെ കണ്ടോ? അതാ ഞങ്ങളുടെ നാട്ടിലെ ബറബാസ്. യൂദായെ കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. കാണണോ? പിന്നെ നമ്മുടെ ചിന്ത യൂദ എന്നൊക്കെ പറഞ്ഞാൽ ചുമന്ന കണ്ണ്, കായംകുളം കൊച്ചിനോട് കൂട്ട് കപ്പട മീശ, ഒരു കത്തിയൊക്കെ അരയെ തിരികെ നടക്കുന്ന ഒരു വല്ലാത്ത മനുഷ്യനാണെന്ന. അതൊന്നും അല്ല. സിമ്പിൾ കുട്ടപ്പനായിട്ട് ക്ലീൻ ഷേവിലൊക്കെ ഈ പുള്ളിയുണ്ട്. ആര്? യൂദായും ബറബാസും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ യേശുവെ പോലെ താടി വളർത്തിയ യൂദായും ബറബാസും ഒക്കെ ഉണ്ട്. ആത്മീയ ലോകം മലീമസമാവുകയാണ്. ഉപവസിക്കുന്ന ദൈവമക്കളെ, എന്നെയും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയാം, ഈ ഉപവാസം കഴിയുമ്പം യേശുവെ പോലെ ആകണം. യേശുവെ പോലെ ആകാൻ കഴിയണം. എല്ലാ വൈരുദ്ധ്യതകളും എല്ലാ വിഭാഗീയതകളും ഉപേക്ഷിച്ച് ആരെ പോലെ ആകണം. ചുറ്റുവട്ടത്തിൽ എന്ത് നടക്കട്ടെ, നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെ യേശുവെ പോലെ ആക്കാൻ പറ്റണം. യേശുവെ പോലെ ആകുവാൻ, യേശുവൻ വാക്ക് കേൾക്കുവാൻ എന്നൊരു പാട്ട് നമുക്ക് തന്നത് ആരാന്നറിയാമോ? ആരുടെ പാട്ടാ അത്? വി നാഗൽ സാഹിബ് എഴുതിയ പാട്ടാണ്. മലയാളം പഠിച്ചിട്ട്, ഇംഗ്ലീഷുകാരൻ മലയാളം പഠിച്ചിട്ട് നമുക്ക് എഴുതി തന്ന മലയാളം പാട്ട് തന്നെയാണെന്നാണ് ചരിത്രം പറയുന്നത്. അല്ലാതെ ഇംഗ്ലീഷിൻ്റെ തർജ്ജമയല്ല. മലയാളത്തിൽ തന്നെ അദ്ദേഹം എഴുതിയ സമയമാമൃതത്തിൽ ഞാൻ യേശുവെ പോലെ ആകുക. ഈ പാട്ടെല്ലാം അദ്ദേഹത്തിൻ്റെതാണ്. അതിനകത്തെ അർത്ഥസമ്പുഷ്ടത നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഉപവാസം കഴിയുമ്പോൾ നമ്മൾ ആരെ പോലെ ആകണമെന്നാ? യേശുവെ പോലെ ആകണം. സ്തോത്രം. യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നാം പഠിക്കുമ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കം. രണ്ട്, യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് എന്തോ ആകുന്നത്? ക്രിസ്തു പരിജ്ഞാനമാകുന്നു. ഒന്നാമത്തെ എന്തോ? യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കം. മനുഷ്യത്വത്തിൻ്റെ തിളക്കത്തിൽ ഞാൻ കുറേ വാക്യങ്ങൾ പറയാം. അത് മനഃപ്പാടമാക്കിക്കോണം, ഒരിക്കലും മറന്നു പോകരുത്. പെട്ടെന്നൊരു പ്രസംഗമൊക്കെ നടത്തേണ്ടി വന്നാൽ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കണം. അങ്ങനെ പ്രസംഗിക്കാൻ ഉപകരിക്കുന്ന കുറേ വാക്യങ്ങൾ. യേശുവിൻ്റെ മഹത്വം, യേശുവിൻ്റെ മാന്യത, യേശുവിൻ്റെ ഔന്നത്യം, യേശുവിൻ്റെ ഉത്തുംഗ പ്രതാപം എന്താണ്? സ്തോത്രം. യേശുവിനെ കുറിച്ച് കേൾക്കുന്ന സന്തോഷമാണോ? അതുകൊണ്ട് ആ വാക്യങ്ങൾ എഴുതിക്കോ. യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ മഹത്വം. ഒന്നാമത്തെ ടോപ്പിക് അതാ, മനുഷ്യത്വത്തിൻ്റെ മഹത്വം. എന്താണെന്നറിയാമോ? ഒന്ന്, യേശു പാപമില്ലാത്തവൻ. യേശു ആരാ? പാപം ഇല്ലാത്തവൻ. അത് കേട്ടൊരു സ്വോത്രം പറഞ്ഞില്ലല്ലോ നിങ്ങൾ. ബാക്കിയുള്ളവരെല്ലാം പാപമുള്ളവരാ. അവതാര പുരുഷന്മാരെല്ലാം പാപമുള്ളവരാ. ദാർശനിക പ്രബോധകന്മാരെല്ലാം പാപമുള്ളവരാ. സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ തുടങ്ങിയുള്ളവരെല്ലാവരും ഉരുക്കുമുഷ്ടി കൊണ്ട് സാമ്രാജ്യങ്ങളെ പടുത്തുയർത്താൻ വ്യഗ്രപ്പെട്ട യുദ്ധക്കൊതിയന്മാരെല്ലാവരും പാപമുള്ളവരാ. നിമ്രോദ്, നെബൂഖദ്നേസർ, ബെൽസസർ, ദാരിയാവേശ്, കോരസ്. അടുത്ത കാലത്ത് നമ്മുടെ ആയുസിൽ കണ്ടിട്ടുള്ള വമ്പൻ ജോർജ് ബുഷ്, പിന്നെ അത് സദ്ദാം ഹുസൈൻ, ബിൻ ലാദൻ, ഇപ്പോൾ ഉള്ള ട്രംപ്, മോദിജി, ഇവരൊക്കെ എന്തോ ഉള്ളവരാ? യെസ്, നമ്മളടക്കം പാപമുള്ളവരാ. പക്ഷേ ഇവരുടെ ഇടയിൽ തോൾ മുതൽ പൊക്കമേറിയ ഒരുവനെ നിർത്തുകയാ. പാപമില്ലാത്ത ഒരുവൻ. വാക്യം കൂടെ എഴുതിക്കോ. 1 യോഹന്നാൻ 3:5 വാക്യം. 1 യോഹന്നാൻ 3:5. പാപങ്ങളെ നീക്കാൻ വന്നവനിൽ എന്തോ ഇല്ല? പാപമില്ല. അതാണ് യേശു എന്ന് പറയുമ്പോൾ നമ്മുടെ അഭിമാനം അതായിരിക്കണം. കിളിയിൽക്കുന്ന കുന്തങ്ങളും വെട്ടിത്തിളങ്ങുന്ന വായ്ത്തലയുള്ള വാളുകളും കൂടെ എന്തെല്ലാം നമുക്ക് നേരെ വന്നെന്ന് പറഞ്ഞാൽ തൻ്റെ അടുത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കണം. ജീവൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് കർത്താവ് എന്ന് പറഞ്ഞ് നിൽക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ അടുത്തോടെ പറയണം, യേശു പാപമില്ലാത്തവനാണ്. ആ വാക്യങ്ങൾ അതിൻ്റെ ഓർഡറിൽ പഠിച്ചോണം, മനഃപ്പാടമാക്കിക്കോണം. 1 യോഹന്നാൻ 3:5 വാക്യം. അടുത്തത് രണ്ടാമത്തെ ചിന്ത എഴുതിക്കോണം. പാപം ചെയ്യാത്തവൻ. പാപമൊന്നും ചെയ്യാത്തവൻ. 1 പത്രോസ് 2:22 വാക്യം. 1 പത്രോസ് 2:22 വാക്യം. പാപം ചെയ്യാത്തവൻ. 1 പത്രോസ് 2:22 കണ്ടോ? അവൻ പാപമൊന്നും ചെയ്തിട്ടില്ല. എത്ര പേർക്ക് സ്വോത്രം പറയാൻ പറ്റും? യേശു എങ്ങനെയുള്ളവന്? പാപമൊന്നും ചെയ്തിട്ടില്ലാത്തവന്. പാപം ചെയ്തുള്ളവരൊക്കെ ആദാം മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ ആളുകളും എന്തോ ചെയ്തവരാ? പാപം ചെയ്തവരാണ്. പരിശുദ്ധാത്മാവിനെതിരെ, കർത്താവിനെതിരെ, പിതാവാം ദൈവത്തിനെതിരെ, വചനത്തിന് വിരോധമായി, സഭയ്ക്ക് വിരോധമായി പാപം ചെയ്തവരാ. പക്ഷെ എൻ്റെ കർത്താവ് എന്തോ ചെയ്തിട്ടില്ല? പാപം ചെയ്തിട്ടില്ല. സ്തോത്രം. 1 പത്രോസ് 2:22. മൂന്നാമതൊരു ചിന്ത പറഞ്ഞാൽ എഴുതിക്കോണേ. പാപം അറിയാത്തവനായ യേശു. പാപം അറിയാത്തവനായ യേശു. പാപം അറിഞ്ഞിട്ടില്ല.
പ്രവൃത്തിയിലോ വാക്കിലോ ചിന്തകളിലോ ഇടപാടുകളിലോ ഒന്നും പാപം അറിഞ്ഞിട്ടില്ല. വാക്യം എവിടെയെന്നറിയാമോ? 2 Corinthians 5:21 വാക്യം. ഇതൊക്കെ മനസ്സിലങ്ങ് പതിപ്പിക്കണം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ വാക്യങ്ങളെ സൂക്ഷിച്ചോണം. 2 Corinthians 5:20. അവൻ പാപം അറിഞ്ഞിട്ടില്ല, എന്നിട്ടും ആ വാക്യത്തിൽ വേറൊരു ചിന്ത കൂടെ ഉണ്ട്. നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടവനായ യേശു നമുക്ക് വേണ്ടി എന്തോ ചെയ്തു? പാപമാക്കപ്പെട്ടു. ആ 2 ചിന്തകളെ കുറിച്ചോണം. 1 പാപം അറിയാത്തവൻ, 2 പാപമാക്കപ്പെട്ടവൻ. പാപമാക്കപ്പെട്ടത് കൊണ്ടാണ് ഗത്സമനയുടെ പച്ചമണ്ണിൽ വീണ് കിടക്കുന്നത്. പാപമാക്കപ്പെട്ടത് കൊണ്ടാണ് ഗബ്ബഥായിൽ തകർക്കപ്പെടുന്നത്. പാപമാക്കപ്പെട്ടത് കൊണ്ടാണ് ഗോൽഗോഥായിൽ കാരിലും വാണിയിൽ തൂക്കപ്പെടുന്നത്. പാപി ആയതുകൊണ്ടല്ല. ശ്രദ്ധിച്ചോണം, വാചകം ശ്രദ്ധിച്ചോണം. പാപി ആയതുകൊണ്ടല്ല, പിന്നെ പാപമാക്കപ്പെട്ടു. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. ഹല്ലേലൂയ. ക്രൂശിനെ ധ്യാനിക്കാതെ ഒരാരാധന അവസാനിപ്പിക്കല്ലേ. ഒരാരാധനയും അവസാനിപ്പിക്കരുത്. ഗത്സമനയും ഗബ്ബഥയും ഗോൽഗോഥായും നമ്മുടെ ധ്യാനമാകണം മക്കളെ. പാട്ടുപാടുന്നവരോടൊക്കെ ഞാൻ പറയാം, ഏറ്റവും ഒടുവിൽ പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കുന്നതിനും ഏറ്റവും അവസാനം നിങ്ങൾ പാടുന്ന ഒരു 4 വരിയെങ്കിലും ക്രൂശിലേക്ക് ജനത്തെ കൊണ്ടുപോകണം. ഗത്സമനയുടെ പച്ചമണ്ണിൽ വീണ് കിടക്കുന്നവന്റെ അരികിലേക്ക് നമ്മൾ എത്തണം. ഗബ്ബഥായിൽ തകർക്കപ്പെടുന്നവന്റെ അരികിലേക്ക് എത്തണം. ഗോൽഗോഥായിൽ ആണിമേൽ തൂങ്ങിക്കിടക്കുമ്പോഴും ക്രൂരമായി തൻ്റെ മേൽ നരാധമത്വപരമായ കാര്യങ്ങൾ ചെയ്തവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവന്റെ അരികിലെത്തണം. എല്ലാവരും ഒന്നും ഇല്ല, നമ്മുടെ എല്ലാവരും ഒന്നുമില്ല. അമ്മയെ താങ്ങി പിടിച്ചുകൊണ്ട് യോഹന്നാൻ മാത്രം അവിടെ നിപ്പുണ്ട്. പത്രോസ് അവിടെ ഇല്ല, യാക്കോബില്ല, മറ്റാരും അവിടെ ഇല്ല. 5000 പേര് പുരുഷന്മാരും മാത്രം ഭക്ഷണം കഴിച്ചിട്ട് പോയതാ യേശു വിളമ്പി കൊടുത്തത്. അറിയാമല്ലോ, എത്രയോ കുരുടന്മാർ സൗഖ്യം കിട്ടിയവരുണ്ട്, എത്രയോ വ്യാധികൾ മാറിയവരുണ്ട്. കുളക്കരെ കിടന്നവൻ പോലും ക്രൂശിന്റെ ചുവട്ടിലില്ലെന്ന്. നിങ്ങൾ പാടുന്നൊരു 4 വരി പാട്ടുണ്ടല്ലോ, ആരാധനയ്ക്കിടയ്ക്ക് ജനത്തെ മുഴുവനും കുരിശിലേക്ക് കൊണ്ടുവരും. ആ ധ്യാനം കൊണ്ട് കണ്ണൊന്ന് നിറഞ്ഞിട്ട് വേണം അടുത്ത യോഗ നടപടിയിലേക്ക് പോകാൻ. പ്രത്യേകിച്ച് ഞായറാഴ്ച ആരാധന ക്രൂശിനെ ധ്യാനിക്കാത്ത വർഷിപ്പ് അവസാനിപ്പിക്കരുത്. എന്തെങ്കിലുമൊക്കെ അനുഗ്രഹത്തിന്റെ പാട്ടുപാടി ചുമ്മാ ആഹ്ലാദം കാണിക്കുന്ന, ആമോദം കാണിക്കുന്ന, വെറുതെ നൃത്തച്ചുവടുകളോടെ ബഹളമുണ്ടാക്കുന്ന അല്ല പ്രൈസ് ആൻഡ് വർഷിപ്പ്. പകരം കുരിശിനെ ധ്യാനിച്ച് നിലവിളിക്കണം, എന്റെ കർത്താവേ അങ്ങ് പാപി അല്ല, എന്നിട്ടും പാപമാക്കപ്പെട്ടല്ലോ എന്നോർത്ത് നിലവിളിക്കാൻ കഴിയുന്നതാണ് ആരാധന. ആ ആരാധനയിൽ ആ ദൈവം പ്രസാദിക്കുന്നു. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ പാണാങ്കരയോട്. യേശുവിന്റെ മുഖത്ത് തുപ്പി എന്ന് വായിക്കുന്നുണ്ടല്ലോ അല്ലേ? മുഖത്ത് തുപ്പി, എന്നിട്ട് മുഖത്ത് അടിച്ചു. എന്റെ ചോദ്യം ഇതാ, തുപ്പിയിട്ട് അടിച്ചോ അടിച്ചിട്ട് തുപ്പിയോ? അടിച്ചിട്ട് തുപ്പി, അല്ലെ കയ്യെ പറ്റും. അതുകൊണ്ടായിരിക്കും സാർ അങ്ങനെ പറഞ്ഞു. അടിക്കുന്നവന് ബോധം ഉണ്ടാകണമല്ലോ. പലരും കൂടി ഇന്ന് വട്ടം നിന്ന് തുപ്പുക, കാട്ടക്കാഭവും തുപ്പലും കൂടെ മുഖത്തിരിക്കുക. ഇനി ആരെങ്കിലും അടിച്ചാൽ എന്തോ പറ്റും? അവരുടെ കയ്യെ പറ്റും. അതുകൊണ്ട് എന്തോ ചെയ്തിരിക്കണം? അടിച്ചിട്ട് തുപ്പി. എന്നാൽ അങ്ങനല്ല, തുപ്പിയിട്ട് അടിച്ച്. തുപ്പിയിട്ട് അടിച്ചാൽ കയ്യെ പറ്റുമെന്നുള്ളത് കൊണ്ട് അടിച്ചത് കൈ കൊണ്ടല്ല, വടി കൊണ്ടവർ അവന്റെ ചെകിട്ടത്തടിച്ചു. യേശുവിന്റെ ചെകിട്ടത്ത് എന്തോ കൊണ്ടടിച്ചു? വടി കൊണ്ടടിച്ചത് എന്തിനാ? കയ്യെ പറ്റാതിരിക്കാൻ വേണ്ടി ആ വഴി കിടന്ന മുണ്ടത്തടി എടുത്ത് അടിച്ചത്. മത്തായി 26:67 വാക്യം. മത്തായി 26:67 അവർ അവന്റെ മുഖത്ത് തുപ്പി, കന്നത്തടിച്ചു, മുട്ടു ചുരുട്ടി കുത്തി എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ. പക്ഷേ വടി കൊണ്ടടിച്ചു എന്ന ഭാഗം എവിടെയാ വായിക്കുന്നതെന്ന് അറിയാമോ? പ്രവചന നിരീക്ഷണ നാളിലൂടെ പ്രവാചകൻ കണ്ടു ആ ദൃശ്യം മുന്നമേ കണ്ടിട്ട് പറയുകയാണ്, അവർ ഇസ്രായേലിന്റെ ന്യായാധിപതിയെ വടി കൊണ്ട് ചെകിട്ടത്തടിച്ചു. അങ്ങനെ വാക്യം കണ്ടവരാരുണ്ട്? അവർ ഇസ്രായേലിന്റെ ന്യായാധിപതിയെ വടി കൊണ്ട് ചെകിട്ടത്തടിച്ചു. വടി കൊണ്ടടിച്ചു എന്നാ വായിക്കുന്നത്. വടി കൊണ്ട് ചെകിട്ടത്തടിച്ചാലുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കി. കവളല് പൊട്ടിപ്പോവും, അണപ്പല്ല് സെറ്റോടെ തകരും. ചൂരവടിയൊന്നും വെട്ടി ഒതുക്കിയ ചൂരവടിയൊന്നുമല്ല, കൈ കിട്ടിയ മുണ്ടത്തടി എടുത്ത് അടിക്കുകയായിരുന്നു. ആ വടിയുടെ അറ്റവങ്ങാണ് കണ്ണിൽ കൊണ്ടാനുണ്ടല്ലോ, കൺമണി കലങ്ങിപ്പോവും, ഇയർ ഡ്രം പൊട്ടിപ്പോകും. അത്രയ്ക്ക് യാതനയാണ് വടി കൊണ്ട് ചെകിട്ടത്തടിച്ചാൽ.
വടികൊണ്ട് പുറത്തോ കയ്യിലോ കാലിലോ തൊടയിലോ ഒക്കെ അടിക്കാം. പക്ഷെ ചെകിട്ടത്ത് വടി കൊണ്ട് അടിച്ചാലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. വെറുതെ തട്ടി വിടുകല്ല, അടിക്ക് ആഞ്ഞ് ആ അടി കൊണ്ട് തിണർത്ത് ഉയങ്ങി കരിനീലിച്ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കിയ പ്രവാചകൻ പറയുന്നത്, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാ, കണ്ടാൽ ആളല്ല എന്ന് തോന്നും. പാപി അല്ല, എന്നിട്ട് പാപമാക്കപ്പെട്ട കർത്താവിനെ ഈ വസ്തുത. ആ വാക്യം കണ്ടിട്ടുണ്ടോ? ഇസ്രായേലിന്റെ ന്യായാധിപതി അവർ വടികൊണ്ട് എന്തോ ചെയ്തു? ഇതുവരെയുള്ള വേദവായനയിൽ അങ്ങനെ ഒരു വാക്യം കണ്ടില്ലല്ലേ? പാണാങ്കരയിൽ ഇങ്ങനൊരു വാക്യം ഞാൻ ചോദിച്ചിട്ട് അവരാരും മറുപടി പറഞ്ഞില്ലെന്ന് ഞാൻ വേറെങ്ങും പോയി പറയാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോണം. അല്ലെങ്കിൽ പാസ്റ്റയും റോയ് സാറിനെയൊക്കെ തിരക്കി ആളിവിടെ വരും. അത് ശരി, ആ വാക്യം അറിയാത്തൊരു സഭയൊന്ന് കാണാൻ വേണ്ടി അവർ എക്സ്കർഷനായിട്ട് ഇവിടെ വരും. മീഖ പ്രവചനം 5-ാം അധ്യായം 1-ാം വാക്യമാണ്. മീഖയൊക്കെ എവിടെ താമസിക്കുന്നതെന്ന് അറിയോ? എടുത്ത് മീഖ 5-ന്റെ 1-ാം വാക്യം. ആ ആ ആ കണ്ടോ? ഇസ്രായേലിന്റെ ന്യായാധിപതി അവർ വാട്ടികൊണ്ട് എന്തോ ചെയ്തു? മീഖ മിശിഹായിക പ്രവാചകനാണ്, യെശയ്യാവിനെ പോലെ. തൊട്ട് താഴത്തെ വാക്യം, ബെത്ലഹേം എഫ്രാത്ത് നീ യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും എനിക്ക് ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് യേശു ബെത്ലഹേമിൽ ജനിക്കുമെന്ന് പ്രവചനം. പ്രവചനത്തിന്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലല്ല, കാലാനുസൃതമായ ഓർഡറിലല്ല എഴുതിയിരിക്കുന്നത്. അപ്പൊ തന്നെ നമ്മൾ അറിയണം, മീഖ പ്രവചിക്കുകയാണ് ബെത്ലഹേമിൽ ജനിക്കുന്ന ഇസ്രായേലിന്റെ ന്യായാധിപതി. പരമയാഗത്തിന്റെ നേരത്ത്, ക്രൂശീകരണത്തിന്റെ നേരത്ത് അവർ വടികൊണ്ട് എവിടെ അടിക്കും? ചെകിട്ടത്തടിക്കും. മത്തായി ഇതിനെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് അവർ അവന്റെ മുഖത്ത് തുപ്പി അവന്റെ മുഖത്ത് അടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ അടിക്കാൻ അവർ വടി ഉപയോഗിച്ചു എന്നുള്ളത് ആരാ പറയുന്നേ? മീഖ. അതാണ് വാക്യങ്ങളെ വാക്യം കൊണ്ട് കണക്ട് ചെയ്യുമ്പോഴേ നമുക്ക് കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വന്നേ ഇതാ, പാപി അല്ലെങ്കിലും അവർ അവനെ പിതാവാം ദൈവം എന്തോ ആക്കി? നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് നമ്മൾ അറിയണം. ഇതാ യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ മഹത്വം. ഈ കാര്യങ്ങൾ കേട്ടാൽ മതിയല്ലേ യേശു ആരാണെന്നുള്ള വസ്തുത. ഒരു പാപവും ചെയ്യാത്തവൻ. 30 വെള്ളിക്കാശ് കൊണ്ട് യേശുവിനെ വിറ്റ് കാശാക്കിയ ഒരു പുള്ളിയുണ്ട്. ആരാ? യൂദ. യൂദായ്ക്ക് പത്രോസ് കൊടുക്കുന്ന ഒരു പേര് നാശയോഗ്യൻ എന്നാണ്. അല്ലെ, യേശു പറയുന്നൊരു പേര് നാശയോഗ്യൻ എന്നാണ്. നാശയോഗ്യൻ. ഓക്കെ, നാശയോഗ്യനായിരിക്കുന്ന യൂദ പറയുന്ന ഒരു ഒറ്റവരി സുവിശേഷമുണ്ട്. കേട്ടോണം, ഒരൊറ്റ വരി സുവിശേഷം. മത്തായി എഴുതിയ സുവിശേഷ ഗ്രന്ഥത്തിന് എത്ര അധ്യായമുണ്ട്? 28. മർക്കോസ് എഴുതിയതിനോ 16. ലൂക്കോസ് എഴുതിയതിനോ 24. യോഹന്നാൻ എഴുതിയതിനോ 21. വെരി ഗുഡ്. ആ ചോദ്യം മാത്രം ക്ലിയർ ചെയ്തു എല്ലാവരും. ഓക്കെ, അതും സംശയിച്ചൊക്കെയാ പറഞ്ഞ് 24 23 എന്നൊക്കെയുള്ളൊരു തേങ്ങൽ പോലുണ്ട്. ഓരോ പുസ്തകത്തിന് എത്ര അധ്യായം ഉണ്ടെന്ന് കറക്റ്റായിട്ട് പഠിച്ചിരുന്നോണം. 1189 അധ്യായം ഉള്ളൂ മൊത്തത്തിൽ. ഉൽപ്പത്തിക്ക് 50 അധ്യായം. അങ്ങനെ ഓരോ പുസ്തകത്തിന് എത്ര അധ്യായം വീതം ഉണ്ടെന്നുള്ളത് കാര്യം പഠിച്ചോണം, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഓരോന്നിനും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവരെല്ലാവരും എഴുതിയ സുവിശേഷ ഗ്രന്ഥങ്ങൾ വലുതാണ്. 28 അധ്യായം, 16 അധ്യായം, 24 അധ്യായം, 21 അധ്യായം. പക്ഷേ യൂദ നാശയോഗ്യനാണെങ്കിലും, ഒറ്റിക്കൊടുത്ത് കാശുണ്ടാക്കിയ പുള്ളിയാണെങ്കിലും, തൂങ്ങിച്ചത്ത് ആ നാമാവിശേഷമായി പോയവനാണെങ്കിലും, ഒരൊറ്റ വരി സുവിശേഷം യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് 27-ാം അധ്യായം 4-ാം വാക്യം. മത്തായി സുവിശേഷം 27:4. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. ഞാൻ ആരെയാ കാണിച്ചു കൊടുത്തേ? കുറ്റമില്ല. അതിൽ കൂടിയ സുവിശേഷം എന്തോന്ന് പറ. യേശുവിനെ കുറിച്ച് ഒരൊറ്റ വാചകത്തിൽ മുഴുവൻ സംഭവം ചേർത്തിരിക്കുക. യേശു ആരാന്നാ പറയുക? മനുഷ്യത്വത്തിൽ കുറ്റമില്ലാത്തവൻ. കുറ്റമില്ലാത്തവൻ, കുറ്റമില്ലാത്ത യേശു. ഇനി വിവേകവതിയായ ബുദ്ധിമതിയായ ഒരു ഭാര്യയുണ്ട്. അവളുടെ ഒരു ഒറ്റവരി സുവിശേഷം 27:19 വാക്യം നോക്കിക്കേ. പീലാത്തോസിന്റെ ഭാര്യ. 27:19. ആ നീതിമാന്റെ കാര്യത്തിൽ. അപ്പൊ യേശു ആരാന്ന് അവള് പറയുന്നേ? ഇതിൽ കൂടുതൽ എന്തോ വേണം? യേശു നീതിമാനാണ്, നമ്മളെ നീതീകരിച്ചവൻ, നമുക്ക് വേണ്ടി നീതിയായി തീർന്നവൻ, ദൈവനീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പരമയാഗമായവൻ. അവൾ ഒറ്റ വാചകം പറയുന്നു, അവൻ നീതിമാനാണ്. ഒന്നീ ഭാര്യയ്ക്ക് ബോധം വേണം, അല്ലെങ്കിൽ ഭർത്താവിന് ബോധം വേണം. രണ്ടുപേർക്കും കൂടെ ബോധം ഇല്ലാതായാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പീലാത്തോസ് നാട് വഴിയാണ്, പക്ഷെ പ്രായോഗിക ബോധമില്ലാത്തത് കൊണ്ട് ഭാര്യയ്ക്കറിയാം ഈ പുള്ളി പെട്ടെന്ന് കയറി വല്ല
അവിവേക വിധി പ്രസ്താവന ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെ രാത്രിയിൽ എനിക്ക് സ്വപ്നത്തിലൂടെ ദൈവീക അരുളപ്പാടുണ്ടായി. ആ സാക്ഷിക്കൂട്ടിൽ നിൽക്കുന്നവൻ, രക്തധാരധാരയായി ഒഴുകി നിൽക്കുന്നവൻ, അവൻ്റെ വസ്ത്രം പറിച്ചുരിഞ്ഞിട്ട് ഒരു തുണിത്തുണ്ട് മാത്രം ഉടുപ്പിച്ചവനെ അർദ്ധനഗ്നനായി നിർത്തിയിരിക്കുന്നു. തലയിൽ മുൾക്കിരീടമുണ്ട്, പുറമടിച്ച് കീറപ്പെട്ടിട്ടുണ്ട്, മുഖത്ത് തുപ്പലേറ്റിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന അവൻ കുറ്റവാളിയല്ല, നീതിമാനാണ്. ഇത് പറയാൻ അവൾ കാണിച്ചൊരു ആർജവത്വം ഉണ്ടല്ലോ. എനിക്ക് സഹോദരിയോട് ഭയങ്കര ബഹുമാനം തോന്നുന്നു. സഹോദരി സമാജം ശ്രദ്ധിക്കണം ഈ കാര്യം. ഭർത്താവിനേക്കാൾ അവർക്ക് എന്തോ ഉണ്ട്, ബോധമുണ്ട്. വേദോത്സവത്തിൽ അങ്ങനെ കുറെ ദാമ്പത്യമുണ്ട്. ഭാര്യയ്ക്ക് ബോധം ഉണ്ടെങ്കിൽ ഭർത്താവിന് ബോധമില്ല, ഭർത്താവിന് ബോധം ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എന്തോ ഇല്ല, ബോധമില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങളിൽ ആർക്കാ ബോധമെന്നാണ്. അങ്ങനെ ചിന്തിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചിന്തയ്ക്ക് ഞാൻ വഴിമരുന്ന് ഇടുകയും കൂടെയായിരുന്നു. രണ്ടുപേർക്കും ബോധം വേണം, അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും എന്തോ വേണം. യോബിന് ഭയങ്കര ബോധമാണ്, വിവേകമാണ്, ഭാര്യയ്ക്ക് എന്തോ ഇല്ല. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ തന്നെ പറയുന്നത്, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കും. അപ്പൊ പുള്ളിക്കാരൻ പൊട്ടനല്ല, പുള്ളിക്കാരി ആരാ? പൊട്ടിയാ. മനസ്സിലായല്ലോ? നാബാൽ പൊട്ടനാ, ഭോഷനാണ്. അവന്റെ ഭാര്യ അബീഗയിൽ വളരെ വിവേകവതിയാണ്. സമയോചിതമായ ഇടപെടൽ നടത്തിയത് കൊണ്ട്, അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിലെ മുഴുവൻ പുരുഷ പ്രജയും എന്ത് ചെയ്തേനെ? അതാ ഞാൻ പറഞ്ഞു, ഒന്നിൽ ഭാര്യയ്ക്ക് ബോധം വേണം, അല്ലെങ്കിൽ ഭർത്താവിന് ബോധം വേണം. അത് തന്നെയാണ് പീലാത്തോസിന് ഇവിടെ. പീലാത്തോസിന് എന്തോ ഇല്ല, ആഠ്യത്വമുള്ള പുള്ളിയാണെന്നൊക്കെ ഉള്ളതേ ഉള്ളൂ, വലിയ സ്ഥാനമാനമൊക്കെ ഉണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി പ്രായോഗിക ബോധം ഇല്ലെന്നുള്ളത് ആർക്കറിയാം? ഭർത്താക്കന്മാരെല്ലാം ശ്രദ്ധിച്ചോണം, നമ്മളെക്കാൾ ഭയങ്കര ബോധമായി ഇവർക്ക്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കാര്യങ്ങളെല്ലാം ഇടപെടാൻ. മനസ്സിലായില്ലേ? വെറുതെ കോലാഹലം ഉണ്ടാക്കി വെക്കരുത്. നമ്മുടെ സകല ചലനങ്ങളെ അവരെന്തോ ചെയ്യുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോണം. ഇവർക്ക് ദൈവം ഒരു എക്സ്ട്രാ ബോധം കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ. അത് നമ്മളെ സമയാസമയങ്ങൾ അറിയിക്കുമ്പം, നീ നിന്റെ പണി നോക്കി, എനിക്കറിയാം എങ്ങനെ വേണമെന്ന്. അങ്ങനെ എനിക്കറിയാം എങ്ങനെ വേണമെന്ന് പറഞ്ഞ് ചെയ്തെല്ലാം കുലുമാലായിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോഴവസാനം ഇവർ നിന്ന് ഒരു പറച്ചിലുണ്ട്, ഞാൻ അന്നേരെ പറഞ്ഞ നിങ്ങളോട്. ആവശ്യമില്ലാത്തതിനൊന്നും എന്ത് ചെയ്യരുത്. ഓക്കെ. നമ്മൾ അന്ധമായിട്ട് പലരെയും അങ്ങ് വിശ്വസിക്കും. നമ്മുടെ വീട്ടിൽ വരുന്നവരെ ഒറ്റ നോട്ടം നോക്കിയാൽ ഇവർ പറയും, ആ പുള്ളിയായിട്ട് കൂടല്ലേ എന്നവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ആ പുള്ളിയായിട്ട് കൂടല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാതെ നമ്മൾ പിന്നെയും കൂടും. അത് പിന്നെ ആകെപ്പാടെ വല്ലാത്ത അവസ്ഥയായി മാറും. അന്നേരമാണ് ഇവരുടെ വിജയപ്രഖ്യാപനം. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ പോലെ പീലാത്തോസ് എന്തെങ്കിലുമൊക്കെ വിധിപ്രസ്താവം ബുദ്ധികേടായി നടത്തിയാൽ അത് കുഴപ്പമാണെന്നറിയാവുന്ന നമ്മൾ ആള് വിട്ടു പറയിച്ചു. സഹോദരി സമാധാനം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞ ആ ഒരു സംഭവമാണ്. അവിടെ ബുദ്ധി കൂർമ്മത കണ്ടോ? പുള്ളിക്കാരി ഇടിച്ചങ്ങോട്ട് ചെന്ന് കയറിയില്ല. ഭർത്താവ് ആ ചേമ്പറിലിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് കഴിഞ്ഞ് എന്ത് കയറിയൊന്നുമില്ല. നമ്മുടെ ചില സൈസുകൾ അങ്ങനെ ഉണ്ട്. എല്ലാവരും കൂടി ഇരിക്കുന്ന കൂട്ടത്തിൽ പക്ഷേ കാലൊന്ന് മാറ്റി, ഞാൻ അങ്ങോട്ട് പോകട്ടെ. ഇരിക്കുന്നവരെ വകഞ്ഞു മാറ്റി എന്തോ ചെയ്യാറുണ്ട്. അച്ഛനോട് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി, അങ്ങനെയൊന്നും കയറി ചെല്ലേണ്ട കാര്യമില്ലെന്ന് അവൾക്കറിയാം. അവള് ഔദ്യോഗികമായിട്ട് ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങ് വന്നേ, അച്ഛനോട് എന്ന് പറ, ആ കാര്യത്തിൽ ഇടപെടരുത്. അവൾ പറഞ്ഞ വാചകത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ തന്നെ ഇടപെട്ടു. ഞാൻ ഇവനൊരു കുറ്റവും കാണുന്നില്ല എന്ന് പരസ്യമായി പ്രഖ്യാപനം ചെയ്തു. അത് പീലാത്തോസിന്റെ ഒരു ഒറ്റവരി സുവിശേഷമാണ്. ഞാൻ ഇവനിൽ എന്തോ കാണുന്നില്ല. യോഹന്നാൻ 19:4 ഞാൻ ഇവനിലൊരു കുറ്റവും. യേശുവിന്റെ മനുഷ്യത്വത്തിന് വേറൊരു സാക്ഷ്യമാണത്. ഓക്കെ. അതുപോലെ തന്നെ ക്രൂശീകരിക്കപ്പെട്ട ഒരു കള്ളൻ, ഏത് വശത്ത് കിടന്നവനെന്ന് വേദപുസ്തകം പറയാത്തിടത്തോളം നമ്മളതിനകത്ത് മസിൽ പിടിക്കേണ്ട കാര്യമില്ല. ക്രൂശിൽ കിടന്ന ഒരു കള്ളൻ. ഓക്കെ. അവൻ യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്. ലൂക്കോസ് 23:42. ലൂക്കോസ് 23:42 പറയുന്നു, നീ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ അടിയനെയും കൂടെ എന്ത് ചെയ്യണമേ? അപ്പൊ യേശു രാജ്യത്വം പ്രാപിക്കേണ്ടവനും മടങ്ങി വരേണ്ടവനുമാണ്. മടങ്ങി വരുമ്പോൾ മരിച്ചവർക്ക് പുനരുദ്ധാനം കൊടുക്കേണ്ടവനാണ്. ഈ അനുഗ്രഹീത ചിന്ത ആർക്കുണ്ടായിരുന്നു? കള്ളനുണ്ടായിരുന്നു. അത് യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ വ്യക്തമായ തെളിവല്ലേ? ആ മനുഷ്യത്വത്തിന്റെ ഏറ്റവും മഹത്വപൂർണമായ ഒരു കാര്യമാണല്ലോ. സ്തോത്രം. അപ്പോൾ ഈ പറഞ്ഞ വാക്യങ്ങളിലെല്ലാം നമുക്ക് ആരെ മനസ്സിലാക്കാൻ പറ്റുന്നു? യേശുവിന്റെ മനുഷ്യത്വം. എത്ര പേർക്ക് ബോധ്യമായി? ഇതാണ് ക്രിസ്തു പരിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത് ഏത് പരിജ്ഞാനം വേണം? ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. രണ്ടാമത് ആരെ കുറിച്ചുള്ളത്? ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. മനസ്സിലായോ? മൂന്നാമത്തെ പരിജ്ഞാനം ഏതാണെന്നറിയാം? ക്രിസ്തു പരിജ്ഞാനത്തിന്റെ രണ്ടാമത്തെ തലം പറഞ്ഞില്ലല്ലോ, ദൈവത്വം. ദൈവത്വം പറഞ്ഞു, ദൈവത്വ പരിജ്ഞാനം. മനുഷ്യത്വത്തിന്റെ മഹത്വം മാത്രമേ പറഞ്ഞുള്ളൂ. അതാണ് ഇത്രയും വാക്യങ്ങൾ. ഇനിയും ക്രിസ്തു പരിജ്ഞാനത്തിൽ രണ്ടാമതൊരു ഭാഗമുള്ളത് ഏതാണെന്നറിയാമോ? യേശുവിന്റെ ദൈവത്വത്തിന്റെ. 1-2 വാക്യങ്ങൾ അങ്ങോട്ട് തരാം.
ഓക്കെ. അപ്പം അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഒന്നാമത്, യേശുവിൻ്റെ ദൈവത്വം ഏറ്റവും ഗംഭീരമായി അറിയണം. സഭ അറിയണം, യേശു ദൈവമാണ്. എങ്ങനെയുള്ള ദൈവമാണ്? സർവ്വത്തിനും മീതെ ദൈവമാണ്. റോമാലേഖനം 9:5 സർവ്വത്തിനും മീതെ ദൈവം. ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവരെ കുറിച്ചോടെ വാക്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരിപരുത്ത സാഹചര്യങ്ങളിൽ ഈ ഒരു വാക്യം നിങ്ങൾക്ക് മന്ത്രണമാകണം. ആവർത്തിച്ചുച്ചരിച്ചിട്ട് ആശ്രയബോധത്തോടുകൂടെ കർത്താവിനോട് അപേക്ഷിക്കേണ്ട ഒരു വാക്യമാണ്, അങ്ങ് സർവ്വത്തിനും മീതെ ദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? യേശു ഏതെങ്കിലും 1-2 വകുപ്പിന് മീതെ അല്ല. പിന്നെ 9:5 പറയുന്നു, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചതവൻ സർവ്വത്തിനും മീതെ. അങ്ങനെ സർവ്വത്തിനും മീതെ എന്ന് പറഞ്ഞാൽ ക്യാൻസറിന് മീതെ, ട്യൂമറിന് മീതെ, ഡയബറ്റിക്കിന് മീതെ, കരളിന്റെ വീക്കത്തിന് മീതെ, ഹാർട്ടിന്റെ വാൽവിന്റെ പ്രതിസന്ധിക്ക് മീതെ, യൂട്രസിലെ ഫൈബ്രോയിഡിന് മീതെ, അനുഭവിക്കുന്ന സകല ക്ലേശങ്ങൾക്കും മീതെ, നിന്റെ നന്മയെ തടയുന്ന അന്ധകാര വ്യാപാരങ്ങൾക്കും മീതെ. ഇതാണ് യേശു, ഇതാണ് യേശു, ഇതാണ് യേശു, സർവ്വത്തിനും മീതെ ദൈവമായവൻ. ഹല്ലേലൂയ. വൈദ്യശാസ്ത്രത്തെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നിംസും കിംസും മിംസും കോസ്മോപോളിറ്റനും ശ്രീബാ മെഡിസിറ്റിയും ആസ്ട്ര മെഡിസിറ്റിയും ലേക്ഷോറും ഒക്കെ നമുക്കുണ്ട്. മെഡിക്കൽ കോളേജുകൾ ഇഷ്ടം പോലെ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഇഷ്ടം പോലെയുണ്ട്. നടക്കട്ടെ. പക്ഷെ നമുക്ക് വേറിട്ടൊരു വിശ്വാസമുണ്ട്. എൻ്റെ കർത്താവ് എൻ്റെ സകല രോഗങ്ങൾക്കും മീതെ സൗഖ്യദായകനാണ്. ഒരു ഡോക്ടറെയും പഴിക്കണ്ട. ഉന്നത വിദ്യാഭ്യാസമുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ നമ്മുടെ രാജ്യത്തിന് അഭിമാനമാണ്. പക്ഷെ പെന്തക്കോസ്ത് ജനതയ്ക്ക് വേറിട്ടൊരു വിശ്വാസമുണ്ട്. എന്നെ ഒന്ന് തൊട്ടാൽ, അവൻ എന്നെ ഒന്ന് സ്പർശിച്ചാൽ, എന്നെ നോക്കിയൊരു വാക്ക് പറഞ്ഞാൽ, യെസ്, സർവ്വത്തിനും മീതെ, സർവ്വത്തിനും മീതെ. എന്റെ നന്മയെ തടയുന്ന പോരുകൾക്ക് മീതെ പ്രവർത്തിക്കാൻ കഴിയുന്ന, എന്നെ മുൻപോട്ട് വിടത്തില്ലെന്ന് വാദിക്കുന്ന ദുഷ്ടശക്തിയെ വഴിമാറ്റി എന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ദൈവശക്തി. ഹല്ലേലൂയ. സ്തോത്രം. പരിമിതപ്പെടുത്താൻ നിൽക്കുന്ന ചില പോരുകളുണ്ട്. നീ ഇത്ര ഇടം വന്നാ മതി, ഇത്ര രൂപ ശമ്പളം മതി നിനക്ക്, ഇത്ര നാൾ ശുശ്രൂഷിച്ചില്ലേ അത് മതി, ഇനി കിടക്ക് കട്ടിലേ, ഇനി നീ എഴുന്നേക്കണ്ട, വണ്ടി ഓടിച്ചോണ്ട് അതുവഴി ഇതുവഴി എല്ലാം ഓട്ടമല്ലായിരുന്നോ, ഇനി നീ കിടക്കെന്ന് പറഞ്ഞ് നമ്മളെ പരിമിതിപ്പെടുത്തുന്ന ചില ശത്രുവുണ്ട്, ചില പോരുകളുണ്ട്. അതിന് മീരെ പ്രവർത്തിക്കാൻ കഴിയുന്ന, അതിന് മീരെ പ്രവർത്തിക്കാൻ കഴിയുന്ന, ഈ ഉപവാസത്തിൽ ആ പ്രവൃത്തി വെളിപ്പെടുത്താൻ കഴിയുന്ന ദൈവശക്തി. Yes, 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 yes. Hallelujah. സർവത്തിനും മീതെ പ്രവർത്തിക്കാൻ കഴിയുന്നത് യേശുവിന്റെ ദൈവത്വത്തിന്റെ മഹത്വം അതാ. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉളവാക്കിയവൻ. ആമേൻ. സ്തോത്രം. സർവത്തിനും മീതെ. ആ സർവത്തിനും മീതെ എന്നുള്ള ആ വാക്യം ചൂട് ആറുന്നതിനും ഒരു വാക്യം കൊണ്ട് അതിന്റെ കൂട്ടത്തിൽ നിന്ന് ചേർത്ത് വെച്ച് 1 ദിനവൃത്താന്തം 16:25 1 ദിനവൃത്താന്തം 16:25. ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 16:25. ആ ആ ആ ഓ സർവ ദേവന്മാരിലും അതിഭയങ്കരൻ. വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് പകലിൽ? സർവ്വദേവന്മാരെന്നൊക്കെ പറഞ്ഞ എന്താ സാറേ? സർവ്വദേവന്മാർ. പാണാങ്കര എൻ്റേതാണ്, ഇവിടുത്തെ നാട്ടുകാർ മുഴുവനും എൻ്റേതാണ്, ഇവിടുത്തെ വളവ്, ഇവിടുത്തെ ഇറക്കം, ഇവിടുത്തെ കുന്ന് എൻ്റേതാണെന്ന് അവകാശപ്പെടുന്ന ചില ദേവന്മാരും ദേവതമാരുമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ആധിപത്യ വ്യവസ്ഥിതികളുമായി ഇവിടെ നിലകൊള്ളുന്ന ചില ദുഷ്ടവ്യാപാരങ്ങളുണ്ട്. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് ആ ദേവന്മാർക്ക് മീതെയാണ് നമ്മുടെ കർത്താവ്. ആ ദേവന്മാർക്ക് മീതെയാണ്. ഇവിടുത്തെ സങ്കല്പങ്ങൾക്കും ഇവിടുത്തെ ആവാഹനങ്ങൾക്കും ഇവിടുത്തെ പ്രതിഷ്ഠകൾക്കും ഇവിടുത്തെ സകലവിധമായിരിക്കുന്ന ആചരണങ്ങൾക്കും മീതെ 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 മീതെ. ഹല്ലേലൂയ. ആമേൻ. സർവ്വദേവന്മാർക്കും മീതെ പ്രവർത്തിക്കാൻ കഴിയുന്നു. പിന്നെ നമ്മൾ ഏത് ദേവനെ പേടിക്കണ്ടേ? സ്വതന്ത്രം. ദൈവജനത്തിനെതിരെ ഒരു ദേവനും വിജയിക്കത്തില്ല.
നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ചില ഇലക്ഷന്റെ റിസൾട്ട് ഒന്നും വരണമെന്നൊന്നുമില്ല. മനസ്സിലായി? തിരുവനന്തപുരംകാർ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ വന്നേ, ആണോ? അല്ല. നിങ്ങൾ ഉദ്ദേശിച്ച സംഭവം കയറി വന്നു. അതൊന്നും ഓർത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്നും നമ്മളെ തകർക്കാൻ പറ്റത്തില്ല. നമ്മളെ തകർക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡോളറുണ്ട്, യൂറോ ഉണ്ട്, റിയാലുണ്ട്, ദർഹമുണ്ട്, ദറംസ് ഉണ്ട്, റുപ്പീസ് ഉണ്ട്. അതുകൊണ്ടൊന്നുമല്ല. നമുക്ക് സകലത്തിനും മീതെയുള്ള ഒരുവനുണ്ട്. അവനുമായിട്ട് നമുക്ക് കാര്യം, അവനുമായിട്ട് നമുക്ക് കാര്യം. അവൻ സർവത്തിനും മീതെയാണ്. ഇവിടുത്തെ ജനസംഘ ശക്തികളും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ മതങ്ങളും കൂടെ ഒരുമിച്ച് നിന്നാലും അവയ്ക്ക് മീതെ ഒരുവനുണ്ട്. അവയ്ക്ക് മീതെ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന്റെ ആശ നിരാശയായി പോകാതെ അവനെ ഉയർത്താൻ കഴിയുന്ന, അവളെ ഉയർത്താൻ കഴിയുന്ന ഒരു ദൈവശക്തി സർവത്തിനും മീതെ. ആരാധിക്കുന്ന പകൽക്ക് ശക്തമായി ആരാധിക്ക്. ആ കർത്താവിന്റെ കരം നമ്മെ തൊടട്ടെ. സർവത്തിന് മീതെയുള്ള കർത്താവിന്റെ കരം നമ്മെ തൊടട്ടെ. നാഡീ ഞരമ്പുകൾ, അസ്ഥി വ്യൂഹങ്ങളിൽ, മാംസപേശികളിൽ ക്ഷീണിപ്പിച്ച് ഒതുക്കിക്കളയാൻ ശ്രമിക്കുന്ന പോരാട്ടങ്ങളെ ഇന്ന് പകൽ കുടഞ്ഞു കളഞ്ഞിട്ടൊന്ന് എഴുന്നേക്കാൻ കഴിയട്ടെ. ചുറ്റി നിൽക്കുന്ന ചില വല്ലാത്ത ബാധകളെ കുടഞ്ഞ് തീയിലേക്ക് എറിഞ്ഞു കളയാൻ കഴിയുന്ന ദൈവകൃപയുടെ വ്യാപാരമുണ്ടാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സർവത്തിനും മീതെ. ഹല്ലേലൂയ. ഈ ദേവന്മാരും ദേവതകളും ഒക്കെ നമുക്ക് മീതെ അങ്ങനെ അങ്ങോട്ട് നിന്ന് പരിലസിച്ചിരുന്നെങ്കിൽ സ്ഥിതി എന്തായി പോയേനെ? മിസ്രൈമിൽ ജയം മോശയ്ക്ക് കിട്ടത്തില്ലായിരുന്നു. മിസ്രൈമിലെ ജയം യോസഫിന് കിട്ടത്തില്ലായിരുന്നു. സകല മന്ത്രവാദികളും ആഭിചാരകന്മാരും ശകുനവാദികളും കൂടെ ആഞ്ഞു കിടന്ന് പണിതിട്ടും ഫറവോൻ കണ്ട് മറന്നുപോയ സ്വപ്നം പറയാൻ പറ്റുന്നില്ല. അതാർക്കാ വെളിപ്പെട്ടെ? യോസഫിന്. യോസഫിന് അത് വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ ഓർത്തോണം, കുഞ്ഞുങ്ങൾ ഓർത്തോണം, പാപത്തോട് എതിർത്ത് നിന്നവന് മാത്രം, പാപബോധം ഉള്ളവന് മാത്രം. എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം യൂത്ത്സിന് വേണ്ടി ഞാൻ പറയാം, മക്കളുമാര് കേട്ടോണേ. പാപം എന്താണെന്നും എന്തല്ലെന്നും പാപം ചെയ്യരുതെന്നും ഒക്കെ ലിഖിത ഗ്രന്ഥങ്ങൾ, ലിഖിത പ്രമാണങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ജീവിച്ചിരുന്ന ആളാണ് യോസഫ്. ഞാൻ പറഞ്ഞോ? മനസ്സിലായോ? യോസഫിന് വായിക്കാൻ വേദോസം ഉണ്ടായിരുന്നില്ലെന്ന്. മോശയുടെ കാലത്താണ് ഇതൊക്കെ എഴുതപ്പെട്ടത്. ഇതൊക്കെ പിന്നെ രേഖയാക്കി വാമൊഴിയായിട്ട് ഇങ്ങനെ തലമുറ തലമുറയായി കൈമാറി വന്നതേ ഉള്ളൂ. ഫറവോന്റെ കാലത്ത്, ഫറവോൻ മോശയൊക്കെ അവിടെ ചെന്നതിന് ശേഷമായി ഇത് എഴുതി സൂക്ഷിക്കുന്ന പരിപാടിയൊക്കെ വന്നത്. മിസ്രൈമിലാണ് ഇത് തുടങ്ങിയത്. മനസ്സിലായില്ലേ? ഇതുപോലെ വേദോത്സവമൊന്നും യോസഫിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ യോസഫിന് പിതാക്കന്മാരിൽ നിന്ന് കൈമാറി വന്നൊരു അറിയാമായിരുന്നു. പാപം എന്താണ്, എന്തിനെയാണ് പാപമെന്ന് വിളിക്കേണ്ടത്? യോസഫ് പാപമെന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. അതാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. പൊത്തിഫറിന്റെ ഭാര്യയോട് പറയുന്നു, നിന്നോട് ഈ മഹാദോഷം ചെയ്ത് എന്റെ ദൈവത്തോട് പാപം ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല. ഇന്ന് വേദോസം മലയാളത്തിലും പിന്നെ ഇംഗ്ലീഷിൽ എത്ര വേർഷനുകളാണെന്നറിയോ? മലയാളത്തിൽ തന്നെ എത്ര ടൈപ്പാണ്. പുരാതന ഭാഷ, ആധുനിക ഭാഷ, ഇതിലെല്ലാം ബൈബിൾ ഉണ്ടായിട്ടും പാപബോധം ഇല്ലാത്തതാണ് നമ്മുടെ കുഴപ്പം. യെസ്, വേദോസം ഇല്ലാതിരുന്ന കാലത്ത് ഒരു ചെറുപ്പക്കാരൻ പറയുക, നിന്നോട് പാപം ചെയ്യാൻ, എൻ്റെ ദൈവത്തോട് പാപം ചെയ്യാൻ. ആ കാലഘട്ടത്തിന് മുമ്പ്, യോസഫിന് മുമ്പ് അബ്രഹാമിന്റെ സമകാലികനാണ് ഇയ്യോബ്. ഇയ്യോബ് പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണിനോട് എന്തോ എതിരിക്കുന്നു. പാപരഹിത ജീവിതം നയിക്കാനുള്ള ഉൾബോധം അവർക്കുണ്ടായി. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? പാപത്തെ നമ്മൾ പരിഗണിക്കുന്നില്ലാത്തതാ. പാപത്തിന് നമ്മൾ ഗൗരവം കൊടുക്കുന്നില്ല. പെന്തക്കോസ്തുകാർ പാപത്തിനിട്ടിരിക്കുന്ന ഒരു ഓമന പേര് ബലഹീനത എന്നാ. എന്തോ ചെയ്താലും എന്തോ പറയുന്നത്, അത് ഞങ്ങളുടെ അച്ഛൻ്റെ ഒരു ബലഹീനതയാണ്, അത് അവളുടെ ഒരു ബലഹീനതയാണ്. ബലഹീനത എന്ന് നമ്മൾ വിളിക്കുന്നതിന് നാട്ടുകാർ വ്യഭിചാരമൊന്നും മോഷണമൊന്നും കൊലപാതകമൊന്നൊക്കെയാണ് പറയുന്നത്. നമ്മളിതിനെല്ലാം കൂടെ എന്തോ പറയുന്നത്? ബലഹീനത. പാണി വാങ്ങിച്ച് കെട്ടരുത്. പാപം എന്നതിനെ കുറിച്ച് ബോധം ഉണ്ടാകണം. ഉപവാസപ്രാർത്ഥന ആയതുകൊണ്ടാണ് പറയുക. പാപം എന്ന പദം ആദ്യം എവിടെ വേദോത്സവത്തിൽ? പാപം എന്ന പദം ആദ്യം വേദോത്സവം. എല്ലാത്തിൻ്റെയും തുടക്കം അവിടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണോ? അല്ല. വാക്യം എവിടെ എന്ന് ഓർമ്മയുണ്ടോ? 4-ാം അധ്യായം 7-ാം വാക്യം. പാപം നിന്റെ വാതിൽക്കൽ കിടക്കും. പാപം ചെയ്തത് മനുഷ്യനാണെങ്കിൽ പാപം എന്ന പദം ഉരിയാടുന്ന ദൈവമാണ്. ഉണ്ടോ? പാപം നിന്റെ ഏറ്റവും അവസാനം എവിടെ ആയിരിക്കും? ആദ്യ ഉൽപ്പത്തിയിലായതുകൊണ്ട് അവസാനം എവിടെ വരണം? വെളിപ്പാടിൽ വരണം. വെളിപ്പാട് 18-ന്റെ 5-ാം വാക്യമാണ്.
ബാബേലിന്റെ പാപം സ്വർഗത്തോളം ഉയർന്നിരിക്കുന്നു. അങ്ങനെ പ്രയോഗമുണ്ട്. ശ്രദ്ധിച്ചോണം. അത് തുടക്കം എവിടെ? 34:7. ഒടുക്കം എവിടെ? 34:7 മുതൽ വെളിപ്പാട് 18:5 വരെ 570 തവണ ആവർത്തിക്കുന്ന ഒരു പദമാണ് ബൈബിളിൽ പാപം. എത്ര? 570. 570. 570 തവണ ആവർത്തിക്കുന്നുണ്ട് പാപം, 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 പാപം. ഇതിലേറ്റവും കനത്ത ഒരു ശബ്ദം എവിടെയെന്നറിയാമോ? 4-ാം സങ്കീർത്തനം 4-ാം വാക്യം. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിക്കും. സ്തോത്രം. നടുങ്ങണം പാപത്തിന് മുമ്പിൽ. പാപം ചെയ്യാതെ മാറിക്കോണം. പാപത്തിലേക്ക് ഉൾപ്രവേശം ചെയ്യരുത്. മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, സ്പർശനം കൊണ്ട്, ചിന്ത കൊണ്ട്, കഴിപ്പ് കൊണ്ട്, കുടിപ്പ് കൊണ്ട്, മുട്ടി തട്ടി ഉരുമി ഒരഞ്ഞ് നടന്നതുകൊണ്ടൊന്നും, ചാഞ്ഞതുകൊണ്ടും ചരിഞ്ഞതുകൊണ്ടും എന്തോ ചെയ്യാൻ പാടില്ല? പാപം ചെയ്യരുത്. സ്തോത്രം. പാപം ചെയ്യാൻ പാടില്ല. ആൻറ്റിമാർക്കും അമ്മമാർക്കും കുഞ്ഞു പെങ്ങന്മാർക്കും സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം പറയാം. അവരൊന്ന് സന്തോഷിച്ചോട്ടല്ലേ? അതിന് നിങ്ങൾക്ക് വിരോധമില്ലല്ലോ. അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. സാറേ, ഇവർക്ക് സന്തോഷിക്കാനൊരു കാര്യം പറയാമെന്നാണ് ഞാൻ പറഞ്ഞു. അതിന് കുഴപ്പമില്ലല്ലോ. ഇവർക്ക് സന്തോഷിക്കാനൊരു കാര്യം പറയട്ടെ എന്ന് ഞാൻ ചോദിച്ചു. അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. നിങ്ങളുടെ പേരിൽ 2 പുസ്തകമുണ്ട് ബൈബിളിൽ. ഏതാ? കണ്ടോ? ഇതുവരെ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. ഇതിന് മാത്രം കൃത്യമായിട്ട് മറുപടി പറഞ്ഞാണ്. പാപമെന്ന പദമില്ലാത്ത 2 പുസ്തകമാണത്. രൂത്തും എസ്തേർ. ഇവരുടെ പേരിലുള്ള പുസ്തകത്തിൽ എന്തോ ഇല്ല? പാപമില്ല. സന്തോഷമായോ? സന്തോഷിക്കാൻ പറ്റട്ടെ. നിങ്ങളാ ഇത് ഉണ്ടാക്കി വെച്ചേ. പാപം എന്ന് പറയുന്ന ഏട്ടപാട് ഉണ്ടാക്കിയതാരാ? വചനം പറയുന്നുണ്ട്, പുരുഷനല്ല സ്ത്രീ അത്രേ പാപം ചെയ്തത്. എന്നിട്ട് അവരുടെ പേരിലുള്ള പുസ്തകത്തിന് അത് എന്തോ ഇല്ല? പാപം എന്ന പദമില്ല. അതാ എൻ്റെ സംഗതി. അത് നമ്മൾ കുഴപ്പമാണ്. ഓക്കെ. ഇവർ ചെയ്ത എല്ലാ സംഭവം നമ്മളെന്തോ ചെയ്യുക? അവസാനം ഒരു യുഗപുരുഷൻ പരമയാഗമാകേണ്ടി വന്നു എന്നൊക്കെ ഉള്ളത്. സ്തോത്രം. അപ്പൊ പാപം എന്ന പദത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചോണം. പാപം ചെയ്യാതിരിക്കാൻ കഴിയണം. നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ട. അത്യുന്നതനായ ദൈവം അല്ല, സകല മന്ത്രവാദികളും ആഭിചാരകന്മാരും ശകുനവാദികൾ നോക്കിയിട്ടും കിട്ടാത്ത ആലോചന തൻ്റെ ഭക്തന് കൊടുത്തു. ആ ഭക്തൻ ആരാന്നാ പറഞ്ഞേ? പാപമില്ലാത്തവൻ. പാപം അറിയാം, പക്ഷെ പാപം ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു യുവത്വം. അതുകൊണ്ട് വേറെ ആർക്കും അത് കൊടുത്തില്ല. ആർക്കും കൊടുത്തു? ഫറവോനെ കഴിഞ്ഞ 2ാമനായിട്ട് അവനെ ദൈവം ഉയർത്തി. യോസിനോട് ഞാൻ പറയുന്നത് ഓർത്തോണേ, ജീവിതത്തിൽ പാപരഹിതമായ ഒരു അവസ്ഥ സൂക്ഷിച്ചാൽ ദൈവം നിന്നെ പൊക്കിക്കോളും. അപ്പൻ്റെ കാശില്ല, അമ്മയുടെ കാശില്ല, എന്നെ സഹായിക്കാൻ ആരും ഇല്ലെന്നും പരാതി കൊണ്ട് നടക്കണ്ട. ദൈവം മുൻപാകെ വിശുദ്ധിയോടെ നിൽക്കുക. കർത്താവ് നിന്നെ ഉയർത്തിക്കോളും. ലോകം കണ്ട ഏറ്റവും വലിയ മന്ത്രവാദികൾ മിസ്രൈമിലായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നീട് കൊടികെട്ടിയ മന്ത്രവാദികൾ ബാബിലോണിലാണ്. ആ ബാബിലോണിലെ മന്ത്രവാദികൾ തോറ്റു തുന്നം പാടിയത് അഭിഷക്തനായ ദാനിയേലിന്റെ മുമ്പിൽ. ദാനിയേൽ ആരായിരുന്നു? യഹോവയ്ക്ക് ഏറ്റവും പ്രിയ പുരുഷനായിരുന്നു. സാധാ പ്രിയനല്ല, പിന്നെ ഏറ്റവും പ്രിയ പുരുഷൻ. അപ്പൊ യോസഫിന് ദൈവം മർമ്മങ്ങളെ വെളിപ്പെടുത്തി, ദാനിയേലിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി, രഹസ്യങ്ങളെ വെളിപ്പെടുത്തി. ആ ഒരു നിലപാട് നാം സൂക്ഷിച്ചാലുണ്ടല്ലോ, സർവ്വദേവന്മാർക്കും മീതെ വലിയവനായ കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. യേശുവിന്റെ ദൈവത്വം, മഹത്വം മറന്നു പോകരുത്. യേശു ദൈവത്വത്തിൽ മഹത്വമുള്ളവനാണ്. ഈ ദിവസങ്ങളിൽ ആശ്രയിച്ചോണം. കർത്താവേ, അങ്ങ് സർവത്തിനും മീതെ ദൈവമാണ്. വേറൊരു സർവ്വ ചേർത്തൊരു ഒരു വാക്യം കൂടെ തരാം. വെളിപ്പാട് 1:8 വാക്യം യേശുവിനെ കുറിച്ച് പറയും. വെളിപ്പാട് 1:8. കർത്താവ് എങ്ങനെയുള്ളവനാ? അത് കേട്ടിട്ട് സ്വത്രം പറഞ്ഞിട്ടുണ്ട്. സർവശക്തനായ കർത്താവ്. യേശുവിന്റെ ദൈവത്വത്തിന്റെ മഹത്വം ഒന്ന് ഞാൻ പറഞ്ഞു, സർവത്തിനും മീതെ, സർവ്വദേവന്മാർക്കും മീതെ. ഇപ്പൊ പറയുന്നു സർവശക്തൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് അറിയുമോ? അസാധ്യതകളെ സാധ്യമാക്കാൻ കഴിയുന്നവൻ. എന്തോന്നാ? അസാധ്യതകളെ സാധ്യമാക്കാൻ കഴിയുന്നവൻ.
എന്നെ കൊണ്ട് അസാധ്യമാണ്, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ കൂടിയ കൂടത്തില്ല, എനിക്ക് അത്രയും കൊടുക്കാനില്ല. ഇതൊക്കെ നമ്മുടെ പരാതിയാ. പക്ഷെ ഈ വാക്യത്തെ മുറുകെ അങ്ങ് പിടിക്കണം. ഈ വാക്യത്തെ ഊഞ്ഞാല് കെട്ടി ആടിക്കോണം. എൻ്റെ കർത്താവേ, അങ്ങ് സർവശക്തനാണ്, അങ്ങെ കൊണ്ട് കഴിയാത്തതായിട്ടൊന്നുമില്ല. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. കർത്താവ് ആരാ? സർവ. ആ വാക്യം വായിച്ചു കേട്ടല്ലോ. ആദ്യം പറഞ്ഞ ഞാൻ ആൽഫയും, മലയാള ബൈബിളിൽ ഒരു വിവർത്തനത്തിന്റെ പ്രശ്നമാണത്. ആൽഫ ഒമേഗ എന്നല്ല, ആലേഫ് താവു എന്നാണ് വരേണ്ടത്. എബ്രായ അക്ഷരമാലകളാണ് ആലേഫ്, ബേത്ത്, ഗീമൽ, ദാലത്ത്, ഹേ, വൗ, സൈൻ, ഹേത്ത്, തോത്ത്, യോദ് എന്നൊക്കെ പറയുന്ന എബ്രായ അക്ഷരമാലയാണ്. കർത്താവ് പറയുന്നത് ശുദ്ധം, ഞാൻ ആലേഫ് ആൻഡ് താവു. ആലേഫ് എന്ന ആദ്യാക്ഷരവും തൗ എന്ന അവസാന അക്ഷരവും, അതാണ്. അത് ഗ്രീക്ക് ഭാഷയിലേക്ക് സെപ്റ്റുവജന്റ് തർജ്ജമ ചെയ്തപ്പോഴാണ് എന്തോ ആയി മാറിയത്? ആൽഫയും ഒമേ, ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, ഈറ്റ, സീറ്റ, തീറ്റ എന്നൊക്കെ പറയുന്നത് ഗ്രീക്ക് അക്ഷരമാലയാണ്. അപ്പൊ ഗ്രീക്ക് ഭാഷയല്ല കർത്താവ് ഉപയോഗിക്കുന്നത്. കർത്താവ് ഉപയോഗിക്കുന്നത് എബ്രായ ഭാഷ. അതുകൊണ്ട് ഞാൻ ആലേഫ് ആൻഡ് താവു എന്നാണ് പറയുക. ഈ എബ്രായ ഭാഷ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? എബ്രായ ഭാഷയിൽ ഓരോ അക്ഷരമാലയ്ക്കും ക്രിസ്തു ദർശനങ്ങളുണ്ട്. അതാ എൻ്റെ വസ്തുത. അത് പഠിക്കണം. ഭയങ്കര രസകരമായൊരു പഠനമാണ് ഹീബ്രു ലാംഗ്വേജിൻ്റെ അക്ഷരമാല പഠനം. അതിൻ്റെ എഴുത്തിൻ്റെ ശൈലി, രീതിശാസ്ത്രം, അതിൻ്റെ ആ ചായ്വ്, നേരെയുള്ളത്, കനപ്പിച്ചെഴുതേണ്ട ചില ഇതുണ്ട്, നേരരേഖയിൽ എഴുതേണ്ടതുണ്ട്. അതെല്ലാം ഭയങ്കര അർത്ഥങ്ങളാണ്. അതുകൊണ്ടാണ് പറയുന്നത് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും എന്ത് ചെയ്യരുത്, മാറിപ്പോകരുത്. മലയാള അക്ഷരമാലയ്ക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ല, ABCDക്കും അങ്ങനെ വലിയ പ്രശ്നമില്ല. പക്ഷേ എബ്രായ ഭാഷ എഴുതാൻ അറിയാവുന്നവർക്ക് എഴുതാൻ പറ്റുള്ളൂ. അതിൻ്റെ വള്ളിയോ പുള്ളിയോ മാറിയാൽ ക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വത്തിൻ്റെ തിളക്കത്തിനും നേരിയ പരുക്ക് സംഭവിക്കും. അതാണ് അക്ഷരമാല. അപ്പോൾ ഇവിടെ ഞാൻ ആൽഫയും ഒമേഗയും എന്നല്ല പറയേണ്ടത്, പിന്നെന്തോ പറയണം? ആലേഫ് ആൻഡ് താവ് എന്നാണ് പറയേണ്ടത്. അത് അക്ഷരമാല പഠിക്കാനുള്ള സംഭവമാണല്ലോ. 119 സങ്കീർത്തനത്തെ 8 വാക്യങ്ങൾ വീതം ഖണ്ഡികയായി തിരിച്ചിട്ടുള്ള ആ അക്ഷരമാല എബ്രായ അക്ഷരമാലകളാണ്. അത് എടുത്ത് പഠിച്ചാൽ മതി. എബ്രായ അക്ഷരമാല നമുക്ക് പഠിക്കാൻ പറ്റും. എഴുതി പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാര്യം. അത് അത്യാവശ്യം ഒന്ന് പറയാനെങ്കിലും നമുക്ക് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നമുക്ക് മുമ്പോട്ട് വരാം. അവിടെ പറയുന്നു, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവ് സർവശക്തിയുള്ളത്? കർത്താവിൻ്റെ സർവശക്തി എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് ആ അർത്ഥം കൂടെ പഠിക്കണം. സർവശക്തൻ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ പാൻഡക്രീറ്റോൺ എന്നാണ് അർത്ഥം. പാൻഡക്രീറ്റോൺ. ഗ്രീക്ക് പദങ്ങളൊക്കെ പഠിച്ചിരിക്കുന്ന നല്ലതാ. പാൻഡക്രീറ്റോൺ. സ്തോത്രം. ഉപവാസമൊക്കെ 21 ദിവസമൊക്കെ കഴിയുമ്പോൾ 10 ഗ്രീക്ക് പദമൊക്കെ പഠിച്ചുകൊണ്ട് പോകണം. സ്തോത്രം. ഉപയോഗിക്കപ്പെടുന്ന ഇതൊന്നും എവിടെ ഉപയോഗിക്കാനാ എന്നൊക്കെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഗ്രീക്ക് പദമല്ലേ, അർത്ഥസമ്പുഷ്ടമാണ്. അത്യാവശ്യം അന്യഭാഷ പറയാനെങ്കിലും ഉപയോഗിക്കാമല്ലോ. ഇരിക്കട്ടെ, 10 ഗ്രീക്ക് പദം. പാൻഡക്രീറ്റോൺ എന്നുള്ളത്. അടുത്ത വേറെ സംഗതിയുണ്ട്. ഇതിന്റെ എബ്രായ പദം എന്താണെന്നറിയാമോ? ആഹീദുഖുൽ എന്നാണ്. ആഹീദുഖുൽ എന്ന് പറഞ്ഞാൽ തുല്യം ചൊല്ലാനില്ലാത്ത. അതുപോലാണ് ഇത് എന്ന് പറയാൻ, താരതമ്യപ്പെടുത്താൻ കഴിയാത്ത വിധം അതിശ്രേഷ്ഠമായ വിസ്മയാവകമായ ശക്തി. അതാണ് നമ്മുടെ കർത്താവിൻ്റെ ശക്തി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ ശക്തിയുടെ വല്ലഭത്വം അറിയണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1:3 ഉളവായതൊന്നും അവനെ കൂടാതെ. അപ്പൊ ഉളവാക്കിയത് ആരാണ്? കർത്താവാണ്. ദൈവത്തിന്റെ വായ് ഉച്ചരിച്ച ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദമായ വചനമാണ് നമ്മുടെ കർത്താവ്. ആ വചനത്താലാണ് സകലതും ഉളവായത്. പത്രോസ് പറയുന്നു, അവൻ തന്റെ വചനത്താൽ എല്ലാം എന്തിനെ ഉളവാക്കിയിരിക്കുന്നു. വചനത്താലാണ് ഉളവായത്. അങ്ങനെയാണെങ്കിൽ ആ വചനം ഏതാണെന്നറിയാമോ? ഭാഗ്യമായും പൂർണ്ണമായും ഉപസിക്കുന്ന എല്ലാവരും ചെയ്യേണ്ട ഒരു എക്സസൈസ് ഞാൻ പറയാം. വീട്ടിൽ ചെന്നിട്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം എടുക്കണം. എന്നിട്ട് വെള്ള പേപ്പർ എടുക്കണം, എഴുതണം. അതിനകത്ത് 1-ാം അധ്യായത്തെ എഴുതുകയല്ല, 1-ാം അധ്യായത്തിൽ അങ്ങനെ പൊട്ടുന്ന കുറെ പദങ്ങളുണ്ട്. അതങ്ങോട്ട് എഴുതണം താഴോട്ട്. 1, 2, 3, 4. സ്ഥലം ലാഭിക്കാൻ നേർക്ക് നേരെ എഴുതരുത്, താഴെ എഴുതണം. ഉണ്ടാകട്ടെ, വേർപിരിയട്ടെ, ജനിക്കട്ടെ, പറക്കട്ടെ, കൂടട്ടെ, ഉണ്ടോ, മുളച്ചു വരട്ടെ, വാഴട്ടെ, അങ്ങനെ കുറെ പദങ്ങളുണ്ടേ. അതങ്ങോട്ട് എഴുതി വെക്കണം. പുസ്തകം അടയ്ക്കണം, പേന ക്യാപ്പിടണം. എന്നിട്ട് എഴുതിയ പേപ്പർ എടുത്ത് നെഞ്ചോട് അടുപ്പിക്കണം. മുഴങ്കാലിലും കൊണ്ട് ഇരുന്നിട്ട് പറയണം, കർത്താവേ, അങ്ങ് പറഞ്ഞപ്പോൾ ഇതെല്ലാം സംഭവിച്ചു. അങ്ങനാണെങ്കിൽ
എന്നെ നോക്കിയൊന്ന് പറ കർത്താവേ, എൻ്റെ വീടിനെ നോക്കിയൊന്ന് പറഞ്ഞേ കർത്താവേ, എൻ്റെ ശുശ്രൂഷയെ നോക്കിയൊന്ന് പറ കർത്താവേ. ചിലത് മാറത്തില്ലെന്ന് പറഞ്ഞ് കാലപ്പഴക്കമായി കൂടെ നിൽക്കുക. വേർപിരിയട്ടെ എന്ന് അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ വേർപിരിഞ്ഞു മാറും. വെളിച്ചമുണ്ടാകത്തില്ല, ഇരുട്ടായിരിക്കും എന്നും നിന്റെ ജീവിതമെന്ന് പറഞ്ഞ് നിൽക്കുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ഒരൊറ്റ വാക്കൊന്ന് പറ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വെളിച്ചമുണ്ടായി വരട്ടെ. ഞാൻ ഏറിയ നാളുകളായി പ്രവർത്തിച്ചിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. പക്ഷേ അവിടുന്ന് പൂഴിമണ്ണിനെ നോക്കി അതത് തരം വിത്തുള്ള സസ്യങ്ങൾ മുളച്ചു വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായില്ലേ? എന്നെ നോക്കി എന്ന് പറഞ്ഞേ കർത്താവേ, എൻ്റെ ദേശത്ത് ചില ആത്മാക്കൾ ജനിച്ചു വരട്ടെ. ഇനി ഉണ്ടാകത്തില്ലെന്ന ശത്രു എൻ്റെ അടുത്ത് കൂടെ പറയുന്നത്. പക്ഷെ എനിക്ക് വിശ്വാസമാണ്, അവിടുന്ന് ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഒരു തുമ്പി പോലും പറക്കാത്ത ആകാശത്തെ നോക്കി അതത് തരം പർവ്വജാതികൾ കൂട്ടമായി പറക്കട്ടെ എന്ന് പറഞ്ഞ മാത്രം അത് സംഭവിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ദേശത്തെ നോക്കി എന്ന് പറഞ്ഞ കർത്താവേ, എൻ്റെ വീടിൻ്റെ ശോച്യാവസ്ഥയെ നോക്കി, എൻ്റെ സാമ്പത്തിക സ്ഥിതിഗതികളെ നോക്കി ഒന്ന് കൽപ്പിക്കുക കർത്താവേ. അവിടുത്തെ ഒരൊറ്റ വാക്കിനാൽ ഇത് സംഭവിക്കും ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസമുള്ളവർ ഇന്ന് പകൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. സർവശക്തനായവൻ, സർവശക്തനായ നമ്മുടെ കർത്താവ്. ഏത് വിഷയത്തിലാണ് ഈ ദിവസങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നത്? കർത്താവ് ആ മേഖലയെ നോക്കി ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ മതി. വേദപുസ്തകം ആരംഭിക്കുന്നത് ഈ പദപ്രയോഗങ്ങളുടെ ആവിഷ്കാര ഭംഗിയോടെയാണ് അല്ലേ? എത്ര പദങ്ങൾ അതിനകത്തുണ്ടെന്നറിയാം. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് കാലമൊത്തിനല്ല ഉണ്ടായത്, അതിൻ്റെ പ്രതിധ്വനി അടങ്ങുന്നതിന് മുമ്പേ സംഭവിച്ചു. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ സുവിശേഷ ഗ്രന്ഥങ്ങൾ നിങ്ങൾ നോക്കിക്കേ. ബാലേ എഴുന്നേൽക്ക, മനസ്സിലായില്ലേ? സമാധാനത്തോടെ പോകാം, ലാസറേ പുറത്തു വരിക, കാഴ്ച പ്രാപിക്ക, സൗഖ്യമാകട്ടെ എന്നൊക്കെ കൽപ്പിച്ച ആരാന്നറിയാമോ? ഈ സർവശക്തനാ. അന്നേരം അതങ്ങ് സംഭവിക്കുകയായിരുന്നു. ഈ ഉപവാസ പ്രാർത്ഥന ദൈവശബ്ദം കേൾക്കാതെ എഴുന്നേക്കല്ലേ? വ്യക്തിപരമായ ചില ശബ്ദങ്ങൾ കേൾക്കാതെ എഴുന്നേക്കല്ലേ മോനെ? അവസാനിപ്പിക്കല്ലേ? ഈ 21 ക്രമീകരിക്കുക, സഭ ക്രമീകരിച്ച ആ ദിവസങ്ങൾ വന്നണയുന്നതിന് മുൻപ് കർത്താവേ അങ്ങയുടെ ശബ്ദം എനിക്ക് കേൾക്കണം, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരുന്നു കൊടുത്ത് നമ്മുടെ ജീവിതത്തിന്റെ ചില മണ്ഡലങ്ങൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാനിടയാകും. ശക്തമായി കർത്താവ് നമ്മോട് സംസാരിക്കുന്ന, ജീവിതത്തിന്റെ അനുഗ്രഹീതമായ തലങ്ങളെ കുറിച്ച് ദൈവം നമ്മോട് ഇടപെടുന്ന, അനുഗ്രഹീതമായിരിക്കുന്ന ചില അനുഭവങ്ങൾ പ്രാപിച്ചെഴുന്നേക്കാവൂ. കുറെ പ്രസംഗക്കുറിപ്പുകൾ മാത്രം പോരെന്ന് ദൈവശബ്ദം വ്യക്തിപരമായി കേൾക്കണം. യേശു പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കണേ. യേശു പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിച്ചാൽ യേശു അനുഭവിച്ച 3 കാര്യങ്ങൾ അനുഭവിക്കാം. ലൂക്കോസ് 3:21 വായിക്കുന്നു, ജനമെല്ലാം സ്നാനമേൽക്കിൽ യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ. സ്നാനമേറ്റപ്പെടല്ല, പിന്നെ സ്നാനമേറ്റ്. ലൂക്കോസ് മാത്രമേ അത് പറയുന്നുള്ളൂ, ഡോക്ടർ ലൂക്ക് മാത്രമേ അത് പറയുന്നുള്ളൂ. സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ വായിച്ചു നോക്കി 3:21 വാക്യം ലൂക്കോസ്. ആ 3 കാര്യം നടന്ന് കേട്ടോണം. ജനമെല്ലാം സ്നാനമേറ്റവരെല്ലാം നനഞ്ഞ് തുണി മാറാൻ വേണ്ടി പോയപ്പോൾ യേശു എന്തോ ഇതെന്നാ വായിക്കുന്നത്? പ്രാർത്ഥിച്ചു. അപ്പൊ സ്നാനപ്പെട്ടവന്റെ ഏറ്റവും വലിയ കടമ എന്തോ? പ്രാർത്ഥനയാ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ 3 കാര്യം നടന്നു. ഏതൊക്കെയാ 3 കാര്യം? ഈ ഉപവാസ പ്രാർത്ഥന 3 കാര്യം ഓരോരുത്തർക്കും നടക്കണം. 1, സ്വർഗം തുറക്കണം. 2, ആത്മാവിറങ്ങണം. 3, ദൈവശബ്ദം മുഴങ്ങണം. 3 കാര്യങ്ങൾ അറിയാതെ അനുഭവിക്കാതെ എഴുന്നേക്കരുത്. 3 കാര്യം ഒന്നുകൂടെ ചിന്തിച്ചേ. 1, സ്വർഗം. ചില വാതിലുകൾ തുറക്കണം മക്കളെ. മുട്ടുന്ന മേഖലകൾ, ചില വാതിലുകൾ തുറക്കണം. അവിടെ ഇവിടെ മുട്ടിത്തട്ടി നടന്നിട്ടൊന്നും തുറന്നില്ല. ഈ ഉപവാസം കഴിയുമ്പോൾ ചിലത് തുറന്നു വരണം. നമ്മുടെ മുമ്പിൽ അടഞ്ഞു നിന്ന ചില വാതിലുകൾ എന്തോ ചെയ്യപ്പെടണം? തുറന്നു വരാനിടയാകണം. സ്വർഗം തുറന്നാൽ പിന്നെ ഇവിടെ വേറൊന്നും അടച്ചു വയ്ക്കാൻ പറ്റത്തില്ല. സ്വർഗം സാങ്ഷനാക്കിയ പിന്നെ നമ്മുടെ മുമ്പിൽ തുറന്നേ പറ്റുള്ളൂ. ചില പുതിയ വഴികൾ തുറക്കപ്പെടാനിടയാകണം. സ്വർഗം തുറന്നു, അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഇറങ്ങി. എന്നെ പ്രയോഗമാണ് ഡോക്ടർ ലൂക്കിന്റെ ആ ഭംഗി എനിക്കിഷ്ടമായി, എഴുത്തിന്റെ ഭംഗി. സ്വർഗം എന്തോ ചെയ്തു? തുറന്നു. പരിശുദ്ധാത്മാവ് എന്തോ ചെയ്തു? ഇറങ്ങി. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇറങ്ങിയ ഉടനെ ദൈവത്തിന്റെ ശബ്ദം എന്ത് ചെയ്തു? മുഴങ്ങി. ഇവൻ എൻ്റെ, അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, ഉപവാസ പ്രാർത്ഥനയിൽ പാസ്റ്റർമാർ വരും, പ്രസംഗിക്കും, ആരാധന നടക്കും, കാര്യങ്ങളെല്ലാം നടക്കും. ഈ ശബ്ദകോശത്തിനിടയിൽ എൻ്റെ മകനെ, എൻ്റെ മകളെ, എൻ്റെ ദാസിയെ,
എൻ്റെ ദാസനെ എന്നൊരു ശബ്ദം വ്യക്തിപരമായി കേൾക്കാതെ എഴുന്നേൽക്കരുത്. അങ്ങനൊരു ശബ്ദം, അങ്ങനൊരു സ്പർശനം. കർത്താവിൻ്റെ കൈ നമ്മളെ ഒന്ന് തൊടണം. കർത്താവിൻ്റെ മുറിവേറ്റ കരം നമ്മളെ ഒന്ന് തൊടണം. കർത്താവ് നമ്മളെ ഒന്ന് തൊട്ടാലുണ്ടല്ലോ, അത് മതി ഈ ആയുസ് മുഴുവനും ജീവിക്കാൻ. ഒരു സ്പർശനം കർത്താവിൽ നിന്ന് പ്രാപിച്ചോണം. കർത്താവ് എന്നെ ഒന്ന് തൊടണമേ, എന്നോടൊന്ന് സംസാരിക്കണമേ, എന്റെ അവസ്ഥയെ ഒന്ന് അറിയണമേ. നമ്മുടെ കർത്താവ് ആരാന്നാ പറഞ്ഞേ? സർവശക്തനാണ്. കർത്താവ് ആരാ? സർവത്തിന് മീതെ ഉള്ളവൻ, സർവ്വദേവന്മാർക്കും മീതെ ഉള്ളവൻ, പിന്നെ സർവശക്തൻ. ഒരെണ്ണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തീത്തോസ് 2:12. യേശുവിന്റെ ദൈവത്വത്തിന്റെ മഹത്വം. തീത്തോസ് 2:12 മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു. മഹാദൈവമാ നമ്മുടെ കർത്താവ്. ആരാ കർത്താവ്? സ്തോത്രം പറഞ്ഞില്ലല്ലോ. എന്നിട്ട് അവനെ മഹാദൈവത്തിന് മാത്രമേ മഹാകാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. സാധാ ദൈവങ്ങൾക്ക് സാധാ കാര്യമേ ചെയ്യാൻ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? മഹാദൈവത്തിന് മാത്രമേ ഇല്ലായ്മയിൽ നിന്ന് ഉളവാക്കാൻ പറ്റൂ. മഹാദൈവത്തിന് മാത്രമേ ചെങ്കടലിൽ നടവഴി ഉണ്ടാക്കാൻ പറ്റൂ. മഹാദൈവത്തിന് മാത്രമേ യോർദാന്റെ കുത്തൊഴുക്കിനെ ഗതിമാറ്റാൻ പറ്റത്തുള്ളൂ. മഹാദൈവത്തിന് മാത്രമേ ഫറവോനെയും അവന്റെ സൈന്യത്തെയും ചെങ്കടലിൽ കല്ലുപോലെ താഴ്ത്താൻ പറ്റുള്ളൂ. മഹാദൈവത്തിന് മാത്രമേ ബാബിലോണിന്റെ മേൽ ന്യായവിധി അയക്കാൻ പറ്റുള്ളൂ. മഹാദൈവത്തിന് മാത്രമേ കാരാഗൃഹത്തിൽ ഇറങ്ങി 4 കാവലും തുറന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റൂ. മഹാദൈവത്തിന് മാത്രമേ സിംഹത്തിന്റെ വായ അടയ്ക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കർത്താവ് മഹാദൈവമാണ്. വിശ്വസിക്കുന്നവർ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നേർപ്പിച്ചു കൊടുത്ത് മഹാദൈവമായവൻ, മഹാദൈവമായവൻ ആരാധിച്ച് ഇന്ന് പകൽക്കാലം കേൾപ്പിച്ച ദൈവ മഹത്വം, ക്രിസ്തുവിന്റെ ദൈവ മഹത്വത്തിന്റെ വസ്തുത ആഴത്തിൽ അറിഞ്ഞവർ ദൈവത്തെ ഒന്ന് സ്തുതിക്ക്. മഹാദൈവമായവൻ, സർവശക്തനായവൻ, സർവത്തിന് മീതെ ദൈവമായവൻ, ഉന്നതനും ഉയർന്നവനുമായവൻ. ഹല്ലേലൂയ. ആ കർത്താവ് ഇന്ന് പകലിൽ നമ്മുടെ കാര്യങ്ങളുടെ മേൽ തൻ്റെ കയ്യൊപ്പ് പതിപ്പിക്കുകയാ. നമ്മുടെ വിഷയങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരം പ്രവർത്തിക്കുകയാ. നാളുകളെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുടെ മേൽ ദൈവം തൻ്റെ കയ്യൊപ്പ് പതിപ്പിക്കുകയാണ്. ചില മേഖലകൾ ദൈവം സാങ്ഷനാക്കി തരികയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യത്വത്തിൽ തിളക്കമുള്ള യേശു, ദൈവത്വത്തിൽ മഹത്വമുള്ള യേശു. അതാണ് ഫിലിപ്പിയ ലേഖനം പറയുന്ന ക്രിസ്തു പരിജ്ഞാനം. ബാക്കി 2 കാര്യം കൂടെ പറഞ്ഞിട്ട് ബാക്കി ചിന്തകൾ വൈകിട്ടത്തെ സെഷനിൽ നമുക്ക് പഠിക്കാം. കൊലോസ്യ ലേഖനത്തിൽ ദൈവ ഇഷ്ടത്തിൻ പരിജ്ഞാനമാണ് 1:10. മതി, അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം. അപ്പൊ ഓർഡർ എന്ന് പറഞ്ഞ് എഫെസ്യ ലേഖനത്തിൽ എന്തുവാണ് പരിജ്ഞാനം? പിതാവാം ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം. ഫിലിപ്പിയ ലേഖനത്തിൽ എന്തോ പരിജ്ഞാനം? ക്രിസ്തു പരിജ്ഞാനം. ഓക്കെ, കൊലോസ്യ ലേഖനത്തിൽ എന്തോ പരിജ്ഞാനം? ദൈവ ഇഷ്ടത്തിൻ പരിജ്ഞാനം. നമ്മുടെ ഇഷ്ടം ദൈവ ഇഷ്ടമാക്കി മാറ്റാനുള്ള നിർബന്ധമാണ് നമ്മൾ പലപ്പോഴും കാണിക്കുക. കർത്താവേ, ഞാനത് ആഗ്രഹിക്കുന്നു, അതെനിക്ക് തരണേന്ന്. അതല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിക്കണം. ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തോട് എന്നും ചോദിക്കേണ്ട ഒരു ഷോർട്ട് ആൻഡ് സ്വീറ്റ് പ്രയർ ഉണ്ട്. എല്ലാവരും നെടുനീളത്തിൽ അന്യഭാഷയുടെ അകമ്പടിയൊന്നും ഇല്ലാതെ തന്നെ ദൈവത്തോട് ഹൃദയംഗമായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് എല്ലാ പ്രഭാതങ്ങളിലും. ലോർഡ്, വാട്ട് ഷാൽ ഐ ഡു? ദൈവമേ, ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? വാട്ട് ഷാൽ ഐ ഡു? ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും കൂടെ ഒരുമിച്ച് കരം കോർത്ത് പിടിച്ചിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ചെറിയൊരു ഭേദഗതി വരുത്തണം. ലോർഡ്, വാട്ട് ഷാൽ വി ഡു? ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്ത് ചെയ്യണം കർത്താവേ? കർത്താവിനോട് ചോദിക്കണം. ചോദിച്ച് ആലോചന പ്രാപിക്കണം. കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്നറിയണം. മനസ്സിലാകുന്നുണ്ടോ? ഇത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടം കർത്താവിൻ്റെ ഇഷ്ടമാക്കി എന്തോ ചെയ്യുക? വീടും പൂട്ടി താക്കോലും കൈവച്ച്, വണ്ടിയുടെ താക്കോലും കൈവച്ച് സിറ്റ് ഔട്ടിൽ നിന്നൊരു പ്രാർത്ഥന, കർത്താവേ പോവുകയാണ്, കാത്തോണേ. പോട്ടേന്ന് കർത്താവിനോട് എന്തോ ഇതില്ല, ചോദിച്ചില്ല. കർത്താവ് ഇന്നുവരെ വഴക്കുണ്ടാക്കിയിട്ടില്ല. പത്രം വായിച്ചുകൊണ്ട് സിറ്റ് ഔട്ടിരിക്കുന്ന ഭർത്താവിൻ്റെ അരികിൽ അണിഞ്ഞൊരുങ്ങി വന്നിട്ട് ഭാര്യ പറയുക, ഞാൻ പോവാണേ.
ഭർത്താവ് വന്നിട്ട് അന്ന് എവിടെ പോവാന്ന് ചോദിച്ചില്ല. ഞാൻ പോട്ടെ എന്ന് ഭർത്താവിനോട് ചോദിക്കാതെ ഒരുങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുമോ ഒരു ഭാര്യയ്ക്ക്? നമ്മൾ പലപ്പോഴും അങ്ങനെ ചെയ്യുക. നമ്മുടെ കർത്താവ് നമ്മളോട് വഴക്കുണ്ടാക്കാത്തത് എന്നാ കാര്യം എന്നറിയാം. കർത്താവിനോട് ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് ചോദിച്ചില്ല, ഒരുങ്ങി തയ്യാറായി നിന്ന് വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞ് സ്വത്രം കർത്താവേ കാത്തോണേന്ന്. കർത്താവ് എന്തോ നേപ്പാളി സെക്യൂരിറ്റിയാണോ കാക്കാൻ? നമ്മൾ പോകുന്ന വഴിക്കല്ല, നമുക്കിഷ്ടമുള്ള വഴിയിലൂടെ പോകുമ്പോഴെല്ലാം കർത്താവ് കാക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്. അവൻ നടക്കേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരണം. അപ്പൊ എവിടെ പോകണം എന്നുള്ളത് ആരുടെ ഇഷ്ടമാണ്? കർത്താവിൻ്റെ ഇഷ്ടമാണ്. അവിടുത്തെ ഇഷ്ടമനുസരിച്ച് പോകാൻ പറ്റണം. ഞാൻ ഏത് കോഴ്സ് പഠിക്കണം? ആ കോഴ്സ് പഠിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കേണ്ട ദേശം, എൻ്റെ ഭാവി എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കണം, എൻ്റെ ജീവിത പങ്കാളി, ഇതെല്ലാം കർത്താവിൻ്റെ ഇഷ്ടമാണ്. ഈ ഇഷ്ടത്തിന് വിരുദ്ധമായി നമ്മൾ മാറുമ്പോഴാണ് നമ്മൾ വില കൊടുക്കേണ്ടി വരുന്നത്, പണി നമുക്ക് കിട്ടേണ്ടി വരുന്നത്. അതുകൊണ്ട് 143 സങ്കീർത്തനം 10 വാക്യം പറയുന്നു, അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണം. ആ ഇഷ്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് ഉപവാസ പ്രാർത്ഥന. ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം. PYPയുടെ ഒരു ക്യാമ്പ് നടന്നു. യൂത്തിന് മോട്ടിവേഷൻ കൊടുക്കാൻ വന്ന ഒരു പാസ്റ്റർ, സൂപ്പർ ക്ലാസ്. ഇടയ്ക്ക് അദ്ദേഹം ഒരു വാചകം പറഞ്ഞു, 15 വയസ്സ് മുതൽ പെൺകുട്ടികളും ആൺകുട്ടികളും അവരുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 15 വയസ്സ് സഭായത്തിന് ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യമല്ല പറഞ്ഞു. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ എന്തോ ചെയ്യണം, നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടും. ഇതൊരു മോക്ക് ഭയങ്കര സന്തോഷമായി. മമ്മി നോക്കിയപ്പം എന്നും ഇല്ലാത്തതുപോലെ കൂടെ ഇവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്ധ്യപ്രാർത്ഥനയ്ക്ക് പോലും ഉഴപ്പിയിരിക്കുന്നവള് വളരെ ജാഗ്രതയോടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നതെന്നറിയാൻ മമ്മി പതിയെ വന്ന് ശ്രദ്ധിച്ചപ്പോൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു വിഷയം കേട്ട് മമ്മി ഞെട്ടിപ്പോയി. കർത്താവേ, സുമുഖനും സുന്ദരനും സുശീലനുമായൊരു ജീവിത പങ്കാളി എനിക്ക് തരണേ. അമ്മ ഞെട്ടിപ്പോയി. കേട്ടെന്നുള്ളത് അറിയണ്ടെന്ന് വിചാരിച്ച് പതിയെ നടന്നു. പിറ്റേ ദിവസം ഇതേ സമയത്ത് പ്രാർത്ഥിക്കാനിരിക്കുക. അമ്മ ശ്രദ്ധിച്ചു, കർത്താവേ, സുമുഖനും സുന്ദരനുമായ മാത്രം പോരാ, കർത്താവിൻ്റെ വേലയിൽ ശോഭിക്കുന്നൊരു ദൈവദാസന് എനിക്ക് തന്നെ. അമ്മയ്ക്ക് അങ്ങ് ഭയങ്കരമായിട്ട് മനസ്സങ്ങ് സന്തോഷമായി. എൻ്റെ മോള് ആരെ ആഗ്രഹിക്കുന്നുണ്ട്? സുവിശേഷനെ ആഗ്രഹിക്കുന്നു. അടുത്ത ദിവസം പ്രാർത്ഥന ശ്രദ്ധിച്ചു, കർത്താവേ, സുവിശേഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലൂടെ ചുറ്റിത്തിരിയുന്ന ആരെയും എനിക്ക് വേണ്ട, അങ്ങ് നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരാളിനെ എനിക്ക്. നോർത്ത് ഇന്ത്യയിൽ. ഓക്കെ, സ്വന്തം. അമ്മയ്ക്ക് ഭയങ്കര അഭിമാനം തോന്നി. അയ്യോ, നോർത്ത് ഇന്ത്യയിൽ ഒത്തിരി സുവിശേഷ വിരോധ പ്രവർത്തനങ്ങളൊക്കെ ഉള്ളെടുത്ത് പ്രവർത്തിക്കുന്ന ദൈവദാസനെ വേണമെന്ന് എൻ്റെ മോൾ, അവൾക്ക് അത്രയ്ക്ക് ആത്മാ. PYP ക്യാമ്പിന് വിട്ടത് നന്നായി എന്ന് അമ്മയ്ക്ക് അങ്ങ് ഉറപ്പായി. 4-ാമത്തെ ദിവസം അവൾ പ്രാർത്ഥിക്കുക, കർത്താവേ, നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ വേണ്ട, അങ്ങ് ഡൽഹി ബോർഡർ കഴിഞ്ഞ് ഹരിയാനയ്ക്ക് പോകുന്ന വഴിക്ക് അവിടെ കാണും പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനെ എനിക്ക് തരണം. കർത്താവേ, എലുക തിരിച്ച് അതിർത്തി പറഞ്ഞ് ഇവള് പ്രാർത്ഥിക്കുന്നു. ഇവക്ക് ഇന്ത്യയെക്കുറിച്ച് ഇത്ര വലിയ പരിജ്ഞാനം ഉണ്ടോ എന്നൊക്കെ അമ്മ അത്ഭുതപ്പെട്ടു പോയി. 5-ാമത്തെ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ അമ്മ ബോധം കെട്ട് തറയിൽ പോയി. കർത്താവേ, അങ്ങനാണെങ്കിൽ ആ മാറ്റിച്ചാനെ തന്നെ എനിക്ക് തന്നാൽ എന്നാ കുഴപ്പം? അപ്പൊ ഡൽഹി ബോർഡറിൽ ഗുഡ്ഗാവിനടുത്ത് ഒരു മാറ്റിച്ചാൻ പ്രവർത്തിക്കുന്നുണ്ട്. ആ പുള്ളിയെ തന്നെ ഇവക്ക് ഇവിടെ ഇഷ്ടത്തിലേക്ക് അവൾ ആരെ കൊണ്ടുവരികയാണ്? കർത്താവിനെ കൊണ്ടുവരിക. അതിന് തിരുവനന്തപുരത്ത് നിന്ന് കർത്താവിനെ കേരള എക്സ്പ്രസ്സിൽ കെട്ടിക്കൊണ്ട് പോവുക ഇവൾ. നമ്മുടെ പല പ്രാർത്ഥനകളും ഇങ്ങനെ, നമ്മളൊരു ഇഷ്ടം ഒരു കുത്തി നിർത്തിയിട്ടുണ്ട്, അവിടോട്ട് ആരെ കൊണ്ടുവരിക? കർത്താവിനെ കൊണ്ടുവരിക. അതല്ല, ദൈവ ഇഷ്ടത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കണം. എത്ര പേർക്ക് ബോധ്യമായി? നമ്മുടെ ഇഷ്ടങ്ങളൊന്നുമല്ല, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ സമ്പൂർണ്ണമാകണം. നമ്മുടെ മിശിഹ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. പാപമില്ലാത്ത, പാപം ചെയ്യാത്ത, പാപമറിയാത്ത, പാപമാക്കപ്പെട്ട് കുറ്റമില്ലാത്ത നീതിമാനായ കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ, അങ്ങയുടെ ഇഷ്ടം മാത്രം നടക്കണം. ഉപവാസ പ്രാർത്ഥന കൊണ്ട് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. കൊലോസ്യ ലേഖനം പറയുന്ന ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനമാ. ഫിലേമോന്റെ ലേഖനം 5-ാം വാക്യത്തിൽ വേറൊരു പരിജ്ഞാനമുണ്ട്. ആ പരിജ്ഞാനം നന്മയുടെ പരിജ്ഞാനം. എന്തെന്നാ? നമ്മിലുള്ള സകല നന്മയുടെയും പരിജ്ഞാനം. ഏകാധ്യായ ലേഖനം, ഫിലേമോന്റെ ലേഖനം 5-ാം വാക്യം പറയുന്നു, നമ്മിലുള്ള സകല നന്മയുടെയും. എന്താ നന്മയുടെ പരിജ്ഞാനം എന്നറിയാമോ? പാട്ടും പ്രാർത്ഥനയും അന്യഭാഷയും പ്രൈസും വർഷിപ്പും മാത്രമല്ല, അവരുടെ ദുഃഖമറിയാനുള്ള, അതാ നന്മയുടെ പരിജ്ഞാനം. അവന് വിശക്കുന്നെങ്കിൽ ആ വിശപ്പ് എൻ്റെ വിശപ്പാണ്. അവന് വിളമ്പണം. അവൻ്റെ നഗ്നതയിൽ ഞാൻ മുഖത്ത് വിരൽ വെച്ചുകൊണ്ട് അവനെ ആക്ഷേപിക്കുകയല്ല, അവൻ ഉടുക്കാൻ കൊടുക്കണം. അവൻ ഒറ്റയ്ക്കാണെങ്കിൽ അവനോടൊപ്പം കൂട്ടാകാൻ എനിക്ക് പറ്റണം.
ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്ന ആ വ്യക്തിയുടെ ഒരു ഡയാലിസിസിൻ്റെ ബില്ല് ഞാൻ പേ ചെയ്യണം. മനസ്സിലായില്ലേ? പ്രാർത്ഥിക്കാം ബ്രദറെ എന്ന് മാത്രം പറയുന്ന ഭംഗിവാക്ക് പോരാ. പള്ളിയിലേക്ക് ആരാധനയ്ക്ക് പോകുന്ന 2 പേര്, പുരോഹിതനും പിന്നാര ലേവ്യനും, വണ്ടി വിട്ടുപോകുമ്പോൾ വഴിയിൽ മുറിവേറ്റവൻ കിടക്കുന്ന അയ്യം വിളിക്കുന്ന കണ്ടു കേട്ടു. പക്ഷേ പള്ളി പോകാൻ നേരമായി എന്ന് പറഞ്ഞ് വിട്ടുപോവുകയാണ്. അതിനേക്കാൾ തിരക്കുള്ളവനാ പിന്നാലെ വന്നത്. 3-മൻ അവനൊരു ശമര്യനായിരുന്നു. അവൻ അവിടെ കൊണ്ട് നിർത്തി, ഓടിയിറങ്ങി